Good evening all. അപ്പോൾ എല്ലാവർക്കും ഓൾ യൂണിറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എല്ലാ ചാപ്റ്ററിലെയും ബോട്ടണി ചാപ്റ്റേഴ്സ് എല്ലാത്തിലും നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു സെഷൻ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട സ്റ്റാർട്ട് ചെയ്യാം. കമ്മിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, so given below are two statements. One is labeled as assertion and other is labeled as reason. Assertion: mitosis is also known as equational division. Reason: mitosis produces daughter cells with the same number of chromosomes as parent cell. So what do you think? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? assertion and reason correct ആണോ? assertion statement correct ആണോ? mitosis is also known as equational division അല്ലേ? അപ്പോൾ assertion statement correct ആണ്. mitosis equational division ആണ്. reason: mitosis produces daughter cells with the same number of chromosomes as parent cell. അപ്പോൾ reason statement correct ആണ്. അത് correct ആണെന്ന് മാത്രമല്ല കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടെയാണ്. വൈ ദ മൈറ്റോസിസ് ഇസ് നോൺ ആസ് ഇക്വേഷണൽ ഡിവിഷൻ? ബിക്കോസ് മൈറ്റോസിസ് നടന്നുണ്ടാകുന്ന രണ്ട് ഡോട്ടർ സെൽസിന് പേരന്റ് സെല്ലിനോട് ഈക്വൽ ആയ ക്രോമസോം നമ്പർ ആയിരിക്കും അല്ലേ? ഇപ്പം ഹ്യൂമൻ സെല്ലാണെങ്കിൽ 46 ആണ് പേരന്റ് സെല്ലിൻ്റെ ക്രോമസോം നമ്പർ. അത് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുമ്പോൾ ഡോട്ടർ സെൽസിനും 46 തന്നെ ആയിരിക്കും ക്രോമസോം നമ്പർ വരിക. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് ദ ഇക്വേഷണൽ ഡിവിഷൻ. സോ യു കൻ ഗോ ഫോർ ദ ആൻസർ. ബോത്ത് assertion, reason are true and reason is the correct explanation of assertion. Option 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Coming to the next question. In animal cells, lipid-like steroidal hormones are synthesized in. Okay, അപ്പോൾ animal cellsൽ steroidal hormonesന്റെ സിന്തസിസ് നടക്കുന്നത് അപ്പോൾ ഈ പറയുന്നതിൽ ഏത് ഓർഗനലിലാണ്? ഫസ്റ്റ് വൺ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോംസ്. ഫോർത്ത് വൺ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഫംഗ്ഷൻസ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. സോ നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ രണ്ട് പാർട്ടാണ് അല്ലേ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതുപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അറ്റ് ദ സെയിം ടൈം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ലിപ്പിഡ് സിന്തസിസ് ആൻഡ് ഓൾസോ ദ ആനിമൽ സെൽസിലെ സ്റ്റിറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷൻ ഒക്കെ ഫംഗ്ഷനായിട്ട് വരുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, സ്മൂത്ത് endoplasmic reticulum. So moving to the next question. Okay, identify the mismatched pair with respect to the steps of EMP pathway. EMP pathway എന്താണ്? Emden മേഹോഫ് പർനാസ് പാത്വേ അല്ലെ? ഗ്ലൈക്കോളൈസിസ് ആണ്. സോ അതിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ 3-phosphor ഗ്ലിസറാൽഡിഹൈഡ് ഈസ് കൺവേർട്ടഡ് ടു 1,3-bisphosphor ഗ്ലിസറേറ്റ് അല്ലേ? അപ്പോൾ 3-phosphor ഗ്ലിസറാൽഡിഹൈഡ് 1,3-bisphosphor ഗ്ലിസറേറ്റ് ആക്കി മാറ്റുന്ന ഈ ഒരു സ്റ്റെപ്പിൽ നമുക്കറിയാം അവിടെ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഉണ്ട്, പക്ഷേ അത് ATP അല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഒരു സ്റ്റെപ്പിൽ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ് NADH2 ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ മിസ്മാച്ച്ഡ് പെയർ ഒന്നുമല്ല, അതൊരു കറക്റ്റ് പെയറാണ്. സെക്കൻഡ് വൺ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൂക്കോസ് 6-phosphate. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഗ്ലൂക്കോസിലേക്ക് ഒരു ഫോസ്ഫേറ്റ് അഡീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം ATPയിൽ നിന്നാണ് അഡീഷൻ നടക്കുക. ATPയിൽ നിന്ന് അഡീഷൻ നടന്ന ATP എന്തായി മാറുകയാണ്? ADP ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ATPയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസിലേക്ക് ആഡ് ചെയ്ത് അവിടുന്ന് ADP ആയിട്ട് അത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് ATP ആണോ ADP ആണോ? ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് മിസ്മാച്ച്ഡ് പെയർ ആണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സെക്കൻഡ് വൺ ആണ്. അവിടെ കറക്റ്റ് ആയേനെ. എങ്ങനെ കറക്റ്റ് ആയേനെ? ATP ഈസ് യൂട്ടിലൈസ്ഡ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. അപ്പോൾ ADP എന്ന് പറയുന്നത് കൊണ്ടാണ് തെറ്റുന്നത്. അപ്പോൾ തേർഡ് വൺ ഫ്രക്ടോസ് 6-phosphate 2-fructose 1,6-bisphosphate അല്ലേ? അപ്പോൾ ഫ്രക്ടോസ് 6-phosphate to ഫ്രക്ടോസ് 1,6 6th പൊസിഷനിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഫസ്റ്റ് ആൻഡ് 6th ഫോസ്ഫേറ്റ് വന്നു അല്ലേ? അപ്പോൾ ഒരു അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഉണ്ട്. ATP ഈസ് യൂട്ടിലൈസ്ഡ്. അപ്പോൾ അതുകൊണ്ട് അതും കറക്റ്റ് ആണ്. കൺവേർഷൻ ഓഫ് BPGA to 3-phosphoglyceric acid അല്ലേ? അപ്പം ഇവിടെ നോക്കുക, രണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ബട്ട് അത് കൺവേർഷൻ നടന്നപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട് കുറഞ്ഞു. അപ്പോൾ റിലീസ് ഓഫ് ഫോസ്ഫേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിൽ ATPയുടെ ഫോർമേഷനാണ് നടക്കുന്നത്. സോ ഫോർത്ത് വണ്ണും എങ്ങനെയാണ്? കറക്റ്റ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് ആൻസർ മിസ്മാച്ച്ഡ് പെയർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. So next question.
ഐഡൻറ്റിഫൈ ദ സെൽ വിച്ച് ഇസ് നോട്ട് ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം. നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് നോട്ട് ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ഇല്ലെന്നല്ല, പിന്നെന്താണ് നോട്ട് ഡിവോയിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഓപ്ഷനിൽ മാത്രം പ്രോട്ടോപ്ലാസം ഉണ്ട്, ബാക്കി ഒന്നിലും പ്രോട്ടോപ്ലാസം ഇല്ല. നമുക്ക് ആ പ്രോട്ടോപ്ലാസം ഉള്ളത് ആർക്കാണെന്ന് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വൺ വെസൽസ്, ദെൻ ട്രക്കീഡ്സ്, സൈലം പാരൻകൈമ, സ്ക്ലിയറൻകൈമ. ഓക്കെ, വെസൽസ് ഈസ് ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം. ഓൺ മച്ചുറേഷൻ വെസൽസിന് പ്രോട്ടോപ്ലാസം ഡിവോയിഡ് ആണ്, ആൻഡ് ട്രക്കീഡ്സിനും സ്ക്ലിയറൻകൈമയ്ക്കും അങ്ങനെ തന്നെയാണ്. ദേ ആർ ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം ഓൺ മച്ചുറേഷൻ. സോ യു ക്യാൻ ഗോ ഫോർ ദ ആൻസർ ഓപ്ഷൻ 3, സൈലം പാരൻകൈമ. നമുക്കറിയാലോ സൈലം എലമെൻറ്റ്സ് 4 അപ്പോൾ അതിൽ വെസൽസ്, ട്രക്കീഡ്സ്, നമ്മൾ ആൻജിയോസ്പം പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് അല്ലേ. വെസൽസ്, ട്രക്കീഡ്സ്, അതുപോലെ സൈലം പാരൻകൈമ, സൈലം ഫൈബറോ സൈലം സ്ക്ലിയറൻകൈമ പ്രസൻ്റ് ആണ്. ഇതിൽ ഒന്നൊഴികെ ബാക്കി 3 എലമെൻറ്റ്സും ഡെഡ് ആണ്. അതായത് വെസൽ, ട്രക്കീഡ്, സ്ക്ലിയറൻകൈമ ഡെഡ് ആണ്. അവിടെ ആ ലിവിങ് ആയിട്ടുള്ളത് പാരൻകൈമയാണ്. സോ ദാറ്റ് ഈസ് അവിടെ പ്രോട്ടോപ്ലാസം പ്രസൻ്റ് ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify the incorrect statement with respect to factors affecting photosynthesis. ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനോട് റെസ്പെക്റ്റീവ് ആയിട്ട് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടെത്തേണ്ടത്. സോ ഫസ്റ്റ് വൺ, ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ഫോട്ടോസിന്തസിസ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഓഫ് ദി പ്ലാന്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ലീഫ് അറേഞ്ച്മെൻറ്റ്, ഓവറോൾ പ്ലാന്റിൻ്റെ അപ്പിയറൻസ്, ഇതെല്ലാം ഇൻറ്റേർണൽ ഫാക്ടേഴ്സിലാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ ചില പ്ലാന്റുകൾക്ക് കാനോപ്പി വളരെ കൂടുതലായിരിക്കും, അവിടെ സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. ചിലതിൻ്റെ ലീഫ് അത്ര സ്പ്രെഡഡ് അല്ലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അതിന് ലൈറ്റ് അവൈലബിലിറ്റിക്ക് അതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. നമ്പർ ഓഫ് ലീഫ് കൂടുന്നതിലും കുറയുന്നതിലും ഫോട്ടോസിന്തറ്റിക് റേറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ദ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, despite the presence of a green leaf and optimal light and CO2 conditions, the plant may not photosynthesis if the temperature is very low. അപ്പോൾ പറയാണ് നമുക്കറിയാം ലീഫിൻ്റെ കണ്ടീഷൻസ്, അപ്പോൾ പ്രസൻസ് ഓഫ് ഗ്രീൻ ലീഫ് ഉണ്ട്, ഒപ്റ്റിമൽ ലൈറ്റ് ആണ്, CO2 കണ്ടീഷൻസ് ആണ്, എങ്കിലും ദ പ്ലാന്റ് മേ നോട്ട് ഫോട്ടോസിന്തസിസ് ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ. ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഒപ്റ്റിമം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നില്ല, എൻസൈംസിൻ്റെ കണ്ടീഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റ് ആണ്. അപ്പോൾ കമ്മിങ് ടു ദ തേർഡ് വൺ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് CO2 അപ് ടു 0.05% can cause an increase in CO2 fixation rate. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് റേറ്റ് ലിമിറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന സ്ലൈറ്റ് വേരിയേഷൻസ് വരെ ഫോട്ടോസിന്തറ്റിക് റേറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. ഫോർത്ത് വൺ, അറ്റ് ലോ ലൈറ്റ് കണ്ടീഷൻസ് ബോത്ത് C3 ആൻഡ് C4 പ്ലാന്റ്സ് റെസ്പോണ്ട് ടു ഹൈ CO2 കണ്ടീഷൻസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ. എന്തുകൊണ്ട് അത് ഇൻകറക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ, നെയ്തർ ഗ്രൂപ്പ് വിൽ റെസ്പോണ്ട് ടു സച്ച് കണ്ടീഷൻസ്. അപ്പോൾ ലൈറ്റ് കണ്ടീഷൻസ് ലോ ആണെങ്കിൽ C3ഓ C4ഓ അവിടെ CO2 കോൺസെൻട്രേഷൻസ് ഹൈ ആണെങ്കിലും അതിനോട് റെസ്പോണ്ട് ചെയ്യില്ല, അതിനോടൊരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ല. എന്നാൽ നേരെ തിരിച്ച് ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണ് എങ്കിൽ ആ ബോത്ത് പ്ലാന്റ്സ് C3 ആൻഡ് C4 ആ ഹൈ CO2 കണ്ടീഷനോട് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസ് ആണെങ്കിൽ ഈ ഹൈ CO2 കോൺസെൻട്രേഷനോട് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പം നെയ്തർ ദ ഗ്രൂപ്പ് വിൽ റെസ്പോണ്ട്. ഒരു ഗ്രൂപ്പ് C3യും C4 റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the process of meiosis 1, terminalization of chiasmata occurs during. ഇപ്പോൾ സെൽ സൈക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1ലെ സബ് ഇവൻസ് ആണ്. അതിൽ ഒരു സ്റ്റേജിൽ നടക്കുന്ന, ഒരു സബ് സ്റ്റേജിൽ നടക്കുന്ന ഇവൻ്റ് ആണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. അത് ഏത് സബ് സ്റ്റേജ് ആണ്? ലെപ്റ്റോട്ടീൻ, ഡയാകൈനസിസ്, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ. ഓക്കെ, അത് ഡയാകൈനസിസിലെ ഇവൻസ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ, ഡയാകൈനസിസ്. നമുക്കറിയാലോ കയാസ്മേറ്റ. അപ്പോൾ നമുക്ക് കയാസ്മേറ്റ അപ്പിയറൻസ് എവിടെയാണ് വരിക? ഡിസൊല്യൂഷൻ നടന്നിട്ട് ഡിപ്ലോട്ടീനിലാണ്. അതിന് മുൻപ് പാക്കറ്റീനിൽ ക്രോസിംഗ് ഓവർ നടന്ന സൈറ്റിലാണ് ഈ കയാസ്മേറ്റ ലൈക്ക് സ്ട്രക്ചേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം സൈഗോട്ടീനിലാണ് സിനാപ്സിസ് നടക്കുക. ലെപ്റ്റോട്ടീൻ ദ ഫസ്റ്റ് സ്റ്റേജ് ആണ്, കണ്ടൻസേഷൻ ബിഗിൻ ചെയ്യുന്ന സ്റ്റേജ് ആണ്. സോ ദ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ ഫീച്ചർ ഓഫ് ഡയാകൈനസിസ്. Next question, identify the classes of fungi in which mycelium is branched, septate
ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റിനിൽ ഓരോ ക്യാരക്ടറുകൾ തരുമ്പോൾ അത് ശ്രദ്ധിക്കുക. സോ ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് എസെപ്റ്റേറ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. എസെപ്റ്റേറ്റ്. അപ്പോൾ എസെപ്റ്റേറ്റ് ആയിട്ടൊരു മെമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ക്ലാസ് ഉണ്ട്, ഫൈക്കോമൈസെറ്റ്സ് എസെപ്റ്റേറ്റ് ആണ്. സീനോസൈറ്റിക് ആണ് കണ്ടീഷൻ, എസെപ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈക്കോമൈസെറ്റ്സ് ഉള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, അതുപോലെ തന്നെ ഓപ്ഷൻ 4 അല്ലേ, അതിലെല്ലാം ഫൈക്കോമൈസെറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് സെപ്റ്റേറ്റ് അല്ല, എസെപ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ വരുന്ന ഏതാണ്? അസ്കോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസെറ്റ്സ്. ഓക്കെ, അപ്പോൾ അസ്കോമൈസെറ്റ്സ്, ബസിഡിയോമൈസെറ്റ്സ്, ഡ്യൂട്രോമൈസെറ്റ്സ് ഒക്കെ സെപ്റ്റേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, സെപ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ 3, അസ്കോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസെറ്റ്സ്. അതാണ് കറക്റ്റ് ആൻസർ. Next question, if glycolysis starts with sucrose as a substrate, then the number of molecules ഓഫ് പൈറുവിക് ആസിഡ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അല്ല, പിന്നെ എന്താണ്? സൂക്രോസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് ആണ്, സൂക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈസാക്രൈഡ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് ആയ സ്ഥിതിക്ക് ഗ്ലൂക്കോസിൻ്റെ ഗ്ലൈക്കോളൈസിസ് ബ്രേക്ക് ഡൗൺ വഴി റിലീസ് ചെയ്യുന്നത് 2 പൈറുവിക് ആസിഡ് ആണ്. എന്നാൽ ഇവിടെ സൂക്രോസ് ആയതുകൊണ്ട് അത് ഡൈസാക്രൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കമ്പൈൻ ചെയ്യുന്നതാണ് സൂക്രോസ്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ ഐസോമർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 2 മോണോസാക്രൈഡ്സ് ഉണ്ട്. സോ അവിടെ ഓരോ മോണോസാക്രൈഡിനും 2 പൈറുവിക് ആസിഡ് വീതം വരും. സോ ടോട്ടൽ നമ്പർ വിൽ ബി 4. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, 4 പൈറുവിക് ആസിഡ്സ് ഫോം ചെയ്യും കേട്ടോ, ഇഫ് സൂക്രോസ് ഈസ് ദ സബ്സ്ട്രേറ്റ്. So next is read the given statements, choose the correct option with respect to the group of plants. Okay, അപ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഇതിലേത് ഗ്രൂപ്പിൻ്റെതാണ് ഫീച്ചേഴ്സിൽ നിന്നും ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഫസ്റ്റ് വൺ, ഗ്രോ ഇൻ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ് അല്ലേ, മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസിലാണ് വളരുന്നത്. ക്യാൻ ലീവ് ഇൻ സോയിൽ ബട്ട് ആർ ഡിപ്പെൻഡൻ്റ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫീച്ചറാണ്. അത് സോയിലിലാണ് ലിവ് ചെയ്യുന്നത്, പക്ഷേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ സെക്ഷൽ റീപ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ പ്ലാന്റ് ബോഡി ഈസ് താലസ് ലൈക്ക് ആൻഡ് പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്. ഇറ്റ് ക്യാൻ ബി പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്. അപ്പോൾ താലസ് ആണ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കീ ആയിട്ടുള്ള പോയിന്റ്സിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലേ. നമുക്ക് ആൽഗേനെ അവോയ്ഡ് ചെയ്യാം, കാരണം ആൽഗേ എന്ന് പറയുന്നത് കൂടുതലും അക്വാട്ടിക് ഫോംസ് ആണ്. അപ്പോൾ നമുക്കിവിടെ പറയുന്നുണ്ട് അത് സോയിലാണ് ലിവ് ചെയ്യുന്നത്, പക്ഷേ എന്താണ്, അത് സെക്ഷൽ റീപ്രൊഡക്ഷന് വാട്ടർ റിക്വയർ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് ബോഡി എങ്ങനെയാണ്? താലോയിഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ബ്രയോഫൈറ്റിലേക്ക് ഒരു ഹിൻഡ് കിട്ടിയിട്ടുണ്ടല്ലേ. നമുക്കിനി നോക്കാം. ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് ഗമറ്റോഫൈറ്റ്. അപ്പോൾ ശരിയല്ലേ, മെയിൻ പ്ലാന്റ് ബോഡി ഗമറ്റോഫൈറ്റ് ആണ്. ദ പ്രിവെൻറ്റ് സോയിൽ എറോഷൻ. അപ്പോൾ നമുക്കിനി ഓർപ്പിക്കാം അല്ലേ, എന്താണത്? ആൻസർ വരുന്നത് ഓപ്ഷൻ 3, ബ്രയോഫൈറ്റ്സ് ആണ് കേട്ടോ. ഇത് ബ്രയോഫൈറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ പല ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് ടെറിഡോഫൈറ്റിനെ ആൽഗയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടെറിഡോഫൈറ്റിനെ എങ്ങനെ ഒഴിവാക്കി? താലസ് ആണ് അതിൻ്റെ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞപ്പോൾ ടെറിഡോഫൈറ്റ് മാറി. അപ്പോൾ നമ്മൾ സ്പോറോഫൈറ്റിക്കാണ് നമ്മൾ അവിടെ പറയുന്നത് അല്ലേ. യെസ്, അപ്പോൾ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. So next is read the following statements with respect to population attributes. Okay, organisms and populations എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. A population that at any given time is composed of individuals of different ages. ശരിയല്ലേ, നമ്മൾ ഏതൊരു പോപ്പുലേഷൻ നമ്മൾ സെലക്ട് ചെയ്താലും അതിൽ ഒരു സമയത്ത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവില്ലേ? കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. ദ സൈസ് ഓഫ് എ പോപ്പുലേഷൻ ഫോർ എനി സ്പീഷീസ് ഈസ് എ സ്റ്റാറ്റിക് പാരാമീറ്റർ. അതൊരു സ്റ്റാറ്റിക് പാരാമീറ്റർ ആണോ? അല്ല, സൈസ് വേരി ചെയ്യും, പോപ്പുലേഷൻ്റെ സൈസ് വേരി ചെയ്യും, അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് പാരാമീറ്റർ അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഇമിഗ്രേഷൻ, ബർത്ത്, ഡെത്ത് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം പോപ്പുലേഷൻ സൈസിന്. ഇമിഗ്രേഷൻ ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്ററ്റ് ആൻഡ് ഗോൺ എൽസ്വെയർ ഡ്യൂറിങ് എ പർട്ടിക്കുലർ ടൈം പീരീഡ്. ഒരു പോപ്പുലേഷനിൽ ലെഫ്റ്റ് ആവുന്നവരുടെ ആ ഒരു നമ്പറിനെ അല്ല ഇമിഗ്രേഷൻ കാണിക്കുന്നത്. പിന്നെന്താ, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആഡ് ആകുന്ന അതേ സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽസിനെയാണ്. അതുകൊണ്ട് തന്നെ സി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതിൽ പോകുന്നവരെ പറ്റി എന്താണ് പറയുന്നത്? മറ്റ് പോപ്പുലേഷൻസിലേക്ക് പോവുകയാണ്, മറ്റ് എക്കോസിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് എമിഗ്രേഷനാണ്. ഇമിഗ്രേഷൻ എന്ന് വെച്ചാൽ അതിലേക്ക് വരികയാണ്. അപ്പോൾ സി തെറ്റാണ്. അപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ മാത്രമാണ് കറക്റ്റ്, ബിയും സിയും ഇൻകറക്റ്റ് ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. എ ഈസ് കറക്റ്റ് ആൻഡ് ബി ആൻഡ് സി ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ബിയും സിയും ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ 3.
Next is, if fatty acids were to be respired, they would first to be degraded to dash and enter the respiratory pathway. നമുക്കറിയാം അല്ലേ, ഇപ്പോൾ റെസ്പിറേഷന് പല സബ്സ്ട്രേറ്റുകളുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ട്, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫാറ്റ്, പ്രോട്ടീൻ ഒക്കെ സബ്സ്ട്രേറ്റുകളാണ്. അപ്പം ഫാറ്റിൻ്റെ കേസിൽ അതൊരു സബ്സ്ട്രേറ്റ് ആയിട്ട് വരുമ്പോൾ ഇത് ഡയറക്റ്റ്ലി ആണോ, ഇപ്പോൾ ഗ്ലൂക്കോസിനെ പോലെയാണോ, അതോ മറ്റെന്തെങ്കിലും രീതിയിലാണോ റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എൻട്രി ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ഡിഗ്രേഡ് ചെയ്യുന്നത് എന്തായിട്ടാണ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഫാറ്റിൻ്റെ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ അത് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ഫോമിലേക്കാണ്. അപ്പോൾ അതിൽ ഫാറ്റി ആസിഡ്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫാറ്റി ആസിഡ് വിൽ ഫസ്റ്റ് ഡിഗ്രേഡഡ് ഇൻറ്റു അസറ്റൈൽ കോഎൻസൈമെ. അസറ്റൈൽ കോഎൻസൈമെ അതിൻ്റെ ഫോമിലാണ്, അസറ്റൈൽ കോഎൻസൈമെ ആയിട്ടാണ് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എൻട്രി ചെയ്യുക കേട്ടോ. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ, അസറ്റൈൽ കോഎൻസൈമെ. അത് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്, സബ്സ്ട്രേറ്റ് അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫാറ്റി ആസിഡ്സിൻ്റെ കേസിൽ അസറ്റൈൽ കോഎൻസൈമെ ആയിട്ടാണ് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അസറ്റൈൽ കോഎൻസൈമെ ഈസ് 2 carbon compound. ഓക്കെ, so next question, read the following and identify the correct statements. Dinoflagellates have 2 flagella. One lies tangentially and the other longitudinally in a furrow between the wall plates. And what do you think? അത് ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. 2 ഫ്ലജല്ല ഉണ്ട് എന്ന് പറയുന്നത് വരെ കറക്റ്റ് ആണ് അല്ലേ? 2 ഫ്ലജല്ല ഉണ്ട്. ആൻഡ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂണലി ആൻഡ് അതർ ഈസ് ട്രാൻസ്വേഴ്സ്ലി പൊസിഷൻഡ്. ട്രാൻസ്വേഴ്സ്ലി പൊസിഷൻഡ് ആണ് നമുക്കതിൻ്റെ ഫറോ സെൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഫറോയിൽ കാണാൻ പറ്റുക. ട്രാൻസ്വേഴ്സ്ലി പൊസിഷൻഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ ഫ്ലജല്ലയാണ്. അപ്പോൾ ഇവിടെ ലോഞ്ചിറ്റ്യൂണലി പൊസിഷൻഡ് ആണെന്നാണ് പറയുന്നത്, തെറ്റാണ്. ലോഞ്ചിറ്റ്യൂണൽ പൊസിഷൻഡ് ഫ്ലജല്ല ഉണ്ട്, പക്ഷേ നെക്സ്റ്റ് ഫ്ലജല്ല അത് ട്രാൻസ്വേഴ്സ്ലി പൊസിഷൻഡ് ഫ്ലജല്ലയാണ് ആ ഒരു ഫറോയിൽ നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കമ്മിങ് ടു the B statement, in slime molds the plasmodium differentiates and forms fruiting bodies bearing spores at their tips. അത് ശരിയാണ്. കാരണം എന്താണ്, സ്ലൈം മോൾസ് അതിൻ്റെ അൺഫേവറബിൾ കണ്ടീഷൻസിൽ അല്ലേ, അത് പ്ലാസ്മോഡിയത്തിൽ നിന്ന് അത് ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ടിപ്പിൽ അത് സ്പോർസ് ബിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സി, the walls of diatoms are embedded with nickel and thus the walls are indestructible. അപ്പോൾ ഡയാറ്റംസിൻ്റെ വോൾസ് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, പക്ഷേ നിക്കലിൻ്റെ ഡെപ്പോസിഷൻ കൊണ്ടല്ല, സിലിക്ക കേട്ടോ, സിലിക്കയുടെ ഡെപ്പോസിഷൻ കൊണ്ടാണ്. അപ്പോൾ സിലിക്ക ഡെപ്പോസിഷൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ പ്ലാസ്മോഡിയം ദ മലേറിയൽ പാരസൈറ്റ് ഇസ് എ സ്പോറോസോവൻ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ 4 ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ബി ആൻഡ് ഡി ആണ്. അപ്പോൾ ബി ആൻഡ് ഡി ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബി ആൻഡ് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻസ്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു മോസസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അല്ലേ, മോസസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടേഴ്സ് ഓർത്തോളൂ. ഫസ്റ്റ് വൺ, ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് മോസസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പ്രോട്ടോണിമ സ്റ്റേജ്. അതുവരെ കറക്റ്റ് ആണ് അല്ലേ, വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം ഗമേറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് വൺ തെറ്റാണ്. കാരണം ഗമേറ്റിൽ നിന്നല്ല ഈ ഒരു പ്രോട്ടോണിമ ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നെ സ്പോർസിൽ നിന്നാണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഡെവലപ്പ് ചെയ്യുന്നത് സ്പോർസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബി കമ്മിങ് ടു ദ ബി സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് മോസസ് സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ ലീഫി സ്റ്റേജ്. അത് കറക്റ്റാണ്. വിച്ച് ഡെവലപ്സ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റ് തന്നെയാണ്. Then vegetative reproduction in mosses is by fragmentation and budding in the secondary protonema. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഇസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ബഡ്ഡിങ് ഓഫ് സെക്കൻഡറി പ്രോട്ടോണിമ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദ സ്പോറോഫൈറ്റ് ഇൻ മോസസ് ഈസ് മോർ എലാബറേറ്റ് ദാൻ ദാറ്റ് ഇൻ ലിവർ വേർഡ്സ്. അപ്പോൾ ലിവർ വേർഡ്സിലുള്ളതിനേക്കാൾ സ്പോറോഫൈറ്റ് ഓഫ് മോസസ് കുറച്ചും കൂടെ എലാബറേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇൻകറക്റ്റ് ഉള്ളൂ. ബി, സി ആൻഡ് ഡി ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1A only. ഓപ്ഷൻ 1A only, അതാണ് കറക്റ്റ് ആൻസർ. Then read the following statements carefully and select the correct ones. Inclusion bodies are not bound by any membrane system and lie free in the nucleoplasm. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ ഇനിഷ്യൽ പോർഷൻസ് കറക്റ്റാണ് അല്ലേ. അപ്പോൾ അത് മെംബ്രെയിൻ ബൗണ്ട് അല്ല, പക്ഷേ അത് ന്യൂക്ലിയോപ്ലാസത്തിലാണോ? അങ്ങനെ ഒരു ന്യൂക്ലിയോപ്ലാസം പ്രോക്യാരിയോട്സിനുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ വരേണ്ടത്? ദാറ്റ് ലൈസ് ഫ്രീ ഇൻ സൈറ്റോപ്ലാസം എന്ന് വന്നിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയേനെ. സോ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഓൾ യൂക്കാരിയോട്ടിക് സെൽസ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ. അത് വളരെയധികം ശരിയാണല്ലേ, ഐഡൻറ്റിക്കൽ അല്ല. നമുക്ക്
നമ്മുടെ NCERT-യിലെ സെൽ യൂണിറ്റ് ചാപ്റ്ററിൽ പല ടൈപ്പ് സെല്ലുകളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അവരുടെ ഫംഗ്ഷൻ അനുസരിച്ച് അവർ ഡിഫറെൻ്റ് ആണ്, സ്ട്രക്ചറിൽ അവർക്ക് ഡിഫറൻസ് ഉണ്ട്. ബോത്ത് ദ സീലിയം ആൻഡ് ഫ്ലജെല്ലം എമർജ് ഫ്രം സെൻട്രിയോൾ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ബേസൽ ബോഡീസ്. കറക്റ്റാണ്. സീലിയ ആൻഡ് ഫ്ലജെല്ല സെൻട്രിയോൾ ലൈക്ക് എന്ന് പറയാൻ കാരണം ഒരു 9+0 അറേഞ്ച്മെൻ്റ് ആണ് മൈക്രോട്യൂബ്യൂൾസിന്. അപ്പം ബേസൽ ബോഡീസ് എന്നാണ് അറേഞ്ച് ചെയ്യുന്നത്. കറക്റ്റ്. ദെൻ ദ മെറ്റീരിയൽസ് ടു ബി പാക്കേജ്ഡ് ഫ്രം ഫ്യൂസ് വിത്ത് ട്രാൻസ്ഫേസ് ഓഫ് ദ ഗോൾജി അപ്പാരറ്റസ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മച്വറിംഗ് ഫേസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റായതെന്ന് നോക്കിക്കേ. ERൽ നിന്ന് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് വരുന്ന വെസിക്കിൾ ഫ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫേസിലാണോ? അല്ല. അത് ഫ്യൂസ് ചെയ്യുന്നത് ഫോമിംഗ് ഫേസ് അഥവാ സിസ് ഫേസ് എന്നറിയപ്പെടുന്ന പാർട്ടിലാണ്. അപ്പോൾ അതിനുശേഷം മച്വറിംഗ് ഫേസിൽ നിന്നാണ് അതിന് മോഡിഫിക്കേഷൻസ് ഒക്കെ നടന്നിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ മച്വറിംഗ് ഫേസ്, ട്രാൻസ്ഫേസ് അതൊക്കെ കറക്റ്റ് സെയിം ആയിട്ടുള്ള ആ ഒരു എൻ ഫേസ്, അതായത് മോഡിഫിക്കേഷൻ കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗോൾജി ബോഡിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ് ഫേസ് എന്ന് വന്നായിരുന്നെങ്കിൽ ശരിയായേനെ. സോ നമുക്കിവിടെ എയും ഡിയും തെറ്റാണ്, ബിയും സിയും കറക്റ്റാണ്. ചോദിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ബി ആൻഡ് സി. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്ട് ടു C4 പാത്വേ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ C4 പാത്വേ റിഗാർഡിംഗ് ആയിട്ടുള്ള കറക്റ്റ് മാച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രസൻസ് ഓഫ് PEP. എന്താണ് PEP? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് അല്ലേ. അപ്പോൾ പ്രസൻസ് ഓഫ് PEP മീസോഫിൽ സെല്ലിലാണ്. ആണോ? മീസോഫിൽ സെല്ലിലാണോ? ശരിയാണല്ലേ, മീസോഫിൽ സെല്ലിലാണ്. ഫസ്റ്റ് പ്രൈമറി അക്സെപ്റ്റർ ആണ് കേട്ടോ. പ്രൈമറി കാർബോക്സിലേഷൻ നടക്കുന്നത് PEPക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീസോഫിൽ സെല്ലിലാണ്. കറക്റ്റ്. റീജനറേഷൻ ഓഫ് PEP ബണ്ടിൽ ഷീത്ത് സെല്ലിലാണോ? അല്ല. റീജനറേഷൻ നടക്കുന്ന ഏത് സ്റ്റേജിലാണ് റീജനറേഷൻ? അത് മീസോഫിലാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വണ്ണ് ഇൻകറക്റ്റ് മാച്ച് ആണ്. ദെൻ ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ കാൽവിൻ സൈക്കിൾ മീസോഫിലാണോ? അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് C4 പാത്വേ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു സംശയം വേണ്ട, മീസോഫിൽ സെല്ലിൽ അല്ല. കാൽവിൻ സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? ബണ്ടിൽ ഷീത്ത് സെല്ലിലാണ്. അപ്പോൾ അതുകൊണ്ട് 3യും തെറ്റാണ്. C4 ആസിഡ് ഫോർമേഷൻ ബണ്ടിൽ ഷീത്ത് സെല്ലിലാണോ? അല്ല. C4 ആസിഡ് ഫോർമേഷൻ നടക്കുന്നത് മീസോഫിൽ സെല്ലിലാണ്. അതിനുശേഷം ട്രാൻസ്പോർട്ടായി ബണ്ടിൽ ഷീത്തിലേക്ക് വരുന്നുണ്ട്, പക്ഷെ ഫോം ചെയ്യുന്നത് എവിടെയാണ്? മീസോഫിൽ സെൽസിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കറക്റ്റ് മാച്ച് സംശയമൊന്നുമില്ല. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് മാച്ച്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ 2 statements. Statement 1, xylem fibers have highly thickened walls and obliterated peripheral lumens. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെൻറ്റ് 1, സൈലം ഫൈബേഴ്സിന് ഹൈലി തിക്കൻഡ് വോൾസ് ആണ്. അത് ശരിയാണ്. ആൻഡ് ഒബ്ലിറ്ററേറ്റഡ് പെരിഫറൽ ല്യൂമൻസ് അല്ല, പിന്നെ എന്താണ്? സെൻട്രൽ ല്യൂമൻ ആണ് കേട്ടോ. ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ല്യൂമൻ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഈ ഹൈ ആയിട്ടുള്ള വോൾ തിക്കനിങ് കാരണം ഈ വോൾസിൽ തിക്കനിങ് നടന്ന സെൻട്രൽ ലൂമൻ വളരെയധികം നാരോ ആയി അത് അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെയാണ് ഈ ഒരു ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പെരിഫറൽ ലൂമൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ദ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ബൈ ദ റേ പാരൻകൈമാറ്റസ് സെൽസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? റേഡിയൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, റൂട്ട് ഹെയർസ് ഒക്കെ അബ്സോർബ് ചെയ്യില്ലേ വാട്ടറിനെ. റൂട്ട് ഹെയർസ് ഒക്കെ അബ്സോർബ് ചെയ്ത ശേഷം ഇത് സൈലം വരെ എത്തിക്കണ്ടേ. അപ്പോൾ അങ്ങനെ സെല്ലുകളിൽ കൂടെ കടത്തി വിടുന്ന നമ്മൾ എന്ത് പറയും? റേഡിയൽ കണ്ടക്ഷൻ എന്ന് പറയും. ആ റേഡിയൽ കണ്ടക്ഷൻ അത് റേ പാരൻകൈമാറ്റസ് സെൽസ് വഴിയാണ് റേഡിയൽ കണ്ടക്ഷൻ നടക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഏതിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ സൈലം കൊണ്ടുപോകുന്ന വാട്ടർ ആണെങ്കിലും അത് സോഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഈ സൈലം വിട്ടിട്ട് മറ്റ് സെല്ലുകളിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് റേ പാരൻകൈമാറ്റസ് സെൽസ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. സോ യു ക്യാൻ ഗോ ഫോർ ദ ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1 ഈസ് ഇൻകറക്റ്റ്, 2 ഈസ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify the incorrect statement from the following. Identify the incorrect statement from the following. Both the species benefit in mutualism and both lose in competition in their interactions with each other. ശരിയാണോ? അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് പറയുമ്പോൾ 2 സ്പീഷീസുകളും ബെനിഫിറ്റ് ആകുകയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ ആകുകയാണെങ്കിൽ അതിനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്. ദെൻ
രണ്ട് സ്പീഷീസുകളും അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ബോത്ത് ലോസ് അല്ലേ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് കോമ്പറ്റീഷൻ കേട്ടോ, നെഗറ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ബി, ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ എബിലിറ്റി ഓഫ് പ്രിഡേറ്റർ ടു റെഗുലേറ്റ് പ്രേ പോപ്പുലേഷൻ. ശരിയാണല്ലേ, പ്രിഡേറ്ററിന് അതിൻ്റെ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിഡേറ്റർ. അപ്പം നമുക്ക് ആ ഒരു ക്രോപ്പിൻ്റെ പെസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിഡേറ്ററിനെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ബി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ടോട്ടലി അൺറിലേറ്റഡ് സ്പീഷീസ് കുഡ് നോട്ട് കമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അവർക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റും ഒരേ റിസോഴ്സിന് വേണ്ടി, ഒരേ റിസോഴ്സ് റിക്വയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫ്ലമിംഗോസ് ആൻഡ് ഫിഷസിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ, സൂ പ്ലാങ്ക്ടന് വേണ്ടി കോമ്പറ്റീഷൻ. അപ്പോൾ ഫ്ലമിംഗോസ് ആൻഡ് ഫിഷസ് അൺറിലേറ്റഡ് സ്പീഷീസ് അല്ലേ, പക്ഷെ അവർ ഒരേ റിസോഴ്സിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ സി തെറ്റാണ്. D, the life cycles of endoparasites are more complex because of their extreme specialization. ശരിയാണ്, പാരസൈറ്റ് ആ ഹോസ്റ്റ് സ്പെസിഫിക് അല്ലേ, അപ്പോൾ ഹോസ്റ്റ് അനുസരിച്ച് ദേ ആർ എക്സ്ട്രീംലി ഹാവിങ് സ്പെഷ്യലൈസേഷൻ ടു സർവൈവ് ഇൻ ദാറ്റ് ഹോസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ സ്പെസിഫിക് പാരസൈറ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, എക്സ്ട്രീം സ്പെഷ്യലൈസേഷൻ കാണിക്കുന്നുണ്ട് എൻഡോ പാരസൈറ്റ്സ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇവിടെ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് സി ആണ്, സി മാത്രമാണ് ഇൻകറക്റ്റ്. ടോപ്പ് ഓപ്ഷൻ 3 സി ഓൺലി, ദാറ്റ് ഈസ് ദ ആൻസർ. എ, ബി, ഡി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമുക്ക് നോക്കാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലേ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. എപ്പിപെറ്റാലസ്, പോളി അഡൽഫസ്, ഡയഡൽഫസ്, മോണോ അഡൽഫസ്. ഓക്കെ, അപ്പോൾ എപ്പിപെറ്റാലസ് ഇസ് എ ഫീച്ചർ ഓഫ് പ്രൊമിനൻറ്റ് ഫീച്ചർ ഓഫ് ബ്രിഞ്ചോൾ അല്ലേ, ബ്രിഞ്ചോളിൻ്റെ പ്രൊമിനൻറ്റ് ഫീച്ചറാണ് എപ്പിപെറ്റാലസ്. എന്താണ് എപ്പിപെറ്റാലസ്? Stamens are connected with the petals അല്ലേ, രണ്ട് വേർഡ്സിന് ജോയിനിങ് ഉണ്ട്, നമ്മളതിനെ അഡ്നേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ്. ദെൻ പോളി അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫിലമെൻസ് ഫ്യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തിരിക്കുകയാണ്. ഫിലമെൻസ് ഫ്രീ അല്ല, ഫിലമെൻസ് ഫ്യൂസ്ഡ് ആണ്, അപ്പോൾ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളി അഡൽഫസ് എന്ന് പറയുന്നത് സിട്രസിൻ്റെ ഫീച്ചറാണ്. ഡൈ അഡൽഫസ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറായിട്ട് നമ്മൾ എപ്പോഴും പി ഫാമിലിയിൽ പറയുന്നതാണ്. ഇപ്പോൾ P 9+1 അറേഞ്ച്മെൻറ്റ് അല്ലേ, ഡൈ അഡൽഫസ്. 9 സ്റ്റേമെൻസിൻ്റെ ഫിലമെൻസ് ഫ്യൂസ്ഡ് ആണ്, ഒന്ന് മാത്രം ഫ്രീ ആയിട്ട് നിൽക്കുന്നു, 9+1. അതാണ് ഡൈ അഡൽഫസ്, രണ്ട് ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുകയാണ് ഡൈ അഡൽഫസ്. മോണോ അഡൽഫസ് എല്ലാം കൂടെ ഒരൊറ്റ കോളായിട്ട് നിൽക്കുകയാണ്, ഫിലമെൻസ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിനെന്താ വിളിക്കുക? മോണോ അഡൽഫസ്. ചൈന റോസിലാണ് കാണുന്നത് കേട്ടോ. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് A2, B3, C1, D4. ഓക്കെ, യെസ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. A2, B3, C1, D4. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ, എല്ലാവരും ചെയ്യുന്നൊക്കെ ഉണ്ടോ? യെസ്, അപ്പോൾ നമുക്ക് ഒന്നിച്ച് ക്വസ്റ്റ്യൻ വായിക്കണേ. മിസ് വായിക്കുന്നു, ഒപ്പം നിങ്ങളും ക്വസ്റ്റ്യൻ വായിക്കണം, നിങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം, നിങ്ങൾ ഓപ്ഷൻസ് വായിക്കണം. പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ 4th one is the right answer. അടുത്തത് ഒരു ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻ ആയാലോ അല്ലേ, കുറേ സമയമായിട്ട് നമ്മൾ ഡയഗ്രാംസിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടില്ല, നമുക്ക് നോക്കാം. Identify the parts labeled A, B, C and D in the given figure and select the correct option. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് പാർട്സ്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ്? ഒവ്യൂളിൻ്റെ പിക്ചറാണ് അല്ലേ, ഒവ്യൂളിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് A, B, C, D ലേബലിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് ചലാസൽ പോൾ ആണ് അല്ലേ, A is ചലാസൽ പോൾ. ദെൻ വാട്ട് അബൌട്ട് ബി? ബി എന്ന് പറയുന്നത് എംബ്രിയോസാക്ക് ആണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഡയഗ്രാം ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എംബ്രിയോസാക്ക് ആണ് ബി. ആൻഡ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ന്യൂസെല്ലസ് ആണ്. ഓക്കെ, സി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ന്യൂസെല്ലസ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഡി എന്തായിരിക്കും? അത് മൈക്രോപൈലാർ എൻഡ് ആണ്. മൈക്രോപൈലാർ എൻഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്താം അല്ലേ, എ എന്ന് പറയുന്നത് ചലാസൽ പോൾ ആണ്. ഓക്കെ, ബി ഈസ് എംബ്രിയോസാക്ക്, യെസ്. സി ഈസ് ന്യൂസെല്ലസ് ആൻഡ് ഡി ഈസ് മൈക്രോപൈൽ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ചലാസൽ പോൾ, എംബ്രിയോസാക്ക്, ന്യൂസെല്ലസ്, മൈക്രോപൈൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ ലിസ്റ്റ് 1ൽ
കുറച്ചധികം ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹോസ്റ്റ് ഇൻ ബ്രൂഡ് പാരസൈറ്റിസം. ബ്രൂഡ് പാരസൈറ്റ്സ് അല്ലേ, ഒരു ബേർഡ് മറ്റൊരു ബേർഡിൻ്റെ ബ്രൂഡ് യൂസ് ചെയ്യുവാണ്, നെസ്റ്റ് യൂസ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ബ്രൂഡ് പാരസൈറ്റിൻ്റെ ഫുഡ് റിസീവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് പാരസൈറ്റിസം. അപ്പോൾ ഹോസ്റ്റ് ഇൻ ബ്രൂഡ് പാരസൈറ്റ് ആരാ, അതിൽ ഹോസ്റ്റ് ആരാണ്? ഹോസ്റ്റ് എന്ന് പറയുന്നത് ക്രോ ആണ് കേട്ടോ. കുക്കു ആൻഡ് ക്രോ എന്നാണ് നമ്മൾ ആ ഇൻട്രാക്ഷനെ പറയുന്നത്. അപ്പോൾ കുക്കു ആണ് ഇവിടുത്തെ പാരസൈറ്റിക് ബേർഡ്, ക്രോ ആണ് ഹോസ്റ്റ്. ഈ കുക്കുവും റീഡ് വാർബ്ലേഴ്സും ആയിട്ടും ഇതേ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ റീഡ് വാർബ്ലേഴ്സ് ആണ് ഹോസ്റ്റ്, കുക്കു ഈസ് ഓൾവേസ് ദ പാരസൈറ്റിക് ബേർഡ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എ ക്യാൻ മാച്ച് വിത്ത് ട്രീ. ബാർണക്കിൾസ് ഗ്രോയിങ് ഓൺ ദ ബാക്ക് ഓഫ് എ വെയിൽ. അപ്പോൾ വെയിലിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ബാർണക്കിൾസ് എന്ന് പറയുന്നത് കമൻസാലിസം ആണ്. കമൻസാലിസം അവിടെ ബാർണക്കിളിന് പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്, വെയിൽ ഇൻഎഫക്റ്റഡ് ആണ്. അപ്പോൾ പോസിറ്റീവ് സീറോ ഇൻട്രാക്ഷൻ ആണ് കേട്ടോ കമൻസാലിസം. വിസിറ്റിംഗ് ഫ്ലമിംഗോസ് ആൻഡ് റെസിഡൻറ്റ് ഫിഷസ് ഇൻ ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സ്. അപ്പോൾ നമുക്കറിയാം അത് കോമ്പറ്റീഷനാണ്. ഫ്ലമിംഗോസ് ആൻഡ് ഫിഷസ് കോമ്പറ്റീഷനാണ്, ഫോർ സൂ പ്ലാങ്ക്ടൺ ആണ് കോമ്പറ്റീഷൻ നടക്കുക. സോ ഓപ്ഷൻ 1 ആണ് ടു കമ്പീറ്റ് ഫോർ സൂ പ്ലാങ്ക്ടൺസ് ഇൻ ദ ലേക്ക്. ഫിഗ് ആൻഡ് പോളിനേറ്റർ വാസ്പ് മ്യൂച്വലിസമാണ്. ഫിഗ് ആൻഡ് പോളിനേറ്റർ വാസ്പ് മ്യൂച്വലിസമാണ്. അതുകൊണ്ട് തന്നെ ബോത്ത് ആർ കോ എവോൾവിങ്. ഒന്നിനുണ്ടാകുന്ന എവല്യൂഷണറി ചേഞ്ചസിനനുസരിച്ച് അടുത്തതും കോ ഇവോൾവ് ചെയ്യും, കാരണം അവർ സ്ട്രിക്ട്ലി മ്യൂച്വലിസ്റ്റിക് ഇൻട്രാക്ഷനിലാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഒന്നൊന്നിൻ്റെ പോളിനേറ്റർ ആണ്, അപ്പോൾ അത് മാത്രമാണ് പോളിനേറ്റർ. അപ്പോൾ അതുകൊണ്ട് ഹൈലി മ്യൂച്വലിസ്റ്റിക് ആണ്, കോ എവല്യൂഷൻ നടക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. എ ക്യാൻ മാച്ച് വിത്ത് 3, ബി ക്യാൻ മാച്ച് വിത്ത് 2, സി വിത്ത് 1 and D with 4. Yes, option 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ 3 ആണ്. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ് ഡു വി യൂസ് ബയോടെക്നോളജി? ഏത് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ബയോടെക്നോളജിയുടെ യൂസ് നടത്തുന്നത്? സോ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ, ഫോർമേഷൻ ഓഫ് വാക്സിൻസ്, പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്സ് അല്ലേ. നമുക്കിതിനെല്ലാത്തിനും ടെക്സ്റ്റിൽ എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് വരുന്ന ഫീൽഡാണ്. അത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, വാക്സിൻ ഫോർമേഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്സ് അല്ലേ, നമുക്ക് വളരെ ഫെമിലിയർ ആണ് BT ക്രോപ്സ്. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഓഫ് ദീസ്, ഫോർത്ത് 1 ആണ് ആൻസർ വരുന്നത്, ഓൾ ഓഫ് ദീസ്. Next question, which of the following options correctly describes the elution process of biotechnology? ബയോടെക്നോളജിയിലെ എല്യൂഷൻ എന്ന പ്രോസസ്സിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെപ്പറേറ്റിംഗ് ദ റെസ്ട്രിക്റ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഓൺ അഗാരോസ് ജെൽ. അഗാരോസ് ജെല്ലിൽ വെച്ച് നടക്കുന്ന സെപ്പറേഷൻ, അത് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ആ ജെല്ലിൽ വെച്ച് അതിലൂടെ അതിൻ്റെ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോഫോറസിസ് ആണ്. അപ്പോൾ അതല്ല എല്യൂഷൻ കേട്ടോ. ഫസ്റ്റ് 1 തെറ്റാണ്. സ്റ്റെയിനിങ് ദ സെപ്പറേറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ് വിത്ത് എഥീഡിയം ബ്രോമൈഡ്. അപ്പോൾ നമുക്കറിയാം എഥീഡിയം ബ്രോമൈഡ് ഫ്ലൂറസെൻ്റ് ഡൈ ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. UV റേഡിയേഷനിൽ അതിനെ എന്ത് ചെയ്യാൻ, നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് ഫ്ലൂറസൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ബാൻഡ്സ് അതിന് വേണ്ടി. അപ്പോൾ അതല്ല എല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ആ ഒരു അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ ശേഷം ഒരു ഒബ്സർവേഷന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു മെത്തേഡാണ്. അതിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത് ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയാണ്, ബാൻഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ അതുമല്ല എല്യൂഷൻ. കട്ടിങ് ഔട്ട് ഓഫ് ദ സെപ്പറേറ്റ് ബാൻഡ് ഓഫ് DNA from the agarose gel and extracting them from the gel piece. ഈ സെപ്പറേഷൻ നടന്ന അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ സെപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ ആ ജെല്ലിൽ സെപ്പറേറ്റ് ബാൻഡുകളായിട്ട് നിൽക്കുന്നതിൽ നിന്നും ഈ ബാൻഡ്സിനെ ഐസൊലേറ്റ് ചെയ്യുക, അതിനെ കട്ട് ചെയ്ത് അതിൽ നിന്ന് ജെല്ലൊക്കെ റിമൂവ് ചെയ്ത് അതിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സിനെയാണ് എല്യൂഷൻ എന്ന് പറയുക. സോ ആ ജെല്ലിൽ നിന്നുള്ള ബാൻഡുകളുടെ സെപ്പറേഷനാണ് എല്യൂഷൻ എന്ന പ്രോസസ്സ്. സോ തേർഡ് 1 ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ടേം ഉണ്ട്, സ്പൂളിങ്. ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. സ്പൂളിങ് എന്താണ്? DNA പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് അല്ലേ, ആ ടോട്ടൽ DNA അതിന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് സ്പൂളിങ്. ഇവിടെ നമ്മൾ ആ ഒരു ജെല്ലിൽ നിന്ന്, സെപ്പറേഷന് ശേഷം ജെല്ലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് എല്യൂഷൻ. കൺസ്ട്രക്റ്റിംഗ് DNA ബൈ ജോയിനിങ് ദ പ്യൂരിഫൈഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു ദ ക്ലോണിങ് വെക്ടർ അല്ല കേട്ടോ. അപ്പോൾ അതൊന്നും അല്ല എല്യൂഷൻ. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്.
സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്. ബാസിലസ് തുറിഞ്ചെനസിസ്, അഗ്രോബാക്ടീരിയം tumefaciens, മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യ, RNAi. അപ്പോൾ എന്താണ് ബാസിലസ് തുറിഞ്ചെനസിസ്? റെസിസ്റ്റൻസ് ടു പെസ്റ്റ് അല്ലേ. അപ്പം നമുക്കറിയാം ബാസിലസ് തുറിഞ്ചെനസിസ് എന്ന ബാക്ടീരിയയുടെ ഒരു സെൽഫ് റെസിസ്റ്റൻസ് ആണ്. ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്? ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസെക്റ്റിനെ കിൽ ചെയ്യാൻ കേപ്പബിൾ ആണ്. പക്ഷെ ആ ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്ലാന്റിന് ആ ഒരു കേപ്പബിലിറ്റി കൊടുത്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാച്ച് ചെയ്യാം എ വിത്ത് resistance to insects. Then agrobacterium tumefaciens. Agrobacterium tumefaciens എന്താണ്? ഒരു വെക്ടർ ആണ് അല്ലേ, ഒരു ക്ലോണിംഗ് വെക്ടർ ആണ്. സോ ബി വിത്ത് 1 മെലോയിഡോഗൈൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്നത് that infects tobacco. അതൊരു നിമാറ്റോഡ് ആണ്. നിമാറ്റോഡ് ടുബാക്കോ ഇൻഫെക്റ്റ് ചെയ്തതിൽ റൂട്ട് നോട്ട് ഡിസീസ് കോസ് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ മാച്ച് വിത്ത് സി വിത്ത് ഇൻഫെക്ട്സ് ടൊമാറ്റോ. ഓക്കെ, RNAi, RNA ഇൻ്റർഫെറൻസ്. അതെന്ത് മെത്തേഡാണ് നോക്കുക? ജീൻ സൈലൻസിങ് മെത്തേഡാണ് അല്ലേ. അതിലും ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് വരുന്നതാണ് RNA ഇൻ്റർഫെറൻസിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യക്കെതിരായിട്ട് ടുബാക്കോനെ റെസിസ്റ്റൻ്റ് ആക്കി. എങ്ങനെ റെസിസ്റ്റൻ്റ് ആക്കി? ബൈ RNA ഇൻ്റർഫെറൻസ്. സോ ഇതാണ് കറക്റ്റ് മാച്ച്. സോ എ വിത്ത് 3, B with 1, C with 2 and D with 4 is option 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 1. A3, B1, C2 and also D4. So next question. During insertional inactivation, the presence of a chromogenic substrate gives blue colored colonies. If the plasmid in the bacteria does not have an insert, the blue color is produced by enzyme. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാം അല്ലേ ഈ ഒരു ഫീച്ചർ സെലക്റ്റബിൾ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അതിൽ നിന്ന് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയത് ഏതിനാണ്, കിട്ടാത്ത ഏതിനാണ് അല്ലെ, റീകോമിനൻ്റ് ആയോ റീകോമിനൻ്റ് അല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇൻസേർട്ട് നടന്നിട്ടില്ല. ആ ഒരു സെലക്റ്റബിൾ മാർക്കറിലേക്ക്, അതായത് ആ ഒരു ജീനിലേക്ക് ഒരു ഇൻസേർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതായത് അവിടെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്നിട്ടില്ല. സോ സെലക്റ്റബിൾ മാർക്കർ ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അതിരിപ്പുണ്ട് അല്ലേ. യെസ്, അപ്പോൾ റീകോമിനൻ്റ് ആയിട്ടില്ല അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് സെലക്റ്റബിൾ മാർക്കറിന് അതിൻ്റെതായ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് ഏത് എൻസൈം ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദ നെയിം ഓഫ് ദ ജീൻ ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ ആണ്. അപ്പോൾ ബീറ്റാ ഗാലക്ടോസിഡേസ് ജീനിൻ്റെ എൻസൈം ആണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം. അപ്പോൾ എന്താണ്? കാറ്റലൈസസ്. അപ്പോൾ അത് എന്തിനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്? ദ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്ഗ്യാൽ. അപ്പോൾ എക്സ്ഗ്യാലിൻ്റെ ബ്രേക്ക് ഡൗണിനെ കാറ്റലൈസ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി അവിടെ ഒരു ബ്ലൂ കളർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒരു ബ്ലൂ കളർ കോളനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോൺ റീകോമ്പിനൻ്റ് ആണ്. ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇൻസേർഷൻ ഇനാക്ടിവേഷൻ നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വൈറ്റ് കളേർഡ് കോളനീസ് പ്രൊഡ്യൂസ് ആകുമ്പോഴാണ്, അതായത് ബ്ലൂ കളർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് എൻസൈമിൻ്റെ ആബ്സെൻസ് ആണ് എന്നും വൈ ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ബിക്കോസ് the gene is interrupted എന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ യു ക്യാൻ ഗോ ഫോർ ദ ആൻസർ ഓപ്ഷൻ 3 ബീറ്റാ ഗാലക്ടോസിഡേസ്. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദി എൻസൈം. ഓക്കെ, so next question, identify the technique based on antigen antibody interaction. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ വഴി അല്ലേ ഡിസീസ് ഡയഗ്നോസിസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടെക്നിക്കാണ് ദ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, എലീസ, ട്രാൻസ്ഫോർമേഷൻ, ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ഇതിൽ ഓക്കെ ട്രാൻസ്ഫോർമേഷൻ ഇലക്ട്രോഫോറസിസും ഒന്നും അങ്ങനെ ഡിസീസ് ഡയഗ്നോസിസ് അല്ല. പക്ഷേ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അത് ഡിസീസ് ഡയഗ്നോസിസ് മെത്തേഡ് ആണ്. എങ്കിലും ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ വഴിയല്ല അല്ലേ, ആംപ്ലിഫിക്കേഷൻ വഴിയാണ് ചെയ്യുന്നത്. ബട്ട് എലീസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ എന്ന് പറയുന്ന എലീസ ടെക്നിക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എലീസയൊക്കെ ഉണ്ട്. സെക്കൻഡറി ആൻറ്റിബോഡി ഒക്കെ ഉപയോഗിച്ചുള്ള എലീസകളുണ്ട്. അപ്പോൾ എലീസ ടെക്നിക്ക് വഴി നമുക്ക് ഡിസീസ് ഐഡൻറ്റിഫിക്കേഷൻ പറ്റും. ഓക്കെ, സോ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ വഴിയാണ് എലീസ റൺ ചെയ്യുന്നത്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്കോ R1 R refers to the. ഓക്കെ, അപ്പോൾ ഇക്കോ R1ൽ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. ഇതെന്താണിത്? റെസ്ട്രിക്ഷൻ എൻസൈം ആണ് കേട്ടോ. ഇക്കോ R1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇ. എന്താണ്? ജീനസ് ഓഫ് ദി ഓർഗാനിസം ഫ്രം വെയർ ദാറ്റ് ഇസ് ടേക്കൺ. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ടീരിയയുടെ എസ്കറേഷ്യ കോളയുടെ ജീനസ് നെയിമായ എസ്കറേഷ്യയുടെ ഫസ്റ്റ് ലെറ്റർ ഇ. CO എന്ന് പറയുന്നത് എന്താണ്? കോളൈ സ്പീഷ്യസിൻ്റെ 2 ലെറ്റേഴ്സ് ആണ്. ദെൻ R എന്ന് പറയുന്ന RY13 എന്ന് പറയുന്നതാണ് സ്ട്രെയിൻ, നെയിം ഓഫ് ദ സ്ട്രെയിൻ. അതാണ് RY13. അപ്പോൾ ക്വസ്റ്റ്യനും ആറിനെ പറ്റിയാണ്. സോ നെയിം ഓഫ് ദ സ്ട്രെയിൻ ആണ്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് RY13. ദെൻ അതുപോലെ തന്നെ 1 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ്. ഓക്കെ, സോ തേർഡ് 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ.
ഓപ്ഷൻ 3. Next is, in human beings, the membrane of erythrocyte has approximately, അപ്പോൾ RBCയുടെ മെംബ്രെയിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ കൂടെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, 40% ലിപ്പിഡ്സ്. അത് കാണുമ്പോഴേ പെട്ടെന്ന് ആൻസർ കൊടുക്കരുത്. രണ്ടാമത്തത് വായിച്ച് നോക്കിക്കേ, 52% കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് തെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ തെറ്റാണ്. അതല്ല കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മെംബ്രെയിന് നമ്മൾ ഈ ബൾക്ക് അമൗണ്ടിൽ കോൺസെൻട്രേഷൻ പറയുന്നത് ആരൊക്കെ ആയിരിക്കും? ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ ആണ്. സോ 40% പ്രോട്ടീൻ ആൻഡ് 52% ലിപ്പിഡ്സ്. ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ ആണ് ബൾക്ക് ക്വാണ്ടിറ്റിയിലെങ്കിലും RBCയിൽ 40% ലിപ്പിഡും 52% പ്രോട്ടീനുമാണ്. അപ്പോൾ സെക്കൻഡും തെറ്റാണ്. തേർഡ് കറക്റ്റ് ആണ്. 40% ലിപ്പിഡ് ആൻഡ് 52% പ്രോട്ടീൻസ്, അതാണ് കറക്റ്റ്. 40% പ്രോട്ടീൻ ആൻഡ് 52% കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇത്ര ബൾക്ക് എമൗണ്ടിൽ പ്രസൻ്റ് അല്ല. ബൾക്ക് എമൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. In prokaryotes, ribosomes are associated with the plasmid. ആണോ? വായിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം അല്ലേ? ഇപ്പം എന്താണ് പ്രശ്നം? എന്താണ് ഇവിടെ തെറ്റ്? പ്രോക്യാരിയോട്സിൽ റൈബോസോം ഉണ്ടോ? ഇനി അതാണ് പ്രശ്നം? അല്ല, റൈബോസോം ഉണ്ട്. അപ്പോൾ പിന്നെ അത് പ്ലാസ്മിഡുമായിട്ട് അസോസിയേറ്റഡ് അല്ലേ? ഇനി പ്ലാസ്മിഡ് അവർക്കുണ്ടോ? പ്ലാസ്മിഡും ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നോട്ട് പ്ലാസ്മിഡ് ബട്ട് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, that is associated with the plasma membrane ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വൺ തെറ്റാണ്. റൈബോസോംസ് ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അത് ശരിയാണ്. റൈബോസോം പ്രോട്ടീൻ സിന്തസിസിൻ്റെ സൈറ്റ് ആണ്. ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. തേർഡ് വൺ, സിംഗിൾ റൈബോസോം വെൻ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു മെനി ക്രോമസോംസ് ഇറ്റ് ഈസ് കോൾഡ് പോളിസോം. അത് തെറ്റാണ്. പോളിസോം നമ്മൾ എപ്പോഴാണ് പറയുന്നത്? മെനി റൈബോസോംസ് ആർ അറ്റാച്ച് ടു RNA അല്ലെ? RNAയിലേക്ക് കുറേയധികം റൈബോസോംസ് അറ്റാച്ച് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സ്ട്രക്ചറിനെയാണ് പോളിസോം എന്ന് പറയുക. അതുകൊണ്ട് 3 തെറ്റാണ്. 4, ദ റൈബോസോം ഓഫ് എ പോളിസോം ട്രാൻസ്ലേറ്റ് DNA ടു പ്രോട്ടീൻസ്. DNA ടു പ്രോട്ടീൻസ് കൺവേർട്ട് ചെയ്യുന്നതാണോ ഒരു ട്രാൻസ്ലേഷൻ? അല്ല അല്ലേ? ദ ഇൻഫർമേഷൻ ഫ്രം RNA ടു പ്രോട്ടീൻസ്. ഇപ്പോൾ ഇത് RNA ആണ് വരേണ്ടത്. അതുകൊണ്ട് 4ഉം തെറ്റാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. Next question, the plant body is attached to the substratum by a holdfast and has a stalk, the stipe and leaf-like photosynthetic organ, the frond in which of the following organisms. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേതൊക്കെ ഓർഗൻസ് ഉണ്ട്. അതായത് ഹോൾഫാസ്റ്റ്, സ്റ്റോക്ക്, അതുപോലെ നമുക്കറിയാം സ്റ്റൈപ്പ്, ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ഫ്രോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഉള്ളത് ആർക്കാണ്? ഫയോഫൈസിയൻ മെമ്പേഴ്സിനാണെന്ന് ഉറപ്പിക്കാം അല്ലേ? അപ്പോൾ ഇതിൽ ആരാണ് ഫയോഫൈസിയൻ നോക്കിയാൽ മതി. ഇറ്റ് ഈസ് ഒരു സംശയം വേണ്ട. ആൻസർ ഈസ് ഓപ്ഷൻ 4 ലാമിനാരിയ കേട്ടോ. ഓപ്ഷൻ 4 ലാമിനാരിയ ഈസ് ദ ഫയോഫൈസിയൻ മെമ്പർ. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. So next is, read the following statements. A flower may be trimerous, tetramerous, pentamerous when the floral appendages are in multiples of 3, 4 or 5 അല്ലേ? നമ്മൾ 5 petals, 4 petals, ബ്രാസിക്കേസിയുടെ കേസ് നമ്മൾ 4 petals എന്ന് പറയാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ട്രൈമീറസ്, ഇപ്പോൾ നമുക്ക് മോണോക്കോട്ടിലേക്ക് വരുമ്പോൾ ട്രൈമീറസ് ഫീച്ചേഴ്സ് കാണാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ട്രൈമീറസ്, ടെട്രാമീറസ്, പെൻറ്റാമീറസ് ഒക്കെ കറക്റ്റാണ്. അത് 3 or 4, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഫ്ലോറൽ അപ്പൻഡേജസ് വരുമ്പോഴാണ് നമ്മളത് വിളിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ് ഫസ്റ്റ് വൺ. Then bracts are reduced leaves at the axil of at which the flower is born അല്ലേ? അപ്പം ഇങ്ങനെ പെഡിസലിൻ്റെ ബേസിൽ കാണുന്നതാണ് ബ്രാക്സ്, റിഡ്യൂസ്ഡ് ലീവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിൽ ഓഫ് വിച്ച് എ ഫ്ലവർ ഈസ് ബോൺ അല്ലേ? ഫ്ലവറിൻ്റെ ആക്സിൽ നമുക്ക് പറയാൻ പറ്റില്ലേ പെഡിസിൽ എന്ന? സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് correct. A flower having either only stamens or only carpels is monoecious. And what do you think? അത് നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നിയേക്കാം, പക്ഷേ കറക്റ്റ് അല്ല. കാരണം എന്താ? നമ്മുടെ ഫ്ലവറിനെ അല്ല അങ്ങനെ മൊണീഷ്യസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൽ, അപ്പോൾ മെയിൽ പ്ലാന്റ് അല്ലെങ്കിൽ ഫീമെയിൽ പ്ലാന്റ് എന്നുള്ളതാണ് ക്യാരക്ടർ എങ്കിൽ, അപ്പോൾ അതിനെ സൂചിപ്പിക്കുകയാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. മെയിൽ പ്ലാന്റ് അഥവാ ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിൽ. അപ്പോൾ അന്ന് അതേസമയം 2 ഫ്ലവേഴ്സും അതിൽ ഉണ്ടെങ്കിലോ അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ അടുത്ത ടേമാണ് നമുക്ക് ഒരു ഓക്കെ
യെസ്, മൊണീഷ്യസ് എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്ലാന്റ് ഈസ് എനഫ് ഫോർ ദി കംപ്ലീറ്റിംഗ് ദ ഫെർട്ടിലൈസേഷൻ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഈ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മൊണീഷ്യസ് എന്ന് പറയുന്നത് പ്ലാന്റിന് കൊടുക്കുന്ന ടേം ആണ് കേട്ടോ. നമുക്ക് ഡൈഷ്യസ് ആണ് മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത്, പ്ലാന്റിന് കൊടുക്കുന്ന സ്ട്രക്ചറിലാണ്. ഡൈഷ്യസ് ആണ് മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലവറിൻ്റെ കേസ് വരുമ്പോൾ ആ ടേം ഇതല്ല. ഫ്ലവറിൻ്റെ കേസ് വരുമ്പോൾ ടേം എന്താണ്? അത് യൂണിസെക്ഷൽ ബൈസെക്ഷൽ എന്നാണ് ടേം പറയുന്നത്. അപ്പം ഏതർ ഒന്നെങ്കിൽ സ്റ്റെമിനോ അല്ലെങ്കിൽ കാർപ്പലോ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഫ്ലവറിനെ വിളിക്കുന്ന മൊണീഷ്യസ് അല്ല, പിന്നെന്താണ്? യൂണിസെക്ഷൽ എന്നാണ് കേട്ടോ, യൂണിസെക്ഷൽ. അപ്പോൾ നമ്മൾ അത് പ്ലാന്റിൻ്റെ കേസിലാണ് ഡൈഷ്യസ് മൊണീഷ്യസ് എന്ന ടേമുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. സോ അതുകൊണ്ട് തന്നെ സി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ, ഹെൻസ് ദ ഗ്രോത്ത് ഈസ് അൺലിമിറ്റഡ്. അപ്പോൾ സൈമോസ് ഇൻഫ്ലോറസൻസിൽ മെയിൻ ആക്സിസ് ഫ്ലവറിൽ ടെർമിനേറ്റഡ് ആകുന്നുണ്ട്. കറക്റ്റാണ്. ജാസ്മിനൊക്കെ എക്സാമ്പിളാണ്. പക്ഷെ അപ്പോൾ പറയാണ് എന്താ? ഗ്രോത്ത് ഈസ് അൺലിമിറ്റഡ് എന്ന്. അപ്പോൾ ഗ്രോത്ത് അൺലിമിറ്റഡ് ആണോ? അല്ല, ലിമിറ്റഡ് ആയിരിക്കും അല്ലേ? ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും. റെസിമോസിൽ ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? അൺലിമിറ്റഡ് വരാം. പക്ഷെ സൈമോസിൽ എൻഡ് ചെയ്യുന്നുണ്ട്. സോ ദ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കൊറോള മേ അസിസ്റ്റ് പോളിനേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം എന്താണ്? എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളേർഡ് ഒക്കെ ആയിട്ടുള്ള കൊറോള ആണെങ്കിൽ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് പോളിനേറ്റേഴ്സ് ഫ്ലവറിലേക്ക് വരാനും പോളിനേഷൻ നടത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ യു ക്യാൻ ഗോ ഫോർ എ, ബി ആൻഡ് ഇ ആർ കറക്റ്റ്. സിയും ഡിയും തെറ്റാണ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹൗ മെനി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ 1 ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, സോ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണ്. ലിസ്റ്റ് 2 പറയുന്ന പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ആണ്. നമുക്കറിയാം അനാഫേസിൽ ആ ഒരു സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു സെൻട്രോമിയർ പൊസിഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആംസിൻ്റെ ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഷേപ്പ് ഓഫ് ദി ക്രോമസോം ബെറ്റർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്രോമസോംസ് ആണ് മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റാസെൻട്രിക് എവിടെയാണ് അതിൽ സെൻട്രോമിയർ വരുന്നത്? മിഡിലിലാണ് അല്ലെ? ക്രോമസോമിൻ്റെ ഒത്ത നടുക്ക്, അതിൻ്റെ സെൻട്രൽ, അതിൻ്റെ മിഡിലിലാണ് സെൻട്രോമിയർ വരുന്നതെങ്കിൽ 2 ഭാഗത്തേക്കുമുള്ള ആംസിന് ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റാസെൻട്രിക് അല്ലെങ്കിൽ വി ഷേപ്ഡ് ക്രോമസോംസ് എന്ന് പറയുക. സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അവേ ഫ്രം ദ മിഡിൽ. മിഡിലല്ല, ബട്ട് ഇറ്റ് ഈസ് നിയർ ടു ദ മിഡിൽ, മിഡിലിനോട് അടുത്തായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ സബ് മെറ്റാസെൻട്രിക് എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ എൽ ഷേപ്ഡ് ക്രോമസോംസ് എന്ന് വിളിക്കാം. ദെൻ അക്രോസെൻട്രിക് എന്ന് വെച്ചാൽ ടെർമിനൽ എൻഡ്സിനോട് അടുത്തായിരിക്കും. കുറച്ചുകൂടെ അടുത്തായിരിക്കുന്നത് ടെർമിനൽ എൻഡിനോടായിരിക്കും. പക്ഷേ എൻഡിലാണോ എന്ന് വെച്ചാൽ അല്ല, ടെർമിനൽ എൻഡിനോട് കുറച്ചുകൂടെ നിയർ ആയിരിക്കും. അതുകൊണ്ട് ക്ലോസ് ടു എൻഡ് എന്ന് നമുക്ക് പറയാം. ജെ ഷേപ്ഡ് ക്രോമസോംസ് ആണ്. ദെൻ ടീലോസെൻട്രിക് ഐ ഷേപ്ഡ് ക്രോമസോം ആണ്. അതായത് സെൻട്രോമിയർ അറ്റ് ദ മോസ്റ്റ് ടെർമിനൽ എൻഡ് അല്ലേ? സെൻട്രോമിയർ ഈസ് അറ്റ് ദ മോസ്റ്റ് ടെർമിനൽ എൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷനുള്ള ആംസ് ഉണ്ടാവുള്ളൂ അല്ലെ? ഒരു ഭാഗത്തേക്ക് ആംസ് ഇല്ല, കാരണം ആ ഒരു എൻഡിലാണ് സെൻട്രോമിയർ. സോ ഇവിടെ D1 ആണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. A 2 ആണ്, B 3 ആണ്, C 4 ആണ്, D 1 ആണ്. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 2, 3, 4 ആൻഡ് D is 1. നെക്സ്റ്റ് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഡയഗ്രാം തന്നിട്ടുള്ളത് അല്ലേ? എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ബ്ലൂ ഗ്രീൻ ആൽഗെ ഏതായിരിക്കും? അത് നോസ്റ്റോക്ക് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ബി എന്ന് പറയും. അത്ര ക്ലിയർ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബി എന്താണത്? ഹെറ്ററോസിസ്റ്റ് ആണ് അല്ലേ? നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ഹെറ്ററോസിസ്റ്റ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള, നിയോസ്റ്റോക്കിനെ കവർ ചെയ്തുകൊണ്ടുള്ള മ്യൂസിലേജിനസ് ഷീത്താണ് കേട്ടോ. മ്യൂസിലേജിനസ് ഷീത്താണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത്. യെസ്, ഹെട്രോസിസ്റ്റ് മ്യൂസിലേജിനസ് ഷീത്ത്. അത് നേരെ തിരിച്ചാണ് വരേണ്ടത് അല്ലേ? എ എന്ന് പറയുന്നത് മ്യൂസിലേജിനസ് ഷീത്താണ്, ബി എന്ന് പറയുന്നത് ഹെട്രോസിസ്റ്റ് ആണ്. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് പെല്ലിക്കിൾ എന്നുള്ള സ്ട്രക്ചർ ഇവിടെയാണോ? അല്ല. അപ്പോൾ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള കോട്ടനെയാണ് പെല്ലിക്കിൾ എന്ന് പറയുക. പക്ഷേ ഇവിടെ ഉള്ളത് എന്താണ്? മ്യൂസിലേജിനസ് ആയിട്ടുള്ള ഷീത്താണ്. ഓക്കെ, സോ എ എന്ന് പറയുന്നത് മ്യൂസിലേജിനസ് ഷീത്ത്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. Then next question, select the incorrect regarding the population growth curve അല്ലേ? എക്സ്പോണൻഷ്യൽ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്സ്
ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതിലുള്ള ഗ്രോത്ത് കേർവ്സിൽ നിന്ന് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചേ. എ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവാണ്, ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവാണ്. ബി എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്, വേൾഡ്സ് പെർ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഗ്രോത്ത് കർവ് ഈസ് എ when resources are not limiting the growth, plot is exponential. ഗ്രോത്ത് കർവ് എന്ന് കൊടുത്തിട്ട് എ എന്ന് പറയുന്നത് ഗ്രോത്ത് കർവ് എ എന്നാണ് കേട്ടോ. എ എന്ന് പറയുന്ന ഗ്രോത്ത് കർവിനെയാണ്. ഓക്കെ, വെൻ റിസോഴ്സസ് ആർ നോട്ട് ലിമിറ്റിംഗ് ദ ഗ്രോത്ത് പ്ലോട്ട് ഈസ് എക്സ്പോണൻഷ്യൽ. ശരിയല്ലേ? റിസോഴ്സസ് ലിമിറ്റിംഗ് അല്ല, അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് അല്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. ഗ്രോത്ത് കർവ് ഈസ് ബി വെൻ റിസോഴ്സസ് ആർ ലിമിറ്റിംഗ് ദ ഗ്രോത്ത് പ്ലോട്ട് ഈസ് ലോജിസ്റ്റിക്. അതും ശരിയല്ലേ? റിസോഴ്സസ് ലിമിറ്റിംഗ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ദ പ്ലോട്ട് ഈസ് ലോജിസ്റ്റിക്. ഒരു ലാഗ്, ലോഗ്, ഒരു സ്റ്റേഷനറി ഫേസുകൾ വരും അല്ലേ? അപ്പോൾ ഒരു ഡിക്ലൈൻ ഫേസ് ആൻഡ് എസിംപ്ടോട്ട് എന്താണ് നമ്മൾ പറയുന്നത്? ക്യാരിങ് കപ്പാസിറ്റി അപ്രോച്ച് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അത് ലോജിസ്റ്റിക് growth curve. Then C, K represents the carrying capacity, which is the horizontal line in the graph where the population density, that is curve A, stabilizes. ആണോ? അപ്പോൾ K എന്ന് പറയുന്നത് ക്യാരിങ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് സ്ട്രേറ്റ് ലൈൻ ആണ് കേട്ടോ K എന്ന് പറയുന്ന ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ ഈ ക്യാരിങ് കപ്പാസിറ്റി എപ്പോഴാണ് സംഭവിക്കുക? വിച്ച് ഇസ് ദ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ ദ ഗ്രാഫ് വെയർ പോപ്പുലേഷൻ ഡെൻസിറ്റി കർവ് എ സ്റ്റെബിലൈസസ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, അങ്ങനെ കർവ് എ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടോ ഇവിടെ? ഇല്ല, കർവ് എ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്നില്ല. സ്റ്റെബിലൈസ് ചെയ്യുന്നത് കർവ് ബി ആണ്. ഓക്കെ, എ സ്റ്റെബിലൈസ് ചെയ്യാതെ കണ്ടു ക്യാരിങ് കപ്പാസിറ്റി അഫക്റ്റഡ് ആകാത്ത കേസിലാണ് എ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർവ് എ സ്റ്റെബിലൈസസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആർ റെപ്രസെൻറ്റ്സ് ദ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ്. ശരിയല്ലേ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് ആർ, വിച്ച് ഇസ് റിഫ്ലെക്റ്റഡ് ഇൻ ദ സ്റ്റീപ്നെസ് of the initial portion of the exponential growth curve, curve B. അപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിക്കേ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണോ കർവ് ബി? അല്ല, കർവ് ബി എന്ന് പറയുന്ന ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. അത് മാത്രമല്ല, അതിൻ്റെ ഇനീഷ്യൽ ഒരു സ്റ്റീപ്നെസ് കാണിക്കുന്നുണ്ടോ? ഇല്ല, ഇനീഷ്യൽ ഫേസ് ഇസ് ലാഗ് ഫേസ്. അതുകൊണ്ട് തന്നെ ഡി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എയും ബിയും സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണ്, സിയും ഡിയും തെറ്റാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് റിഗാർഡിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി ആൻഡ് ഡി ആർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ലിസ്റ്റ് 1, ആന്റൺ വാൻ ല്യൂവൻഹുക്ക്, റോബർട്ട് ബ്രൗൺ, മത്യാസ് ഷ്ലീഡൻ, തിയഡോർ ഷ്വാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റിനിലേക്ക് പോകാം. ആന്റൺ വാൻ ല്യൂവൻഹുക്ക്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഹി ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലിവിങ് സെൽ. ഓക്കെ, യെസ്, ഫസ്റ്റ് സോ ആൻഡ് described a living cell, that is Anton van Leeuwenhoek. And what is the contribution of Robert Brown? What is the contribution of Robert Brown? That is, yes, he discovered the nucleus. Okay, then Matthias Schleiden, അല്ലേ, അദ്ദേഹത്തിന് സെൽ തിയറി, മത്യാസ് ഷ്ലീഡൻ ഷ്വാൻ്റെ സെൽ തിയറി കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആൻഡ് മത്യാസ് ഷ്ലീഡൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനാണ് all plants are composed of different kinds of cells അല്ലേ, all plants are composed of different kinds of cells എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ആണ്. അതുപോലെ തിയഡോർ ഷ്വാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ആയിട്ട് വരുന്നത്? തിയഡോർ ഷ്വാനിൻ്റേത് ഹി ആക്ച്വലി ദ പ്രസൻസ് ഓഫ് സെൽ വാൾ ഇസ് എ യൂണിക് ടു പ്ലാന്റ് സെൽസ്. അതുപോലെ തന്നെ ആനിമൽ സെൽസിലെ മെംബ്രെയിൻ ആണ് ഔട്ടർ ബൗണ്ടറി, പ്ലാന്റ് സെൽസിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് സെൽ വാൾ എന്ന് ഒബ്സർവ് ചെയ്ത ആളാണ് തിയഡോർ ഷ്വാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്ന എന്താണ്? എ വിത്ത് 3, B with 4, yes, C with 1 and D with 2. Yes, option 1 ആണ് correct answer കേട്ടോ. A 3, B 4 and C 1 and D 2. Okay. So next question, the placenta forms a ridge along the ventral suture of the ovary and the ovules are born on this ridge forming 2 rows. The above statement refers to. The question statement is exactly NCERT കേട്ടോ. സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്വസ്റ്റ്യൻ ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൻട്രൽ സ്വീച്ചർ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആ ലൈൻ ഓഫ് ഡെഹിസൻസ് ആണ് കേട്ടോ. ലോങ് ലൈൻ ഓഫ് ഡെഹിസൻസ് ഓഫ് പി ഇല്ലേ, അപ്പോൾ അതാണ്. അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് ഡെഹിസൻസിൽ 2 റോസ് ആയിട്ടാണ് ഒവ്യൂൾസ് വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇതിൽ ഏത് പ്ലാസൻറ്റേഷൻ ടൈപ്പ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ബേസൽ പ്ലാസൻറ്റേഷൻ, മാർജിനൽ പ്ലാസൻറ്റേഷൻ, പാരേറ്റൽ പ്ലാസൻറ്റേഷൻ, ആക്സിയൽ പ്ലാസൻറ്റേഷൻ, ഏതായിരിക്കും? ഒരു വെൻട്രൽ സ്വിച്ചിലെ 2 റോ ആയിട്ട് ഒവ്യൂൾസ് വരുന്നത്? ദാറ്റ് ഈസ് മാർജിനൽ പ്ലാസൻറ്റേഷൻ അല്ലേ. നമുക്ക് പീക്കൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് ദ പ്ലാസൻറ്റ ഫോംസ് എ റിഡ്ജ്
along the ventral suture അല്ലേ, അതിൽ റിഡ്ജ് ഫോം ചെയ്ത് അതിലാണ് ഒവ്യൂൾസ് ബോൺ ആയിരിക്കുന്നത്. ഓപ്ഷൻ 2. Next, given below are two statements. Okay, statement 1, microbodies are membrane bound minute vesicles that contain various enzymes. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ശരിയാണല്ലേ. മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ആണ്, അതിൽ ധാരാളം എൻസൈംസ് ഉണ്ട്. ഓക്കെ, യെസ്, ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2, മൈക്രോബോഡീസ് ആർ ആബ്സെന്റ് ഇൻ അനിമൽ സെൽസ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ടെക്സ്റ്റിൽ ആകെ വളരെ കുറച്ച് കാര്യങ്ങളാണ് മൈക്രോബോഡീസിനെ പറ്റി പറയുന്നത്, എങ്കിൽ പോലും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൈക്രോബോഡീസ് ആർ പ്രസന്റ് ഇൻ ബോത്ത് അനിമൽ ആൻഡ് പ്ലാന്റ് സെൽസ് എന്ന്. അപ്പോൾ രണ്ടിലും ഉണ്ട് കേട്ടോ. അനിമൽ സെൽസിൽ ആബ്സെന്റ് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ നമുക്ക് മൈക്രോബോഡീസിനെ പരിചയമുണ്ട്. അപ്പോൾ പെറോക്സിസോം ഉണ്ട്, അതുപോലെ തന്നെ സ്പൈറോസോം, ദെൻ ഗ്ലയോക്സിസോം ഒക്കെ മൈക്രോബോഡീസ് ആണ്. അപ്പോൾ അതിൽ പെറോക്സിസോം അനിമൽസിലും പ്ലാന്റ്സിലും ഉള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സോ ദ ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് incorrect. Option 1 ആണ്. Statement 1 is correct, statement 2 is incorrect. Next is sexual spores are produced exogenously in, okay, Alternaria and Trichoderma, Vaccinia and Aspergillus, then Penicillium and Aspergillus, ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ബസീഡിയോ മൈസെറ്റിലുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒറിജിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് എക്സോജീനസ്? അപ്പോൾ ആസ്കോ മൈസെറ്റ്സിലാണെങ്കിൽ ആസ്കോസ്പോഴ്സ് എൻഡോജീനസ് ഒറിജിൻ ആണ്, എക്സോജീനസ് ആണ് ബസീഡിയോ സ്പോഴ്സ് എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ഓക്കെ, നമുക്ക് ലിസ്റ്റ് 1 പറയുന്നത് പ്രോട്ടോസോവൻസിൻ്റെ പേരുകളാണ്. അതായത് ഡിഫറെൻറ്റ് 4 ഗ്രൂപ്പ്സ് അല്ലേ, 4 ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടോസോവൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് 2 പറയുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മാച്ച് ചെയ്യാം. അമീബോയിഡ്. ഓക്കെ, അമീബോയിഡ് മെമ്പർ ഏതാണ് ഇതിൽ? ഏതാണ്? ഇറ്റ്സ് വെരി ഈസി അല്ലേ, എൻഡമീബ. ഓപ്ഷൻ 1 ആണ്. ഐ ക്യാൻ മാച്ച് വിത്ത് എൻഡമീബ. ദെൻ ഫ്ലജലേറ്റഡ്. ഏതാണ് ഇതിൽ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ളത്? ദാറ്റ് ഈസ് ട്രിപ്പനോസോമ. ഫ്ലജലേറ്റഡ് ട്രിപ്പനോസോമയാണ്. സീലിയേറ്റഡ്. ഏതാണ് സീലിയേറ്റഡ്? പാരമേസിയം അല്ലേ. യെസ്. ദെൻ വാട്ട് അബൌട്ട് സ്പോറോസോവൻസ്? സ്പോറോസോവൻ മെമ്പറാണ് പ്ലാസ്മോഡിയം. യെസ്. അപ്പോൾ നമ്മൾ മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയത്തെ കാണുന്നത് എവിടെയാണ്? സ്പോറോസോവൻസ് ആണ് അല്ലേ. യെസ്. സോ എ വിത്ത് 1, ബി വിത്ത് 3, yes, C with 4 and D with 2. Option 3 ആണ് correct answer ആയിട്ട് വരുന്നത് കേട്ടോ. Option 3. So next question, ovary is one chambered but it becomes two chambered due to the formation of false septum. Okay, അപ്പോൾ false septumത്തിന്റെ ഫോർമേഷൻ വഴി ഓവറി അത് എന്തായിട്ട് വരുവാണ്? 2 ചേമ്പേർഡ് ആയിട്ട് വരുവാണ്. അപ്പോൾ ശരിക്കും അതൊരു പാരിയറ്റൽ പ്ലാസന്റേഷൻ ആണ്. പാരിയറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഓവറി വാളിലാണ് ഒവ്യൂൾ വരുന്നത്. പക്ഷേ ഒരു ഫോൾസ് സെപ്റ്റത്തിൻ്റെ പ്രസൻസ് 2 ചേമ്പേർഡ് ആയിട്ട് ഫീൽ ചെയ്യുവാണ്. അതിൽ ഏതാണ്? ടൊമാറ്റോ ആൻഡ് ലെമൺ ആണോ? ഡയാന്തസ് ആൻഡ് പ്രൈമറോസ് ആണോ? മസ്റ്റാർഡ് ആർഗിമോൺ ആണോ? അതോ സൺഫ്ലവർ ആൻഡ് മാരിഗോൾഡ് ആണോ? ഏതാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, മസ്റ്റാർഡ് ആൻഡ് ആർഗിമോൺ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദിസ് എ ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം ദി പ്ലാസന്റേഷൻ. ഓക്കെ. And next is given below are 2 statements. One is labeled as assertion and other is labeled as reason. Okay, assertion. Plants capture only 2 to 10% of the power photosynthetically active radiation. Okay, and this small amount of energy sustains the entire living world. Okay, ശരിയാണോ? നേരല്ലേ? നമുക്കറിയാം അവൈലബിൾ സൺലൈറ്റിൽ എല്ലാം ഫോട്ടോസിന്തറ്റിക്കലി യൂസബിൾ ആയിരിക്കില്ല. അങ്ങനെ യൂസബിൾ ഒരു പാർട്ട് 50% ഉണ്ട്. ദാറ്റ് ഈസ് പാർ. ഓക്കെ, ആ യൂസബിൾ ഫോമിൻ്റെ 2 to 10% ആണ് GPP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് എനർജിയിലാണ് ദ ഹോൾ അല്ലേ സർവൈവ് ചെയ്യുന്നത്, സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓൺലി 10% ഓഫ് ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ഈച്ച് ട്രോഫിക് ലെവൽ ഫ്രം ദ ലോവർ ട്രോഫിക് ലെവൽ. അതും ശരിയല്ലേ? ഓരോ ഹയർ ട്രോഫിക് ലെവലിലേക്കും ലോവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന 10% മാത്രമാണ്. 90% ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഓൺലി 10% ട്രാൻസ്ഫർ ടു ദ ഹയർ ട്രോഫിക് ലെവൽ. ഓക്കെ, അപ്പോൾ 90% ലോസ് ആവുന്ന നമ്മളല്ലേ റെസ്പിറേറ്ററി ലോസ് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു ഹീറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്.
അപ്പോൾ റീസൺ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷേ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അല്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ബോത്ത് അസേർഷൻ റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കതിലേക്ക് പോകാം. യെസ്, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആൻസറുകൾ ചെയ്ത് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, യെസ്. So moving to the next question. Identify the correct statements from the following. First one, cell plate formed during cytokinesis represents the middle lamella. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം എന്താണ്, സൈറ്റോകൈനസിസ് നടക്കുമ്പോൾ ആ ഫോം ചെയ്യുന്ന സെൽ പ്ലേറ്റ്, ഓക്കെ, സെൽ പ്ലേറ്റ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, മിഡിൽ ലെമല്ലയായിട്ട് മാറുന്നത്. കാരണം ഗോൾജി വെസിക്കിൾസ് റിലീസ് ചെയ്യുന്ന കാൽസ്യം, മഗ്നീഷ്യം, പെക്ടൈറ്റ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേരുകൾ ഓർമ്മയുണ്ടെന്ന് കരുതുന്നത് അല്ലേ, മിഡിൽ ലെമല്ല കമ്പോണൻസ് ആണ്. സോ ഫസ്റ്റ് ഫോം ചെയ്യുന്നത് മിഡിൽ ലെമല്ലയാണ്. സോ അതുകൊണ്ട് കറക്റ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഗ്രോത്ത് ഓഫ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ഇസ് ഡ്യൂ ടു മൈറ്റോസിസ്. ശരിയാണ്, മൾട്ടി സെല്ലുലാരിറ്റി എന്നുള്ളത് മൈറ്റോസിസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ നമ്മൾ സൈഗോട്ട് എന്ന സിംഗിൾ സെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ 38 ട്രില്യൺസോളം സെല്ലുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് അത്രയും സെല്ലുകൾ വന്നത്? ഡ്യൂ ടു മൈറ്റോസിസ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, മൈറ്റോസിസ് യൂഷ്വലി റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് വിത്ത് ഡിഫറെൻറ്റ് ജനറ്റിക് കോംപ്ലിമെൻറ്റ്സ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഡിഫറെൻറ്റ് ജനറ്റിക് കോംപ്ലിമെൻറ്റ്സ് അല്ല വരേണ്ടത്, സെയിം ആണ്. കാരണം നമ്മൾ ക്രോമസോംസിൻ്റെ കേസൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ പേരൻറ്റ് സെല്ലിന് എത്രയാണോ ക്രോമസോംസ് ഉള്ളത് അത്രയും തന്നെ ഡോട്ടർ സെൽസിലേക്ക് പോകുന്നുണ്ട്. അതിന് അവിടെ വേറെ വേരിയേഷൻ ഉണ്ടാകുന്ന ക്രോസിംഗ് ഓവർ പോലുള്ള പ്രോസസ്സുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ജനറ്റിക് കോംപ്ലിമെൻറ്റ്സിലല്ല ഡോട്ടർ സെൽസ് വരിക, പേരൻസിൻ്റെ ക്യാരക്ടർ എന്താണോ അത് തന്നെ ക്യാരി ചെയ്യുന്നതായിട്ടാണ്. സോ സി തെറ്റാണ്. ഡി, എ വെരി സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മൈറ്റോസിസ് ഇസ് സെൽ റിപ്പയർ. അതും ശരിയാണ്, മൈറ്റോസിന് ഒരു സിഗ്നിഫിക്കൻസ് കൂടിയാണ് സെൽ റിപ്പയർ അല്ലേ. നമുക്ക് വൂണ്ടൊക്കെ ഉണ്ടായെങ്കിൽ ഹീൽ ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള പ്രോസസ്സുകളിലൊക്കെ നടക്കുന്നത് ആ ഭാഗത്തുള്ള അതേപോലത്തെ സെല്ലുകളെയാണ് വീണ്ടും ഫോം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അവിടെ സെൽ റിപ്പയറിലും ഉള്ളത് മൈറ്റോസിസ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്. എയും ബിയും ഡിയും കറക്റ്റാണ്, എക്സെപ്റ്റ് സി. സി ഒഴികെ ബാക്കി 3ഉം കറക്റ്റാണ്. സോ യു ക്യാൻ ഗോ ഫോർ ദ ആൻസർ ഓപ്ഷൻ 2. A, B, D are correct. Then the next, in relation to gross primary productivity and net primary productivity of an ecosystem, which one of the following statement is correct? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇസ് ഓൾവേസ് മോർ ദാൻ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇത് ശരിയാണോ? GPP മൈനസ് R is equal to NPP അല്ലേ. അപ്പോൾ എന്താണ് R എന്ന് പറയുന്നത്? എന്താണ്? റെസ്പിറേറ്ററി ലോസ് ആണ്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും റെസ്പിറേറ്ററി ലോസ് കഴിഞ്ഞ് അവർ സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് NPP എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അല്ലേ NPP ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും റെസ്പിറേറ്ററി ലോസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും GPP NPPയേക്കാൾ കൂടുതലായിരിക്കും. അത് തന്നെയല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഓൾവേസ്. ശരിയാണ്, ഓൾവേസ് ദ GPP ഈസ് ഗ്രേറ്റർ ദാൻ NPP കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആർ വൺ ആൻഡ് സെയിം. അത് സെയിം ആണോ? ഒരിക്കലും അല്ല കേട്ടോ. അതായത് അത് ഇനിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന GPP ആണെങ്കിൽ റെസ്പിറേറ്ററി ലോസ് കഴിഞ്ഞ് സ്റ്റോർ ചെയ്യുന്നതാണ് NPP. അപ്പോൾ നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്കൊക്കെ പോകുന്നത് എന്താണ്? NPP. അപ്പോൾ അത് സെയിം അല്ല. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അത് ശരിയാണോ? അല്ല അല്ലേ. റിലേഷൻഷിപ്പ് ഉണ്ട്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെപ്പോഴും കൂടുതലായിരിക്കും. റിലേഷൻഷിപ്പ് ഉണ്ട്, കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നുമാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ 1. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, in an aquatic ecosystem, grazing food chain GFC is the major conduit for energy flow. ശരിയാണോ സ്റ്റേറ്റ്മെൻറ്റ്?
സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ കേസിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് മേജർ കൺഡ്യൂട്ടർ ഓഫ് എനർജി. എന്നാൽ അത് ടെറസ്ട്രിയിലേക്ക് വന്നു കഴിയുമ്പോൾ DFC ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ ആണ് മേജറായിട്ട് വരുന്നത്. അപ്പോൾ അക്വാട്ടിക്കിൽ എങ്ങനെയാണ് GFC ആണ് മേജറായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, pyramid of energy is always upright, can never be inverted. അത് ശരിയല്ലേ? ഓൾവേസ് എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും അല്ലേ. കാരണം ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? എനർജിക്ക് ലോ സംഭവിക്കുന്നുണ്ട്. 10% അല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ എനർജി കുറഞ്ഞു പോവുകയാണ്. സോ ഓൾവേസ് അത് അപ്രൈറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്രൈറ്റ് പിരമിഡ് ഓഫ് എനർജിയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ മിസ്സിൻ്റെ ഒപ്പം ചെയ്ത് വരുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, so moving to next question. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion: mitosis accomplishes only the segregation of duplicated chromosomes into daughter nuclei. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തെറ്റായതെന്നും കൂടെ നമുക്ക് നോക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അതുപോലെ തന്നെ NCERT ഉള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇത് അറിയാവുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചോളൂ. മൈറ്റോസിസ് അക്കംപ്ലീഷസ് ഓൺലി ദ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോംസ് ഇൻറ്റു ഡോട്ടർ ന്യൂക്ലിയ എന്ന് പറയുന്നത് തെറ്റാനുള്ള കാരണം ഈ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോംസ് ഇൻറ്റു ഡോട്ടർ ന്യൂക്ലിയ എന്ന് ഉദ്ദേശിക്കുന്നത് കാരിയോകൈനസിസിനെ പറ്റിയാണ്. കാരിയോകൈനസിസ്. അപ്പോൾ കാരിയോകൈനസിസ് മാത്രമാണോ മൈറ്റോസിസ്? ഇതായത് ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമാണോ? ഈ ഒരു ക്രോമസോമിൻ്റെ ട്രാൻസ്ഫർ മാത്രമാണോ ഒരു മൈറ്റോസിസ് എന്ന് പറയുന്നത്? അല്ല അല്ലേ. ഇപ്പോൾ മൈറ്റോസിസ് എന്നതിൽ ഫേസിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരിയോകൈനസിസും ഉണ്ട്, സൈറ്റോകൈനസിസും ഉണ്ട്. അപ്പോൾ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും ഈ 2 പ്രോസസ്സുകൾ അക്കംപ്ലീഷ് ചെയ്യുന്നതാണ് മൈറ്റോസിസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഓൺലി കാരിയോകൈനസിസ് എന്ന് പറയാൻ തെറ്റാണ്. അതുകൊണ്ടാണ് അസേർഷൻ തെറ്റായിരിക്കുന്നത്. റീസൺ: ഡ്യൂറിങ് മൈറ്റോസിസ് ദ സെൽ ഇറ്റ് സെൽഫ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 daughter cells by the separation of cytoplasm at the end of which cell division gets completed. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, റീസണായി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അത് എന്തുകൊണ്ടാണ് ശരിയായിരിക്കുന്നത്? ബിക്കോസ് ഈ ഒരു മൈറ്റോസിസ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ പ്രോസസ്സ് എൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുകൂടെ നടക്കണം? ഒരു സൈറ്റോകൈനസിസ് കൂടെ നടക്കണം. സൈറ്റോകൈനസിസ് കൂടെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അത് 2 ഡോട്ടർ സെല്ലായിട്ട് മാറുകയുള്ളൂ. സോ ഒരു മൈറ്റോസിസ് എന്ന് പറയുന്നതിൽ സെഗ്രിഗേഷൻ മാത്രമല്ല, അതിൽ സെഗ്രിഗേഷനുണ്ട്, അതിൽ കാരിയോകൈനസിസ് പ്ലസ് സൈറ്റോകൈനസിസും കൂടെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അസേർഷൻ ഫോൾസും റീസൺ കറക്റ്റും ആണ്. ഓപ്ഷൻ 2 ആണ്. അസേർഷൻ ഈസ് നോട്ട് കറക്റ്റ് ബട്ട് റീസൺ ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഫസ്റ്റ് വൺ: ദ സെൽസ് ഓഫ് ദ ഹ്യൂമൻ ചീക്ക് ഹാവ് ആൻ ഔട്ടർ മെംബ്രെയിൻ ആസ് ദ ഡീലിമിറ്റിംഗ് സ്ട്രക്ചർ ഓഫ് ദി സെൽ. ഓക്കെ, അപ്പോൾ ചീക്ക് സെൽ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ, ഹ്യൂമൻ ചീക്ക് സെൽ എന്ന് പറയുമ്പോൾ തന്നെ ഇത് അനിമൽ സെല്ലാണ്. അപ്പോൾ അനിമൽ സെല്ലിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? സെൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ അതിന് ഡീലിമിറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഔട്ടർ മെംബ്രെയിൻ അല്ലേ? തീർച്ചയായിട്ടും അതേ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. Cells that have membrane-bound nuclei are called eukaryotic, whereas cells that lack membrane-bound nucleus are called prokaryotic. ശരിയല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? യൂക്യാരിയോട്സ് എന്നും, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ പ്രോക്യാരിയോട്ട് എന്നും പറയും. യെസ്. ദെൻ ഇൻ ബോത്ത് പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക് സെൽസ് എ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് കോൾഡ് സൈറ്റോപ്ലാസം occupies the volume of the nucleus. അത് ശരിയാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ സൈറ്റോപ്ലാസം എവിടെയാണ് ഒക്കുപ്പൈ ചെയ്യുക? അത് വോളിയം ഓഫ് എ സെൽ. ആ ഒരു സെല്ലിൻ്റെ വോളിയത്തിൽ ഒക്കുപ്പൈ ചെയ്യുന്ന സൈറ്റോപ്ലാസം ആണ്. പക്ഷെ ന്യൂക്ലിയസിൽ ഉള്ളത് സൈറ്റോപ്ലാസം ആണോ? അല്ല, ന്യൂക്ലിയസിലുള്ളത് ന്യൂക്ലിയോപ്ലാസം ആണ്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ: അങ്ങനെ ന്യൂക്ലിയോപ്ലാസം പ്രോക്യാരിയോട്ടിനുണ്ടോ? ഇല്ല, പ്രോക്യാരിയോട്ടിന് ന്യൂക്ലിയോപ്ലാസം ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്തത് കൊണ്ട്. പക്ഷേ പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും സൈറ്റോപ്ലാസം ഉണ്ട്. സെല്ലിൻ്റെ ഉള്ളിലുള്ള ആ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് സൈറ്റോപ്ലാസമാണ്. അതുകൊണ്ട് തന്നെ സി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഡി സ്റ്റേറ്റ്മെൻറ്റ്: ദ ന്യൂക്ലിയസ് ഈസ് ദ മെയിൻ അരീന ഓഫ് സെല്ലുലർ ആക്ടിവിറ്റി ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ്. അതതെയോ? അല്ല. ന്യൂക്ലിയസ് ആണോ മെയിൻ അരീന എന്ന് വെച്ചാൽ മെയിൻ സൈറ്റ് ഓഫ് സെല്ലുലർ ആക്ടിവിറ്റീസ്? സൈറ്റോപ്ലാസം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി സ്റ്റേറ്റ്മെൻറ്റും
തെറ്റാണ്. ന്യൂക്ലിയസ് അല്ല, സൈറ്റോപ്ലാസം ആണ് മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. സോ എ ആൻഡ് ബി സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, സി ആൻഡ് ഡി തെറ്റാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ 1. So next question, which of the following is not related to light reaction? ഇത് ഏതാണ് ലൈറ്റ് റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത്? ഫസ്റ്റ് വൺ ഓൾസോ കോൾഡ് ബയോസിന്തറ്റിക് ഫേസ്. Then second one light absorption, third one electron transport, fourth one water splitting. അപ്പോൾ ലൈറ്റ് റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യാത്തതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് റിലേറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷനെ പറ്റിയാണ്. അതായത് C3 സൈക്കിൾ, ഡാർക്ക് റിയാക്ഷൻ, കാൽവിൻ സൈക്കിൾ, അതിനെപ്പറ്റി പറയുകയാണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബയോസിന്തറ്റിക് ഫേസ്. അവിടെയാണ് ഗ്ലൂക്കോസിൻ്റെ സിന്തസിസ് നടക്കുന്നത്. അതാണ് ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുക, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒക്കർ ചെയ്യുക, അതുപോലെ തന്നെ വാട്ടർ സ്പ്ലിറ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുക, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റ് റിയാക്ഷൻ്റെ പാർട്ടാണ്. ബട്ട് ദിസ് ടേം ഈസ് റിലേറ്റഡ് ടു C3 സൈക്കിൾ, ഡാർക്ക് റിയാക്ഷൻ. സോ ഓപ്ഷൻ 1 ഈസ് നോട്ട് റിലേറ്റഡ് ടു ലൈറ്റ് റിയാക്ഷൻ. So next question, which of the following statements is incorrect? ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് വൺ സ്ട്രോമ ലെമല്ലെ ഹാഫ് PS1 only and lack NADP reductase. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സ്ട്രോമ ലെമല്ലെ? നമുക്കറിയാം ആ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഗ്രാന അല്ലേ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാനമാണ് സിംഗുലർ, ഗ്രാനത്തിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് നമ്മൾ പറയും ഇസ് ഗ്രാന. അപ്പോൾ ഗ്രാനയിലാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ സ്റ്റാക്സ് ഉള്ളത് അല്ലേ. അപ്പോൾ ഗ്രാനാസിന് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന മെംബ്രെയിനാണ് ലെമല്ലയാണ് സ്ട്രോമ ലെമല്ല. അപ്പോൾ സ്ട്രോമ ലെമല്ലയിൽ PS1 മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആൻഡ് ദേ ലാക്ക് NADP റിഡക്റ്റേസ്. അവിടെ NADP റിഡക്റ്റേസ് ലാക്കിംഗ് ആണ്. അപ്പോൾ അതായത് ഈ സ്ട്രോമ ലെമല്ലയിൽ PS1 ഉപയോഗിച്ച് മാത്രം നടക്കുന്ന സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനാണ് നടക്കുക. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൻ്റെ പാർട്ടായിട്ടുള്ളത് ATP സിന്തസിസ് മാത്രമേ ഉള്ളൂ. NADPH2 സിന്തസിസ് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ NADP റിഡക്റ്റേസ് എന്ന് പറയുന്ന അവിടെ ലാക്കിംഗ് ആണ് കേട്ടോ. യെസ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ലാക്കിംഗ് ആണെന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദെൻ ഗ്രാന ലെമല്ലെ ഹവ് ബോത്ത് PS1 ആൻഡ് PS2. അത് ശരിയാണ്. ഗ്രാന ലെമലിൽ 2 ഫോട്ടോ സിസ്റ്റവും ഉണ്ട്. ദെൻ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഇൻവോൾവ്സ് ബോത്ത് PS1 ആൻഡ് PS2. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അതാണ് ആൻസർ. എന്താണ് കാരണം? ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ്റെ പാർട്ടല്ല. ഫോട്ടോ സിസ്റ്റം 1 മാത്രമാണ്. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ അതുകൊണ്ട് ATP സിന്തസിസ് മാത്രമേ ഉള്ളൂ, വാട്ടർ സ്പ്ലിറ്റിംഗ് ഇല്ല. നോൺ സൈക്ലിക്കിൻ്റെ പാർട്ടാണ് ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2. ഓക്കെ, യെസ്. സോ തേർഡ് വൺ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഫോർത്ത് വൺ ബോത്ത് ATP NADPH2 ആർ സിന്തസൈസ്ഡ് ഡ്യൂറിങ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അത് ശരിയാണ്. അപ്പോൾ 2 പ്രോഡക്റ്റുകളുടെയും ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർത്ത് വൺ കറക്റ്റ് ആണ്. തേർഡ് ആണ് മിസ്മാച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are 2 statements. Statement 1, interphase is the time during which the cell is preparing for division by undergoing both cell growth and DNA replication in an orderly manner. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലേ, കാരണം ഇൻ്റർഫേസിലാണ് സെല്ല് ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തൊക്കെ സെല്ലുലാർ കണ്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതൊരു ഓർഡർലി മാനറിലാണെന്നാണ് പറയുന്നത്. കാരണം G1 S G2 ആണ് ഇൻ്റർഫേസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ്. അപ്പോൾ അവിടെ G1 ഈ ഒരു സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് ഉണ്ട്, ഓർഗനൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പ്രോട്ടീൻ സിന്തസിസ്, RNA സിന്തസിസ് ഒക്കെ ഉണ്ട്. പക്ഷേ എസ്സിലാണ് സിന്തസിസ് ഫേസ് ആയ എസ്സിലാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഇതേ ആ ഒരു സെല്ലുലാർ ഗ്രോത്ത് സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് സെല്ലുലാർ ഗ്രോത്ത് G2 കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട്. അതായത് DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് എസ് ഫേസ് ആണ് സ്റ്റേജ് വെയർ DNA റെപ്ലിക്കേഷൻ ഒക്കേഴ്സ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഓർഡർലി മാനറിലാണ് ഈ പ്രോസസ്സ് പോരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് എടുക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഡ്യൂറിങ് G1 phase the cell is metabolically active and continuously grows but it not replicate its DNA. ഓക്കെ, G1 ഫേസിൽ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, അത് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ റെപ്ലിക്കേഷൻ നടത്തുന്നുണ്ടോ? ഇല്ല, റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given figure depicts the light harvesting complex LHC of photosystem 1 and select the correct option. Okay, അപ്പോൾ ഫോട്ടോ സിസ്റ്റം 1 റിലേറ്റ് ചെയ്യുന്ന ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സിനെ കാണിച്ചിട്ടുണ്ട്.
എ ബി സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ ഫോട്ടോൺ ലൈറ്റ് റിസീവ് ചെയ്യുന്നതായിട്ട് പിഗ്മെൻറ്റ്സ് റിസീവ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് റെസൊണൻസ് ട്രാൻസ്ഫർ വഴി എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? ക്ലോറോഫിൽ എ എന്ന റിയാക്ഷൻ സെൻറ്ററിലേക്ക് കൊടുക്കുന്നുണ്ട്. റിയാക്ഷൻ സെൻറ്ററിൽ നിന്ന് എക്സൈറ്റ് ആയി പോയ ഇലക്ട്രോണിനെ പ്രൈമറി അക്സെപ്റ്റർ റിസീവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹൈ എനർജി സ്റ്റേറ്റിൽ റിലീസാകുന്ന ഇലക്ട്രോണിനെ ആ പ്രൈമറി അക്സെപ്റ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ഹൈ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം ഇവിടെ വീണ്ടും കണ്ടോ പിഗ്മെൻറ്റ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേജസ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത പ്രൈമറി അക്സെപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എ മാർക്ക് ചെയ്യാം, പ്രൈമറി അക്സെപ്റ്റർ. പ്രൈമറി അക്സെപ്റ്റർ. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയാക്ഷൻ സെൻറ്റർ ആണ്. അപ്പോൾ ഏതാണ് റിയാക്ഷൻ സെൻറ്റർ എന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? റിയാക്ഷൻ സെൻറ്റർ എന്താണ്? ക്ലോറോഫില്ലേ. ഓക്കെ, യെസ്. അപ്പോൾ സി എന്താണ്? കുറച്ചധികം പിഗ്മെൻറ്റ്സിനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ആക്സറി പിഗ്മെൻറ്റ്സ് ആണ്. ആ ഒരു എനർജി റിസീവ് ചെയ്ത് ലൈറ്റ് എനർജി റിസീവ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പിഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അത് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ആണ്. യെസ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് തന്നിരിക്കുന്ന പിക്ചർ തന്നെയാണ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. കോർ മോളിക്യൂൾസ്, പ്ലാസ്റ്റോസയാനിൻ, പ്രൈമറി അക്സെപ്റ്റർ. ശരിയാണോ? എന്ന് പറഞ്ഞ കോർ മോളിക്യൂൾ ആണോ? അല്ല. നമ്മുടെ കോർ കോംപ്ലക്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ സെൻറ്ററിനെയും അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോട്ടീനെയും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത് പ്രൈമറി അക്സെപ്റ്റർ അല്ലേ. അപ്പോൾ തെറ്റാണ്. പ്ലാസ്റ്റോസയാനിൻ അല്ല അല്ലേ. ഒരു കാരിയർ ആണ്, പക്ഷേ ഇവിടെ വരുന്നില്ല. ദെൻ പ്രൈമറി അക്സെപ്റ്റർ സി അല്ല. അതുപോലെ തന്നെ പ്രൈമറി അക്സെപ്റ്റർ എ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. എ പ്രൈമറി അക്സെപ്റ്റർ ആണ്. ബി എന്ന് പറയുന്നുണ്ട് റിയാക്ഷൻ സെൻറ്റർ, അതും കറക്റ്റ് ആണ്. ബി റിയാക്ഷൻ സെൻറ്റർ ആണ്. സി പിഗ്മെൻറ്റ് മോളിക്യൂൾസ്. യെസ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. യെസ്. അപ്പോൾ വീണ്ടും തേർഡ് ഓപ്ഷനിൽ എ റിയാക്ഷൻ സെൻറ്റർ എന്നാണ് പറയുന്നത്, തെറ്റാണ്. അതുപോലെ ഫോർത്തിലേക്ക് വരുമ്പോൾ എക്ക് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്, അതുപോലെ പ്രൈമറി അക്സെപ്റ്റർ റിയാക്ഷൻ സെൻറ്റർ. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of aestivation is characteristic of family Malvaceae? Okay, aestivation അല്ലേ. യെസ്. Valvate, imbricate, twisted, vexillary. ഇപ്പോൾ മോർഫോളജി ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് മാൽവേസി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെമ്പേഴ്സിനെ ആലോചിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ എസ്റ്റിവേഷൻ കിട്ടും. മെമ്പേഴ്സ് ഒന്ന് ആലോചിച്ചാൽ ചൈന റോസ് ആലോചിക്കുക, അതുപോലെ തന്നെ ലേഡീസ് ഫിംഗർ ആലോചിച്ചു, കോട്ടൺ ഒക്കെ ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ഇരിക്കുന്നത്? പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? എസ്റ്റിവേഷൻ എങ്ങനെയാണ്? ദാറ്റ് ഈസ് ട്വിസ്റ്റഡ് അല്ലേ. അത് ബഡ് ഫോമിൽ നിന്ന് ചെറുതായിട്ട് പൂവായിട്ട് വിരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ട്വിസ്റ്റഡ് അറേഞ്ച്മെൻറ്റ് കാണാനായിട്ട് പറ്റും. ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. സോ ഓപ്ഷൻ 3 ട്വിസ്റ്റഡ് ആണ് ആൻസർ കേട്ടോ. ഫാമിലി മാൽവേസിയയുടെ എസ്റ്റിവേഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മിസ്മാച്ച് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, സൈറ്റോസ്കെലട്ടൺ, ദെൻ മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ സെൽ, SER steroid synthesis, 70S ribosome found in prokaryotic cell only, then contractile vacuole helps in excretion. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് മിസ്മാച്ചിൻ്റെ പേര്. സൈറ്റോസ്കെൽട്ടൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് ഷേപ്പ് ഓഫ് ദ സെൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ. അപ്പോൾ ആ സൈറ്റോസ്കെൽട്ടൻ എന്ന് പറയുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ്, അതുപോലെ തന്നെ മൈക്രോ ട്യൂബ്യൂൾസ്, മൈക്രോ ഫിലമെൻറ്റ്സ് ഒക്കെ അസോസിയേറ്റ് ചെയ്യുന്നതാണ് സൈറ്റോസ്കെൽട്ടൻ. സൈറ്റോസ്കെൽട്ടൻ ആ ഒരു സെല്ലിൻ്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നെറ്റ്വർക്കായിട്ട് ആ സെല്ലിനുള്ളിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റ് മാച്ചാണ്. SER സ്റ്റിറോയിഡ് സിന്തസിസ് ശരിയാണ്. അനിമൽ സെൽസിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഫംഗ്ഷനാണ് ലിപ്പിഡ് സിന്തസിസ്, സ്റ്റിറോയിഡ് ഹോർമോൺ സിന്തസിസ്. അപ്പോൾ അതും കറക്റ്റ് മാച്ച് തന്നെയാണ്. ദെൻ അടുത്തത് 70S റൈബോസോം ഫൗണ്ട് ഇൻ പ്രൊക്യാരിയോട്ടിക് സെൽ ഉള്ളി. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പെയറാണ് ഇവിടെ മിസ്മാച്ച്. എന്തുകൊണ്ടാണ് ഇത് മിസ്മാച്ച് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു പ്രശ്നം? ഫൗണ്ട് ഇൻ പ്രൊക്യാരിയോട്ടിക് സെൽ ഉള്ളി എന്ന് പറയുന്നതാണ് തെറ്റ്. പ്രൊക്യാരിയോട്ടിക് സെല്ലിൽ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ ഉള്ളി എന്ന് പറയുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ എന്നല്ലേ? അതിൽ മാത്രമേ ഉള്ളോ? അല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ ഓർഗനലിലെല്ലാം, സെൽ ഓർഗനലിലെല്ലാം അതിൻ്റെ ഉള്ളിൽ റൈബോസോം ഉണ്ട്. അപ്പോൾ ആ റൈബോസോം എന്ന് പറയുന്നത് എന്താണ്? 70S ആണ്. എൻഡോസിംബിയോൺ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ഇത് പ്രീവിയസ്ലി പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തെളിവുകളായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് 70S റൈബോസോംസിൻ്റെ പ്രസൻസ്. അപ്പോൾ അത് പ്രൊക്യാരിയോട്ടിക് സെൽസിൽ മാത്രമല്ല, യൂക്യാരിയോട്ടിക് സെൽസിലെ ഓർഗനൽസ് ആയ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലും മൈറ്റോകോൺട്രിയക്കുള്ളിലും ഉണ്ട്. അതുകൊണ്ട് 3 ഇവിടെ മിസ്മാച്ച് ആണ്. 4th വൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് അല്ലേ. അപ്പോൾ പ്രൊട്ടിസ്റ്റിൻ്റെ ഒരു ഫീച്ചറാണ് കോൺട്രാക്റ്റൈൽ വാക്യൂളിൻ്റെ പ്രസൻസ്. ഓസ്മോ റെഗുലേഷൻ്റെ പാർട്ടായിട്ട്, അതുപോലെ എക്സ്ക്രീഷൻ്റെ പാർട്ടായിട്ടൊക്കെ ഉള്ള സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4th കറക്റ്റാണ്. മിസ്മാച്ച് ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which of the following tissues are not the product of de-differentiation? De-differentiation പ്രോഡക്റ്റ് അല്ലാത്തത് ഇത് ഏതാണ്? പ്രോഡക്റ്റ് ആണെന്നല്ല, നമുക്ക് ഡി-ഡിഫറൻസിയേഷൻ എന്ന് കാണുമ്പോൾ പെട്ടെന്ന് പ്രോഡക്റ്റ് എടുക്കാൻ തോന്നിയാലും നിങ്ങൾ ആ നോട്ട് ശ്രദ്ധിച്ചോണം. നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഡി-ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഡി-ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ആദ്യം അങ്ങ് കണ്ടെത്തി അതിനെ അങ്ങ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇന്റർഫെസിക്കുലർ കേമ്പിയം ഡി-ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽസിൻ്റെ ഇടയിൽ വരുന്ന പാരൻകൈമ സെൽസിന് ഡി-ഡിഫറൻസിയേഷൻ നടന്നിട്ടാണ് ഇന്റർഫെസിക്കുലർ കേമ്പിയം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ആണ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ അതുപോലെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് കോർക്ക് കേമ്പിയമാണ്. കോർക്ക് കേമ്പിയം, അപ്പോൾ കോർക്ക് കേമ്പിയം എന്ന് പറയുന്നതും ഡി-ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് ആണ്. ഔട്ടർ കോർട്ടെക്സിലെ പാരൻകൈമ സെൽസ് ഡി-ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് കോർക്ക് കേമ്പിയം. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഈ ട്രക്കിയറി എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ സൈലം എലമെൻറ്റ്സ്. അപ്പോൾ സൈലം എലമെൻറ്റ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, അത് രണ്ട് കാറ്റഗറി ഉണ്ട്, പ്രൈമറി ആകാം സെക്കൻഡറി ആകും. ഇപ്പം രണ്ടാണെങ്കിലും ഡി-ഡിഫറൻസിയേഷൻ വരില്ല അല്ലേ? അപ്പോൾ നമ്മൾ സെക്കൻഡറി എന്ന് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ സെക്കൻഡറി ഒഴിവാക്കിയേക്കാം, നമുക്ക് വേണ്ട പ്രൈമറി എടുക്കാം. അപ്പോൾ പ്രൈമറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റാണ് ട്രക്കിയറി എലമെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഒരു ആൻസർ ആയിട്ട് വരും. ദെൻ ഡി കോർക്ക് സെൽസ്. അപ്പോൾ കോർക്ക് സെൽസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രോഡക്റ്റ് ആണ്? അത് റീഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് ആണ്. കാരണം കോർക്ക് കേമ്പിയം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡി-ഡിഫറൻസിയേഷൻ. അപ്പോൾ ആ കോർക്ക് കേമ്പിയത്തിൽ നിന്ന് പ്രൊഡ്യൂസായ സെല്ലുകളാണ്, അത് മച്ചുറായി പെർമനൻ്റായി വരുന്നതാണ് കോർക്ക് സെൽസ്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റാണ്. ഈ സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം എലമെൻറ്റ്സ്. അപ്പോൾ സെക്കൻഡറി സൈലവും ഫ്ലോയും ഒക്കെ ഡി-ഡിഫറൻസിയേഷൻ്റെ പ്രൊഡക്റ്റ് അല്ല, റീഡിഫറൻസിയേഷൻ്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതും നമ്മുടെ ആൻസർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഡി ഇ ആൻസർ ആണ്. യെസ്, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് കേട്ടോ. ബി ഡി ഇ, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Competition occurs when closely related species compete for the same resources that are limiting. Statement 1 is correct അല്ലേ? അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ അവരുടെ ആ ഒരു റിസോഴ്സ് റിക്വയർമെൻറ്റിന് വേണ്ടി, സെയിം റിസോഴ്സിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുകയാണ്. എപ്പോഴാണ് റിസോഴ്സസ് ലിമിറ്റിംഗ് ആകുമ്പോഴാണ് ഈ കോമ്പറ്റീഷൻ നെഗറ്റീവ് ഇൻട്രാക്ഷനിലേക്ക് പോവുക. പ്രിഡേറ്റേഴ്സ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി. രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ബട്ട് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അല്ലേ? പ്രിഡേറ്റേഴ്സിൻ്റെ പ്രിഡേഷൻ എന്ന ആ ഒരു ഇൻട്രാക്ഷൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇൻട്രാക്ഷൻ പോലുമാണ്, കാരണം കൺട്യൂട്ടീവ് എനർജിയാണ്. അപ്പം ഈ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്രേ പോപ്പുലേഷൻ കൺട്രോൾഡ് ആവുന്നതോടുകൂടി തന്നെ കോമ്പറ്റീഷൻ അത്ര ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഒരു പോപ്പുലേഷനിൽ ഇൻഡിവിജ്വൽസ് ഒരുപാട് കൂടിക്കഴിയുമ്പോൾ റിസോഴ്സസിൽ കുറവ് വന്നിട്ടാണ് ഈ കോമ്പറ്റീഷനിലേക്ക് പോവുക. പക്ഷേ ഈ പ്രിഡേഷൻ ഓൾറെഡി പോപ്പുലേഷൻ നമ്പർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് അവിടെ റിസോഴ്സസിന് വേണ്ടി അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രിഡേറ്ററിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും, കൂടുതലായിട്ട് ഡൈവേഴ്സിറ്റി ലോസ് ആകും. സ്റ്റാർഫിഷ് പിസാസ്റ്ററിനെ റിമൂവ് ചെയ്ത എക്സ്പെരിമെൻറ്റ് അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ പ്രിഡേറ്റർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം റിസോഴ്സസ് അനുസരിച്ചുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണമൊക്കെ കൂടിയെങ്കിലും പിന്നീട് കോമ്പറ്റീഷൻ സംഭവിച്ച് അവരുടെ എലിമിനേഷൻ നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊരു റോള് പ്രിഡേഷൻ ഉണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, given below are two statements. Okay, statement 1, Cry2AB controls corn borer. Then statement 2, toxicity testing in transgenic animals allows to obtain results in less time. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് 1, Cry2AB that controls corn borer എന്നുള്ളത് തെറ്റാണ്. Cry1AC അതുപോലെ തന്നെ Cry2AB. Cry1AC-യും Cry2AB-യും കൺട്രോൾ ചെയ്യുന്നത് കോട്ടൺ ബോൾവേംസിനെയാണ് കേട്ടോ. അപ്പോൾ കോൺ ബോറർ എന്നുള്ളത് തെറ്റാണ്. Cry1AB ആണ് കോൺ ബോററിനെ കൺട്രോൾ ചെയ്യുന്നത്. Cry1AB ആണ് കോൺ ബോററിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ Cry1AC-യും Cry2AB-യും കൺട്രോൾ ചെയ്യുന്നത് കോട്ടൺ ബോൾവേംസിനെയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, toxicity testing in transgenic animals allows to obtain results in less time എന്നുള്ളത് ശരിയാണ്. ഒരു കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് എന്നൊരു പാർട്ടിൽ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസിൻ്റെ ചാപ്റ്ററിൽ കാണുന്നതാണ്. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിനായിട്ട് ട്രാൻസ്ജനിക് ഓർഗാനിസത്തെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ് അതിൻ്റെ റിസൾട്ട്? അസ് ഫാസ്റ്റർ ഇൻ ലെസ് ടൈം നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് നോർമൽ ആനിമൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ജനിക് ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് അഥവാ ടോക്സിറ്റി ടെസ്റ്റിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡ്രഗിൻ്റെ ഒക്കെ ടോക്സിറ്റി ചെക്ക് ചെയ്യാനായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ്
correct one. So we can go for the answer option 2. Statement 1 is incorrect. Statement 2 is correct. So next question, given below are the two statements. Assertion reason statement. Assertion, tag polymerase is used in polymerase chain reaction. Reason, it is a heat stable enzyme. അല്ലേ? കറക്റ്റ് ആയിട്ട് തന്നെ അസേർഷനെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്കറിയാം ടാഗ് പോളിമറേസ് തെർമസ് അക്വാട്ടിക്കസിൽ നിന്ന് ഐസോലേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പോളിമറേസ് എൻസൈമാണ് ടാഗ് പോളിമറേസ്. ഈ ടാഗ് പോളിമറേസിനെ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ PCR യൂസ് ചെയ്യുന്നുണ്ട്. കാരണം PCR 3 സ്റ്റെപ്പുകളാണല്ലോ. ഏതൊക്കെയാണ്? ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതിൽ at the beginning of this processന് തുടക്കം തൊട്ടേ അവിടെ ലോഡഡ് ആണ് സെൽഷ്യസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു എൻസൈം ഡീനാച്ചുറേഷൻ ചെയ്ത് പോകരുത്. എൻസൈമിന് അവിടെ ഡീനാച്ചുറേഷൻ സംഭവിക്കരുത്. അപ്പോൾ ആ ഒരു എൻസൈം അങ്ങനെ അവിടെ നിന്നാൽ മാത്രമേ അതിന് 3rd സ്റ്റെപ്പിൽ പ്രൈമർ ആഡ് ചെയ്തതിന് ശേഷം അവിടെ പോളിമറൈസേഷൻ എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എൻസൈമിന് ഡീനാച്ചുറേഷൻ സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുന്ന ഒരു എൻസൈം വേണം PCR ഉപയോഗിക്കാൻ. അപ്പോൾ തെർമസ് അക്വാട്ടിക്കസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അത് ഹീറ്റ് സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ ആൻസർ ഓപ്ഷൻ. നമുക്കറിയാം ബോത്ത് ആർ കറക്റ്റ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. യു ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ 3. ബോത്ത് അസേർഷൻ റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ ലിസ്റ്റ് 1 നമുക്ക് കുറച്ചധികം ടേംസ് വന്നിട്ടുണ്ട് അല്ലേ? യെസ്, ഗോൾഡൻ റൈസ്, എക്സ്പ്ലാന്റ്, എലി ലില്ലി, മെരിസ്റ്റം ഒക്കെ നമുക്ക് ടേമുകൾ തന്നിട്ടുണ്ട്. ഓരോന്നും ഏതിനോട് മാച്ച് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗോൾഡൻ റൈസ്. അപ്പോൾ ന്യൂട്രിയൻറ്റ് എൻറിച്ച്ഡ് ഫോം ഓഫ് റൈസ് ആണ് അല്ലേ? ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ആണ്. ന്യൂട്രിയൻറ്റ് എൻറിച്ച്ഡ് ഫോം ഓഫ് റൈസ് ആണ് ഗോൾഡൻ റൈസ്. ഏത് വൈറ്റമിൻ എൻറിച്ച്ഡ് ആക്കിയാണ് അതിനെ മാറ്റിയത്? വൈറ്റമിൻ A എൻറിച്ച്ഡ് ആക്കിയതാണ് ഗോൾഡൻ റൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും കേട്ടോ. ന്യൂട്രിയൻ റിച്ച് ആക്കി മാറ്റുകയാണ് ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ അതാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ. മാൽ ന്യൂട്രീഷനൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ബയോഫോർട്ടിഫിക്കേഷൻ. സോ യു ക്യാൻ മാച്ച് വിത്ത് ഗോൾഡൻ റൈസ് വിത്ത് വൈറ്റമിൻ A. നെക്സ്റ്റ് ഈസ് എക്സ്പ്ലാന്റ്. അപ്പോൾ എന്തിനെയാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്? പീസ് ഓഫ് ടിഷ്യൂ ദറ്റ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ന്യൂട്രിയൻ മീഡിയം ഡ്യൂറിങ് ദ ടിഷ്യൂ കൾച്ചർ. ആ ഒരു ടിഷ്യൂവിൽ നിന്നാണ് സെൽസ് പ്രോലിഫറേറ്റ് ചെയ്ത് എന്തായി മാറുന്നത്? മൈക്രോ പ്രൊപ്പഗേഷനാണ്. ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു ചെറിയ ടിഷ്യൂവിൽ നിന്ന്. അപ്പം അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഒരു എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലാന്റ് ക്യാൻ ബി എനിത്തിങ്. എക്സ്പ്ലാന്റ് ഏതും ആകാം. അത് നമുക്കിപ്പോൾ ലീഫ് ആകാം, സ്റ്റെം ആകാം, അല്ലെങ്കിൽ നമുക്ക് മെരിസ്റ്റത്തിനെ യൂസ് ചെയ്യാം അല്ലേ? അപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂവിനെയാണ് എക്സ്പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ബി ക്യാൻ മാച്ച് വിത്ത് ടിഷ്യൂ കൾച്ചർ അല്ലേ? ടിഷ്യൂ കൾച്ചറിലേക്ക് മീഡിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂവിനെയാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുക. എലി ലില്ലി. എലി ലില്ലി എന്താണ്? ഇറ്റ്സ് എൻ അമേരിക്കൻ കമ്പനി വിച്ച് ഇസ് പയനിയറിംഗ് ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ അല്ലേ? ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷനിൽ പയനിയറിംഗ് കമ്പനിയാണ് എലി ലില്ലി അല്ലേ? അപ്പോൾ ദ ആക്ച്വലി സിന്തസൈസ്ഡ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? പോളിപെപ്റ്റൈഡ് A, B. നമുക്കറിയാം പ്രോട്ടീനേഷ്യസ് ഹോർമോൺ ആണ് ഇൻസുലിൻ. A and B പ്രൊഡ്യൂസ് ചെയ്ത് ഡൈസൾഫൈഡ് ബോൺസ് കൊണ്ട് കണക്ട് ചെയ്തു അല്ലേ? മറ്റുള്ള ഇൻസുലിനെ ആക്കി മാറ്റുക എന്നുള്ളത് ആ ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് മീറ്റ് അപ്പ് ബൈ എലി ലില്ലി, ദ അമേരിക്കൻ കമ്പനി. സോ യു ക്യാൻ മാച്ച് വിത്ത് എലി ലില്ലി വിത്ത് ഇൻസുലിൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് മെരിസ്റ്റം. മെരിസ്റ്റം ക്യാൻ ബി മാച്ച് വിത്ത് ഫ്രീ ഓഫ് വൈറസ് അല്ലേ? മെരിസ്റ്റത്തിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ഇവൻ ദോ നമ്മൾ ടിഷ്യൂ കൾച്ചറൽ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതിനെ നമ്മൾ കുറേയധികം അതിൽ നിന്ന് മൈക്രോപ്രൊപ്പഗേഷൻ നടത്തി പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുകയാണ്. ബട്ട് ആ ഒരു സോഴ്സ് പ്ലാന്റിന് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു പ്രോജനീസിലേക്ക് വൈറൽ ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ആകാതിരിക്കാൻ ഇതിൻ്റെ ഏത് പാർട്ട് യൂസ് ചെയ്യാം? അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ട് മെരിസ്റ്റമാണ്. കാരണം മെരിസ്റ്റം ഈസ് ഓഫ് കണ്ടിന്യൂസ് ഡിവിഷൻ അല്ലേ? കണ്ടിന്യൂസ് ഡിവിഷനിലാണ്. അപ്പോൾ ഈ ഒരു വൈറസ് ആ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ദ സെൽ ഈസ് ബിസി വിത്ത് ഇറ്റ്സ് ഡിവിഷൻ. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അടുത്തടുത്ത സൈക്കിൾ ഓഫ് ഡിവിഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈറസിന് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ വൈറൽ ഇൻഫെക്ഷൻ കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസായ മെരിസ്റ്റത്തിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ആ മെരിസ്റ്റത്തിൽ നമ്മൾ കൾച്ചർ ചെയ്ത് അതിൽ നിന്ന് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്താൽ ആ പ്ലാന്റ്സിൽ ഈ പേരൻറ്റ് പ്ലാന്റിൽ ഉണ്ടായിരുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നമുക്ക് കിട്ടും. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ മെരിസ്റ്റം കൾച്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് മാച്ച്. അപ്പോൾ ഒന്ന് നോക്കിക്കേ എല്ലാം കിട്ടിയോ എന്ന്. ഗോൾഡൻ റൈസ് A with 2, then B with 1, then C with 4 and D with 3.
യെസ്. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 4 ആണ്. A2, B1, C4 ആൻഡ് D3. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം അല്ലേ, ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്? ബയോടെക്നോളജി എന്നുള്ളതാണ്. ബയോടെക്നോളജി 1ലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കർ, എക്സോന്യൂക്ലിയേസസ്, എഥീഡിയം ബ്രോമൈഡ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ദ ഒറേ സൈറ്റ് വിത്ത് റെപ്ലിക്കേഷൻ ബിഗിൻസ് അല്ലേ. അപ്പോൾ ഒറേ സൈറ്റ് നമുക്ക് ഏത് മാച്ച് ചെയ്യാം ഇതിൽ? ദറ്റ് കൺട്രോൾ ദ കോപ്പി നമ്പർ. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാസ്മിഡിന് എത്രത്തോളം കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാം, ദറ്റ് ഇസ് അപ് ടു ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറേ സൈറ്റ് ആണ് വിച്ച് ഇസ് കൺട്രോളിങ് ദ കോപ്പി നമ്പർ വിത്ത് റെപ്ലിക്കേഷൻ ബിഗിൻസ്. അപ്പോൾ അതുകൊണ്ട് എ ക്യാൻ മാച്ച് വിത്ത് 3. നെക്സ്റ്റ് ഈസ് സെലക്റ്റബിൾ മാർക്കർ. അപ്പോൾ നമ്മൾ PBr 322 അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വെക്ടറാണ്, പ്ലാസ്മിഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്ലാസ്മിഡിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സെലക്റ്റബിൾ മാർക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളെ ആസ് എ സെലക്റ്റബിൾ മാർക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. എന്താണ് സെലക്റ്റബിൾ മാർക്കേഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്? അതായത് സെലക്റ്റബിൾ മാർക്കർ ഇസ് യൂസിങ് ഫോർ ഐഡൻറ്റിഫൈങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമെൻസ് ഫ്രം ട്രാൻസ്ഫോർമെൻസ്. അപ്പം നോൺ ട്രാൻസ്ഫോർമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ എലിമിനേറ്റ് ചെയ്യാനുമായിട്ടാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം സെലക്റ്റബിൾ മാർക്കേഴ്സിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് കഴിയുമ്പോൾ അതിന് ഇൻസർഷൻ ആക്ടിവേഷൻ നടക്കുന്നു. അതുവഴി നമുക്ക് റീകോംബിനൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ദ ബി ഓപ്ഷൻ സെലക്റ്റബിൾ മാർക്കർ ക്യാൻ ബി മാച്ച് വിത്ത് ഓപ്ഷൻ 4. Exonucleases. What is exonucleases? That remove nucleotides from the ends of DNA. DNAയുടെ എൻസിൽ നിന്നും ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എൻസൈമുകളാണ് എക്സോന്യൂക്ലിയേസസ്. അതുപോലെ എൻഡോന്യൂക്ലിയേസസ് ഉണ്ട് അല്ലേ. എൻഡോന്യൂക്ലിയേസസ് എന്തായിരിക്കും? നമ്മുടെ DNA ഇൻസൈഡ് അല്ലേ, DNAക്കുള്ളിൽ ഇൻസൈഡ് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എൻഡോന്യൂക്ലിയേസസ്. ബ്ലെൻഡ് എൻഡ്, സ്റ്റാഗേർഡ് എൻഡ് കട്ടിങ്സ് ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻസൈഡ് കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുക. ആ ഒരു എൻസിൽ നിന്നും റിമൂവ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യുന്ന എൻസൈമുകളെയാണ് എക്സോന്യൂക്ലിയസസ് എന്നും പറയുക. ആൻഡ് ഡി, ദറ്റ് ഇസ് എഥീഡിയം ബ്രോമൈഡ്. ഓക്കെ, എഥീഡിയം ബ്രോമൈഡ്. എഥീഡിയം ബ്രോമൈഡ് എന്താണ്? ഫ്ലൂറസെന്റ് ഡൈ ആണ് അല്ലേ, ഫോർ സ്റ്റെയിനിങ്. അപ്പോൾ നമുക്കറിയാം ജെൽ ഇലക്ട്രോഫോറസിസിൽ, അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ DNA ബാൻഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും അല്ലേ. DNAയുടെ സെപ്പറേഷനാണ്, സൈസ് വൈസ് ഉള്ള സെപ്പറേഷനാണ് നടക്കുക. അങ്ങനെ സൈസ് വൈസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഒബ്സർവ് ചെയ്യണ്ടേ ഈ DNA ബാൻഡ്സിനെ. അപ്പോൾ നമുക്ക് UV റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഈ ഫ്ലൂറസെൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ബാൻഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി സ്റ്റെയിൻ ചെയ്യുന്നതാണ് ബൈ യൂസിങ് എഥീഡിയം ബ്രോമൈഡ്. സോ ഹിയർ ദ D ക്യാൻ ബി മാച്ച് വിത്ത് യെസ് ഓപ്ഷൻ 1 ജെൽ ഇലക്ട്രോഫോറസിസ്. യെസ്, അപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് പോകാം. നമുക്ക് A ക്യാൻ മാച്ച് വിത്ത് 3, ദെൻ B വിത്ത് 4, C with 2 and D with 1. Option 4 is the correct answer. So next question, a population which has equal number of individuals in pre-reproductive age group and reproductive age group means that. അപ്പോൾ ഇത് ചോദിക്കുന്നത് എന്തിനെ പറ്റിയാണ്? നമുക്കറിയാം അല്ലേ, ഏജ് പിരമിഡ്സ് ഉണ്ട്. ഏജ് പിരമിഡ്സിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2 ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രീ റീപ്രൊഡക്റ്റീവും ദെൻ റീപ്രൊഡക്റ്റീവും. പ്രീ റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവും ഈക്വൽ നമ്പറിലാണെങ്കിൽ ദാറ്റ് ഈസ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ. പ്രീ റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവിൻ്റെ നമ്പർ സെയിം ആണെങ്കിൽ അതൊരു സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. എന്നാൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് വളരെ കൂടുതലും എന്നാൽ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് അത്ര ഇല്ല, അതിലും കുറവാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ എന്താണ് പറയുന്നത്? ഗ്രോയിങ് എക്സ്പാൻഡിങ് പോപ്പുലേഷനാണ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് വളരെ കുറവാണ്, അതായത് റീപ്രൊഡക്റ്റീവിനേക്കാൾ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഡിക്ലൈനിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ്സ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are features unique to kingdom fungi? Question ശ്രദ്ധിച്ചോണം. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫീച്ചേഴ്സ് യുണീക്ക് ടു കിങ്ഡം ഫംഗൈ. ഓക്കെ, കിങ്ഡം ഫംഗൈക്കുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? നല്ല ക്വസ്റ്റ്യൻ. അതിന് യുണീക്ക് ആയിട്ടുള്ളത് എന്താണ്? അപ്പോൾ ചിലപ്പോൾ കിങ്ഡം ഫംഗിയിലും മറ്റ് കിങ്ഡംസിലും ഒക്കെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ടാവാം, അതല്ല സെലക്ട് ചെയ്യേണ്ടത്. യുണീക്ക് ഫീച്ചർ ഫസ്റ്റ് വൺ, ന്യൂക്ലിയർ എൻവലപ്പ്. നമുക്കറിയാലോ പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഒരു കിങ്ഡം മൊണീറ മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കി എല്ലാത്തിലും ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് 4 കിങ്ഡത്തിലും ഉണ്ട്. അപ്പോൾ അത് കിങ്ഡം ഫംഗയുടെ ഒരു യുണീക്ക് ഫീച്ചർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് A സെലക്ട് ചെയ്യാൻ പറ്റില്ല. സെല്ലുലോസിക് സെൽ വോൾസ്, അങ്ങനെ ഒരു ഫീച്ചറേ ഫംഗസിനില്ല അല്ലേ. കൈറ്റിനേഷ്യസ് സെൽ വോൾ ആണ്. ഇപ്പോൾ സെല്ലുലോസിക് സെൽ വോൾ ആ ഗ്രൂപ്പ് പ്ലാന്റയിലേക്ക് പോവുകയാണ്. സോ അതുകൊണ്ട് ബിയും തെറ്റാണ്.
കൈറ്റിനസ് സെൽ വോൾസ് അല്ലേ, കൈറ്റിനാണ് സെൽ വോൾ കമ്പോണൻറ്റ് ഫംഗസിൻ്റെ. അത് ഫംഗസിൻ്റെ സെൽ വോളിൻ്റെ മാത്രം കമ്പോണൻ്റ് ആണ് കേട്ടോ, കൈറ്റിൻ്റെ പ്രസൻസ്. അപ്പോൾ അതുകൊണ്ട് കൈറ്റിനേഷ്യസ് സെൽ വോൾ എന്നുള്ളത് കറക്റ്റാണ്. റിഗാർഡിങ് കറക്റ്റ് എന്ന് മാത്രമല്ല യുണീക്ക് ഫീച്ചർ ഓഫ് ഫംഗസ് തന്നെയാണ് കേട്ടോ. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഞാൻ പറഞ്ഞു, യൂക്യാരിയോട്സിൻ്റെ ഒക്കെ ഫീച്ചറാണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അപ്പോൾ ആ ഒരു നമുക്കറിയാം യൂക്യാരിയോട്ടിക് കിങ്ഡത്തിലെല്ലാം അതൊരു ഫീച്ചറാണ്. സോ അത് ഒരു യുണീക്ക് ഫീച്ചർ അല്ല. അപ്പോൾ ഡി തെറ്റാണ്. അപ്പോൾ യുണീക്ക് ഫീച്ചർ ഏത് മാത്രമാണ്? ഓപ്ഷൻ സി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 സി ഒൺലി. ഓക്കെ മക്കളെ, നിങ്ങൾ മിസ്സിൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാം. Then moving to the next question, sequence the following steps involved in the decomposition process. Okay, അപ്പോൾ ഡീകമ്പോസിഷൻ നമ്മുടെ എക്കോസിസ്റ്റം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡീകമ്പോസിഷന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 5 സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, മിനറലൈസേഷൻ, ലീച്ചിങ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഡീകമ്പോസിഷൻ ബിഗിൻ ചെയ്യുന്നത് ആ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ആക്കി മാറ്റുകയാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. അങ്ങനെ സിംപ്ലറായിട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു സംശയമില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. കമ്മിങ് ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അത് ലീച്ചിങ് ആൻഡ് കാറ്റബോളിസം ആണ്. ഇത് സൈമൾട്ടേനിയസ്ലി നടക്കുന്ന പ്രോസസ്സാണ്. ലീച്ചിങ് ആൻഡ് കാറ്റബോളിസം എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ്ലി നടക്കും. അപ്പോൾ അതുകൊണ്ട് അത് സെക്കൻഡ് കാറ്റബോളിസം എന്ന തേർഡ് ലീച്ചിങ് ആണെങ്കിലും സെക്കൻഡ് ലീച്ചിങ് എന്ന തേർഡ് കാറ്റബോളിസം ആണെങ്കിലും ബോത്ത് ആർ കറക്റ്റ് കേട്ടോ. അപ്പോൾ അത് സൈമൾട്ടേനിയസ്ലി ഒക്കറിങ് ആണ് ആ ഫേസസ്. സോ നമുക്കിവിടെ ലീച്ചിങ് എന്ന ഫേസസിനെ സെക്കൻഡ് ഫേസ് ആക്കാം. അതുപോലെ തന്നെ തേർഡ് വൺ ഇസ് കാറ്റബോളിസം. അപ്പോൾ വാട്ടർ സോലബിൾ ആയിട്ടുള്ളത് ആ ഒരു അപ്പർ ഹൊറൈസോണിലും താഴേക്ക് റിമൂവ് ആകുന്ന പ്രോസസ്സാണ് ലീച്ചിങ്. കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് ടു ഇൻഓർഗാനിക് കൺവേർഷൻ ബൈ ഫംഗൽ ബാക്ടീരിയൽ എൻസൈംസ്. ദറ്റ് ഈസ് ഓപ്ഷൻ 3. ദെൻ ഫോർത്ത് വൺ, സപ്പോസ് ഇതൊരു വെരി സ്ലോ ഡികമ്പോസിഷൻ അണ്ടർഗോ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഹ്യൂമസിൻ്റെ ഫോർമേഷൻ നടക്കും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹ്യൂമിഫിക്കേഷൻ. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ സ്ലോ ഡികമ്പോസിഷൻ അണ്ടർഗോ ചെയ്താലും അവിടെയും ഒരു അറ്റ് ലാസ്റ്റ് അതിൻ്റെ എൻഡിൽ അല്ലേ ഒരു ഓർഗാനിക് ടു ഇൻഓർഗാനിക് കൺവേർഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരിക്കലും ഡികമ്പോസ് ചെയ്യില്ല എന്നല്ല, ബട്ട് സ്ലോ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫൈനൽ കൺവേർഷൻ അല്ലേ ഹ്യൂമസിൻ്റെ ഫൈനൽ ബ്രേക്ക് ഡൗൺ ടു ഇൻഓർഗാനിക്, അതിനെയാണ് മിനറലൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റെപ്പുകളും കിട്ടി. സോ ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ, നമുക്ക് ഓരോന്നിനും കോഡുകൾ കൂടെ കൊടുക്കാം. ഫ്രാഗ്മെൻറ്റേഷൻ ഈസ് സി. ദെൻ സെക്കൻഡ് വൺ ലീച്ചിങ് ഈസ് ഇ. Then coming to catabolism, that is A. Then coming to humification, B. Then again mineralization, D. So C, E, A, B, D. That is answer. Yes, option 4. Option 4 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. യെസ്, അപ്പോൾ എല്ലാവർക്കും കിട്ടി, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാസൻറ്റേഷൻസ് ആണ് തന്നിട്ടുള്ളത്, എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആൻസർ ചൂസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ആക്സിയൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്നാണ് തോന്നുന്നത്? ഏതാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ? ദറ്റ് ഈസ് ലെമൺ. ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സെപ്റ്റം ഉണ്ട്, പല ലോക്യൂളുകളായി സ്പ്ലിറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ബൈ ലെമൺ, ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ദെൻ പാരിയറ്റൽ പ്ലാസൻറ്റേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പാരിയറ്റൽ പ്ലാസൻറ്റേഷൻ്റെ കേസിൽ ആ ഒരു ഓവറിയുടെ വാളിൽ നിന്നാണ് പ്ലാസൻറ്റേഷൻ നടക്കുക. അപ്പോൾ അവിടെ നിന്നാണ് ഓവ്യൂൾസ് വരിക. പക്ഷെ അവിടെ ചിലപ്പോൾ ഒരു ഫോൾസ് സെപ്റ്റം വരാം. ഫോൾസ് സെപ്റ്റം വന്നാൽ അവിടെ പാർട്ടീഷൻസ് അവിടെ വീണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോബുകളായിട്ട് അത് നമുക്ക് 2 സെക്ഷൻസ് ആയിട്ട് അത് മാറാം. അപ്പോൾ അതുകൊണ്ട് പാരിയറ്റലിൻ്റെ എക്സാമ്പിളാണ് മസ്റ്റാർഡ് കേട്ടോ. യെസ്. ദെൻ ബേസൽ പ്ലാസൻറ്റേഷൻ്റെ എക്സാമ്പിളാണ് സൺഫ്ലവർ വരുന്നത്. ദെൻ ഫ്രീ സെൻട്രൽ, ദാറ്റ് ഈസ് പ്രൈം റോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് വരുന്നത്? A with 2, B with 1, then C with 3, C with 3, then D with 4. അപ്പോൾ ആൻസർ ഏതാണ് വരിക? യെസ്, ഓപ്ഷൻ 3 ആണ് കേട്ടോ. യെസ്, ഓപ്ഷൻ 3 ആണ് അല്ലേ. A 2 ആണ്, B 1 ആണ്, C 4 ആണ്, D 3 ആണ്. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ മൂവിങ് ടു next question. All the following statements hold true for dicotyledonous stem except. ഓക്കെ, അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഫീച്ചർ അല്ലാത്തത് എക്സെപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ഫീച്ചർ അല്ലാത്തത് അപ്പോൾ നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ, ദ സെൽസ് ഓഫ് ദി എൻഡോഡെർമിസ് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ്. അത് ഡൈക്കോട്ടിൻ്റെ ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്, ഇത് ഡൈക്കോട്ടിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഡൈക്കോട്ടിൻ്റെ എൻഡോഡെർമിസിൽ അങ്ങനെ സ്റ്റാർച്ച് ഗ്രെയിൻ സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മോണോക്കോട്ടിന് അങ്ങനെ എൻഡോഡെർമിസ് ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ ആൻസർ അല്ല, അത് ഡൈക്കോട്ടിൻ്റെ ഫീച്ചറാണ്. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ് വിത്തിൻ ദ വാസ്കുലർ ബണ്ടിൽസ്. ദാറ്റ് ഇസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് മോണോക്കോട്ട് സ്റ്റെപ്പ് കേട്ടോ. മോണോക്കോട്ടിൻ്റെ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ എൻലാർജിലൊക്കെ കറക്റ്റായിട്ട് ആ വാസ്കുലർ ബണ്ടിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ വാട്ടർ ക്യാവിറ്റീസ് കാണിച്ചിട്ടുള്ളത് കാണാൻ പറ്റും കേട്ടോ. വാട്ടർ ക്യാവിറ്റീസ് എൻലാർജ് ആയിട്ടുള്ള വാട്ടർ ക്യാവിറ്റീസ് ഈ വാസ്കുലർ ബണ്ടിനോട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ 2 ആണ് ഡൈക്കോട്ടിൻ്റെ ഫീച്ചർ അല്ലാത്തതിൽ. ഡൈക്കോട്ട് റിഗാർഡിംഗ് ആയിട്ട് ട്രൂ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് 2 ആണ്. ദെൻ മെഡുലറി റേസ് ആർ പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽസ്. അത് ശരിയാണ്. ഇൻ ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽസ് ദെയർ ഈസ് പ്രസൻസ് ഓഫ് മെഡുലറീസ്. ഡൈക്കോട്ടിൻ്റെ ഫീച്ചറാണ്. ദെൻ റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. നമുക്കറിയാം അല്ലേ, റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഒരു പ്രൊമിനൻറ്റ് ഫീച്ചറാണ് ഡൈക്കോട്ടിൻ്റെ. നമ്മൾ സ്കാറ്റേർഡ് ആണെന്ന് കാണുവാണെങ്കിൽ മോണോക്കോട്ട് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ. സോ ഓപ്ഷൻ 2 ആണ് ഇതിൽ മോണോക്കോട്ടിൻ്റെ ഫീച്ചർ. ഡൈക്കോട്ടിൻ്റെ ഫീച്ചേഴ്സ് ബാക്കി 3 ഡൈക്കോട്ടിൻ്റെ ഫീച്ചേഴ്സാണ്. Then next question, identify the incorrect statement from the following. ATP is not formed during photorespiration. Okay. Then ATP formation photorespiration സമയത്ത് നടക്കുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫോട്ടോ റെസ്പിറേഷനിൽ ATPയുടെ ഫോർമേഷൻ ഇല്ല. അപ്പോൾ ഒരു വാക്യം ചോദിച്ചു വിട്ടെ, എന്താണ് ഈ ഫോട്ടോ റെസ്പിറേഷൻ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ആ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ബൈപ്പാസിങ് മെക്കാനിസം ആണ് അല്ലേ. അപ്പോൾ ബൈപ്പാസിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ അപ്പോൾ സബ്സ്ട്രേറ്റ് ആയിട്ട് വരുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജനേഷൻ ഫംഗ്ഷൻ ഓഫ് റുബിസ്കോ ആണ് സംഭവിക്കുക. അപ്പോൾ RUBPയിലേക്ക് ഓക്സിജൻ അഡീഷനാണ് നടക്കുക, ഓക്സിജനേഷനാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ഫോസ്ഫോഗ്ലിസറേറ്റ് ഒരു ഫോസ്ഫോഗ്ലൈക്കുലേറ്റുമാണ്. പിന്നീട് ആ ഒരു ഫോസ്ഫോഗ്ലൈക്കുലേറ്റിനെ വീണ്ടും ഒരു ഫോസ്ഫോഗ്ലിസറേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ലോങ് tedious സ്റ്റെപ്പാണ്. ആ പ്രോസസ്സിൽ 2 ഫോസ്ഫോഗ്ലൈക്കുലേറ്റുകൾ ഉണ്ടെങ്കിലാണ് അതിനെ ഒരു ഫോസ്ഫോഗ്ലിസറേറ്റ് ആക്കി മാറ്റാൻ പറ്റുക. കാർബൺ ഡൈ ഓക്സൈഡ് ലോസ് ആവുന്നുണ്ട്, അതുപോലെ ATP യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. പക്ഷേ ഫോർമേഷൻ ഓഫ് ATP ഇല്ല. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, C4 പാത്വേ ഓഫ് ഫോട്ടോസിന്തറ്റിക് CO2 ഫിക്സേഷൻ ഈസ് ഓൾസോ നോൺ എസ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ശരിയാണ്. C4 പാത്വേ, C4 സൈക്കിളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. അപ്പോൾ അത് കറക്റ്റാണ്. Then third one, NADPH is formed during photorespiration. ഫോം ചെയ്യുന്നുണ്ടോ NADPH? ഇല്ല, അങ്ങനെ ഒരു ഫോർമേഷൻ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ NADPH എന്ന് പറയുന്നത് എപ്പോഴാണ് ഫോം ചെയ്യുക? ലൈറ്റ് റിയാക്ഷനിലാണ് ഫോം ചെയ്യുക, ലൈറ്റ് ഫേസിലാണ് ഫോം ചെയ്യുക ATP NADPH ഒക്കെ. അപ്പോൾ അതിൻ്റെ യൂട്ടിലൈസേഷനാണ് ശരിക്കും പറഞ്ഞാൽ കാൽവിൻ സൈക്കിളിൽ നടക്കുന്നത്. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ് കാൽവിൻ സൈക്കിളിനെ ബൈപ്പാസ് ചെയ്തേക്കാണ്. അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കുറവ് കൊണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷനെ നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ATP പ്രൊഡക്ഷനോ NADPH പ്രൊഡക്ഷനോ ഫോട്ടോ റെസ്പിറേഷൻ്റെ പാർട്ടല്ല. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ഇൻ C4 പ്ലാന്റ്സ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് PEP ആക്ട്സ് as പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഓക്കെ. അപ്പോൾ C4 പ്ലാന്റ്സിൽ PEP ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. അത് ശരിയാണ്. കാരണം നമുക്കറിയാലോ മീസോഫിൽ സെല്ലിലാണ് PEPയിലേക്ക് കാർബോക്സിലേഷൻ നടക്കുന്നത്. എൻസൈമിൻ്റെ പേര് ഓർമ്മയുണ്ടോ? പെപ്കേസ് ആണ് കേട്ടോ. യെസ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 കേട്ടോ. അത് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി 3ഉം കറക്റ്റ് റിഗാർഡിങ് ഫോട്ടോസിന്തസിസ് ഫോട്ടോ റെസ്പിറേഷൻ ആണ് കേട്ടോ. Then given below are 2 statements. Statement 1, the ovary in hypogynous flowers is said to be superior. ശരിയാണോ? ശരിയാണ് അല്ലേ. ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൽ ദ പൊസിഷൻ ഓഫ് ഓവറി സുപ്പീരിയർ. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പെരിഗൈനസ് ആണെങ്കിൽ എന്ത് പറയും? ഓക്കെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഓവറി ഇൻ പെരിഗൈനസ് ഫ്ലവേഴ്സ് ഇസ് സെഡ് ടു ബി ഹാഫ് ഇൻഫീരിയർ അല്ലേ. അപ്പോൾ നമ്മൾ പറയും ഇൻഫീരിയർ ഓവറി എന്ന് പറയും അല്ലേ. അപ്പോൾ എപ്പിഗൈനസ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇൻഫീരിയർ ഓവറി എന്ന് പറയും. അപ്പോൾ ഓവറിയുടെ പൊസിഷന് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഹൈപ്പോഗൈനസ് ഇത് സുപ്പീരിയർ, എപ്പിഗൈനസ് ഇസ് ഇൻഫീരിയർ അല്ലേ, പെരിഗൈനസ് ഇസ് ഹാഫ് ഇൻഫീരിയർ. യെസ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റ് ആണ് കേട്ടോ. ഓവറി ഇൻ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് സെഡ് ടു ബി സുപ്പീരിയർ ശരിയാണ്. അപ്പം ഓവറിയുടെ താഴെ നിന്നാണ്, ബിലോ ഓവറി നിന്നാണ് ഈ വേർഡ്സ് ഒക്കെ അറൈസ് ചെയ്യുന്നത്. ദെൻ ഓവറി ഇൻ പെരിഗൈനസ് ഫ്ലവേഴ്സ് സെഡ് ടു ബി ഹാഫ് ഇൻഫീരിയർ. ദാറ്റ് ഇസ് ഓൾസോ റൈറ്റ്. സോ ദ ആൻസർ ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 3. So next question, choose the incorrect statement from the following with respect to dicot leaf. Mesophil is made up of parenchyma. Okay, mesophil is made up of parenchyma. ശരിയാണോ?
തീർച്ചയായിട്ടും അതെ കേട്ടോ. അപ്പോൾ നമുക്ക് പാരൻകൈമ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ പാക്കിംഗ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നതാണ്. അപ്പോൾ എപ്പിഡെർമിസ് മോഡിഫൈഡ് പാരൻകൈമയാണ്, മീസോഫിൽ പാരൻകൈമയാണ്, അതുപോലെ കോർട്ടെക്സിൽ, പിത്തിൽ, പെരിസൈക്കിളിലൊക്കെ പാരൻകൈമ പ്രസൻ്റ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ അത് കറക്റ്റാണ്. സെക്കൻഡ് വൺ, മീസോഫിൽ ഹാസ് 2 types of cells, the palisade parenchyma and spongy parenchyma. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം ഡൈക്കോട്ടിൽ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത് പാലിസൈഡ് പാരൻകൈമയും സ്പോഞ്ചി പാരൻകൈമയും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മീസോഫിൽ ഡൈമോർഫിസം അവിടെ ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് മീസോഫിൽ സെല്ലുകളുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. തേർഡ് വൺ, ദ അബാക്സിലി പ്ലേസ്ഡ് പാലിസൈഡ് പാരൻകൈമ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അതാണ് ആൻസർ. ഇൻകറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? അബാക്സിയൽ അല്ല, പിന്നെ എന്താണ്? അഡാക്സിയൽ ആണ്. അബാക്സിയലും അഡാക്സിയലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അഡാക്സിയൽ മീൻസ് ദ ഡോർസൽ സർഫസ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഡൈക്കോട്ട് ലീഫ് എന്ന് പറഞ്ഞാൽ ഡോർസി വെൻട്രൽ ലീഫാണ്. അപ്പോൾ അത് ഡോർസൽ വെൻട്രൽ സർഫസുകളുണ്ട്. ആ ഡോർസൽ സർഫസിനെയാണ് അഡാക്സിയൽ സർഫസ് എന്ന് പറയുക. ആ അപ്പർ എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ടാണ് പാലിസൈഡ് സെൽസ് വരുന്നത്. എലോങ്ങേറ്റഡ് ആണ്, മീസോഫിലിൻ്റെ ഒരു ടൈപ്പാണ്, പക്ഷേ അപ്പർ എപ്പിഡെർമിസിന് താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അഡാക്സിയൽ സർഫസ് ആണ്. അപ്പോൾ അബാക്സിയൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അബാക്സിയൽ എന്ന് പറഞ്ഞാൽ വെൻട്രൽ സർഫസ് ആണ് കേട്ടോ. ദെൻ ഫോർത്ത് വൺ, സ്പോഞ്ചി പാരൻകൈമ സെൽസ് ആർ ഓവൽ ഓർ റൗണ്ട്. അത് ശരിയാണ്. സ്പോഞ്ചി പാരൻകൈമ സെൽസിൻ്റെ ഷേപ്പ് ഓവലോ റൗണ്ട് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. നമുക്ക് ഈ അഡാക്സിയൽ ഓർത്തിരിക്കുന്ന ഒരു വഴിയുണ്ട് കേട്ടോ. ഡി, ഡോഴ്സൽ, അഡാക്സിയൽ അല്ലെ, ബോത്ത് ആർ ഹാവിങ് ഡി. അപ്പോൾ അഡാക്സിയൽ ഡി വരുന്ന ടേം ഡോഴ്സലിൻ്റെതാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ. The mango trees cannot grow in temperate countries like Canada and Germany. നമുക്ക് ഓർഗാനിസം പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആദ്യത്തെ ഇനിഷ്യൽ പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അസേർഷനിൽ? കാരണം മാംഗോ ട്രീസ് എന്ന് പറയുമ്പോൾ അത് ഹൈ ടെമ്പറേച്ചർ റിക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ആണ് അതിന് സ്യൂട്ടബിൾ. ട്രോപ്പിക്കൽ റീജിയനിലാണ് അത് മാക്സിമം ഫ്ലറിഷ് ചെയ്യുക. അപ്പോൾ ടെമ്പറേറ്റ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അവിടെ ലോ ടെമ്പറേച്ചർ റീജിയൻസ് ആണ്. അപ്പോൾ ടെമ്പറേറ്റ് കൺട്രീസിൽ ആ ടെമ്പറേച്ചർ അല്ല അവർ റിക്വയർ ചെയ്യുന്നത്. അവർ മാക്സിമം ഫ്ലറിഷിങ് ഇൻ ഹൈ ടെമ്പറേച്ചേഴ്സ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റീസൺ, ട്യൂണ ഫിഷ് ആർ അബണ്ടൻ്റ്ലി ഫൗണ്ട് ബിയോണ്ട് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ ഓഷ്യൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതെന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്യൂണ ഫിഷ് ആർ അബണ്ടൻ്റ്ലി സീൻ ബിയോണ്ട് ദ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് ഓഷ്യൻ എന്നാണ്. അപ്പോൾ അബണ്ടൻ്റ്ലി അങ്ങനെ ആ ഒരു ട്രോപ്പിക്കൽ ബിയോണ്ട് റീജിയൻസിൽ കാണും എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അത് കൂടുതലും കാണുന്നത് എവിടെയാണ്? കൂടുതലും കാണുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതലും കാണുന്നത്. ബിയോണ്ട് ദാറ്റ് അതിൻ്റെ പ്രസൻസ് റെയർ ആയിരിക്കും. അത് അബണ്ടൻ്റ് ആണെന്നല്ല, ടെക്സ്റ്റിലെ എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ അബണ്ടൻ്റ് എന്നുള്ളതല്ല വരുന്നത്, പിന്നെ എന്താണ്? റെയർ ആണ്. അപ്പോൾ ട്യൂണ ഫിഷ് ആർ റെയർലി ഫൗണ്ട് ബിയോണ്ട് ദ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ ഓഷ്യൻ എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും സെക്കൻഡ് ഇൻകറക്റ്റും ആണ്. അപ്പോൾ അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ 1, അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. Next question, identify the incorrect statements with respect to symmetry in flowers. Okay, അപ്പോൾ symmetry in flowers regarding ആയിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലവേഴ്സ് ഓഫ് ഗുൽമോഹർ ആർ സൈഗോമോർഫിക്. അപ്പോൾ ഗുൽമോഹർ ഫ്ലവർ സൈഗോമോർഫിക് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അതായത് ബൈലാറ്ററൽ സിമെട്രി ആണ് കാണിക്കുക. കറക്റ്റ്. ഫ്ലവേഴ്സ് ഓഫ് കാസിയ ആർ ആക്ടിനോമോർഫിക്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് തെറ്റാണ്. വൈ ഇറ്റ് ഈസ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ, കാസിയ എന്ന് പറഞ്ഞത് ശരിക്കും സൈഗോമോർഫിക് ആണ് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രി ആണ്. നമുക്ക് ഒരു പ്ലെയിനിൽ ഈക്വൽ ഹാഫ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബി ഓപ്ഷൻ തെറ്റാണ്. ഇനി ഫ്ലവേഴ്സ് ഓഫ് ചില്ലി ആർ സൈഗോമോർഫിക്. അത് ശരിയാണോ? അല്ല, അതും ഇൻകറക്റ്റ് ആണ്. ചില്ലിയുടെ ഫ്ലവർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആക്ടിനോമോർഫിക് ആണ് എന്ന് പറഞ്ഞാൽ റേഡിയലി സിമെട്രിക്കലാണ്. ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഫ്ലവേഴ്സ് ഓഫ് ചില്ലി ആർ സൈഗോമോർഫിക് എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ ഫ്ലവേഴ്സ് ഓഫ് മസ്റ്റാർഡ് ആർ ആക്ടിനോമോർഫിക്. അത് ശരിയാണ്. മസ്റ്റാർഡിൻ്റെ ഫ്ലവേഴ്സ് ആക്ടിനോമോർഫിക് ആണ് കേട്ടോ. യെസ്, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ റേഡിയലി സിമെട്രിക്കലാണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ബി ആൻഡ് സി. ഓക്കെ, എയും ഡിയും കറക്റ്റ് ആണ്, ബിയും സിയും ആണ് ഇൻകറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ 2 statements. Statement 1, there is no increase in the amount of DNA during the interphase of the സെൽ സൈക്കിൾ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ?
ഇന്റർഫേസിൽ ദ എമൗണ്ട് ഓഫ് DNA ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു സെല്ലാണെങ്കിൽ G1 DNA കണ്ടന്റ് 2C ആണെങ്കിൽ അത് S എത്തുമ്പോൾ എത്രയാകുന്നുണ്ട്? 4C എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർഫേസ് തീരുന്നതിന് മുൻപ് തന്നെ DNA കണ്ടന്റ് ഡബിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പറയും ക്രോമസോം നമ്പർ റിമൈൻ സെയിം എന്ന് പറയും. കാരണം സെൻട്രോമിയർ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ റിമൈൻ സെയിം, DNA കണ്ടന്റ് ഗെറ്റ് ഡബിൾസ്. സോ ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് DNA ഡ്യൂറിങ് ഇന്റർഫേസ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2, ഇൻ ദ G2 phase proteins for preparation of mitosis are synthesized. ഓക്കെ, അതായത് G2 ഫേസിൽ മൈറ്റോസിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും? നല്ലൊരു എക്സാമ്പിൾ ഉണ്ട് G2 ഫേസിൽ, ദ പ്രൊഡക്ഷൻ ഓഫ് ട്യൂബുലിൻ പ്രോട്ടീൻ അല്ലേ. അതായത് മൈക്രോട്യൂബ്യൂൾസിന്റെ കമ്പോണന്റ് ആയ ട്യൂബുലിൻ പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷൻ G2 നടക്കും. ഇനി എം ഫേസ് മൈറ്റോട്ടിക് ഡിവിഷന്റെ സമയത്ത് ആ ഒരു കാരിയോകൈനസിസിൽ ഈ ഒരു മൈക്രോട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ വരുന്നില്ലേ, സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഫോമിൽ ക്രോമസോമിൽ അറ്റാച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ഒക്കെ എവിടെ നടക്കുന്നുണ്ട്? G2. തൊട്ട് മുൻപിലത്തെ സ്റ്റേജിൽ അതിന് ശേഷമുള്ള ഇവന്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പ്രോട്ടീൻസ് നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റുമാണ്. സോ യു കെൻ ഗോ ഫോർ ദ ആൻസർ ഓപ്ഷൻ 2. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദെൻ സെൻട്രിയോൾ, ഗോൾജി കോംപ്ലക്സ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് മാച്ച് ചെയ്യാം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ SCR എന്താണ്? ഫംഗ്ഷൻ ഇൻവോൾവ് ഇൻ ലിപ്പിഡ് സിന്തസിസ് അല്ലെ, ലിപ്പിഡ് സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ് ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, യെസ്. ദെൻ സെൻട്രിയോൾ ഈസ് മേഡ് അപ്പ് ഓഫ് ഇവിടെ നമ്മൾ പറയുകയാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത് സെൻട്രോസോം എന്ന ഓർഗനലിന്റെ ഒരു യൂണിറ്റിനെയാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. മേഡപ്പ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ആർ മേഡപ്പ് ഓഫ് ട്യൂബുലിൻ പ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ സെൻട്രിയോൾ ഈസ് മേഡപ്പ് ഓഫ് ട്യൂബുലിൻ പ്രോട്ടീൻ ഫൈബേഴ്സ്. ഗോൾജി കോംപ്ലക്സിനെ പറ്റി എന്ത് പറയാം? ദറ്റ് ഇസ് ഡെൻസ് റെറ്റിക്കുലാർ സ്ട്രക്ചർ നിയർ ദ ന്യൂക്ലിയസ്. ഓക്കെ, കാരണം ഈ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ബിഗിൻ ചെയ്യുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിനോട് കൂടെ തന്നെ ഒരു ഫങ്ഷണൽ കോർഡിനേഷൻ കാണിക്കുന്ന ഓർഗനലാണ് ഗോൾജി കോംപ്ലക്സ് കേട്ടോ. ഒരു റെറ്റിക്കുലം ഓഫ് ദ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. അപ്പോൾ അവിടെയും സിസ്റ്ററിനെ ട്യൂബ്യൂൾ വെസിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് മാച്ച് നോക്കാം. A can match with 4, B with 2, C with 3, yes, and D with 1. Yes, അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 4 ആണ് കേട്ടോ. A4, B2, C3, then D1. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. യെസ്, the biosynthetic phase of photosynthesis, the carbon dioxide acceptor in C3 plants is. ഓക്കെ, അപ്പോൾ C3 പ്ലാന്റ്സിലെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഏതാണ്? ബയോസിന്തറ്റിക് ഫേസിലെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണോ, റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് RUBP ആണോ, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് PGA ആണോ, റിബുലോസ് 1,3 ബിസ്ഫോസ്ഫേറ്റ് RUBP ആണോ? അപ്പോൾ ഏതായിരിക്കും? റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് RUBP ആണ് ബയോസിന്തറ്റിക് ഫേസിലെ അക്സെപ്റ്റർ. ഓക്കെ, ബയോസിന്തറ്റിക് ഫേസിലെ അക്സെപ്റ്റർ എന്ന് പറയുന്നത് RUBP ആണ്. അപ്പോൾ RUBPയിലേക്കാണ് കാർബൺ ഡയോക്സൈഡ് അഡീഷൻ നടത്തുന്നത്. ആൻഡ് ദ നെയിം ഓഫ് ദ എൻസൈം ഈസ് റുബിസ്കോ. ഓക്കെ, അപ്പോൾ ഇത് C3 പ്ലാന്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. എന്നാൽ C4 ആയിരുന്നെങ്കിലോ? C4 ആണെങ്കിൽ PEP അതാണ് പ്രൈമറി അക്സെപ്റ്റർ ആയിട്ട് വരുന്നത്. പെപ്കേസ് ആണ് എൻസൈം, അവിടെയാണ് കാർബൺ ഡയോക്സൈഡ് അഡീഷൻ നടക്കുന്നത്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് RUBP. So next question, choose the incorrectly matched pair. Okay, അപ്പോൾ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയറിൽ ആദ്യം തന്നെ തന്നിട്ടുണ്ട് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ എക്സ്പോസ്ഡ് എന്ന്. ശരിയാണോ? ശരിയാണ് അല്ലേ. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാലേ നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ക്വസ്റ്റൻ ആണ്. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്. അതിൽ സ്റ്റിഗ്മ അതുപോലെ ആന്തറൊക്കെ എങ്ങനെയാണ്? എക്സ്പോസ്ഡ് ആണ്. സോ അത് കറക്റ്റ് മാച്ച് ആണ്. ദെൻ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് റിമൈൻ ക്ലോസ്ഡ്. അതായത് അതിൽ കൂടുതലും സെൽഫ് പോളിനേഷൻ ആണ് നടക്കുക, സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക. അപ്പോൾ അവിടെ ഒരു പോളിനേറ്റർ റിക്വയർ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ എക്സ്പോസ്ഡ് അല്ല, അതിനുള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവർ റിമൈൻസ് ക്ലോസ്ഡ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഗൈറ്റ്നോഗമി, പോളിനേഷൻ ബിറ്റ്വീൻ ദ ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിലെ ഫ്ലവേഴ്സ് തമ്മിലുള്ള ആ ഒരു പോളിനേഷനാണ് ഗൈറ്റ്നോഗമി എന്ന് പറയുന്നത്. അതും കറക്റ്റ് മാച്ച് ആണ്.
വാട്ട് അബൌട്ട് സീനോഗമി? പോളിനേഷൻ വിത്തിൻ ദ സെയിം ഫ്ലവർ. അപ്പോൾ സീനോഗമി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പോളിനേഷൻ വിത്തിൻ ദ സെയിം ഫ്ലവർ അല്ല, ക്രോസ് പോളിനേഷൻ ആണ്. അപ്പോൾ സീനോഗമിക്ക് ശരിക്കും വരേണ്ടത് ക്രോസ് പോളിനേഷൻ ആണ്. സീനോഗമിക്ക് വരുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. അപ്പോൾ ഓട്ടോഗമിയാണ്. ആ ഒരു സെൽഫ് പോളിനേഷൻ പറയുന്ന ടേം എന്താണ്? ഓട്ടോഗമി എന്ന ടേം ആണ് സെൽഫ് പോളിനേഷൻ പറയുക. ഓപ്ഷൻ 4 ആണ്. അതുകൊണ്ട് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പേര് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. Plant growth and development are under the control of both intrinsic and extrinsic factors. ശരിയാണോ? തീർച്ചയായിട്ടും അതല്ലേ. പ്ലാന്റിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഒക്കെ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. അതിൽ ഹോർമോൺസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സിനും കൺട്രോൾ ഉണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, PGR അതായത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഈസ് ദ ഓൺലി ഇൻട്രിൻസിക് ഫാക്ടർ ദറ്റ് കൺട്രോൾസ് ദ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അത് ശരിയാണോ? അല്ല. കാരണം ഇൻട്രിൻസിക് ഫാക്ടർ കാറ്റഗറിയിൽ നിന്ന് PGRസും ഉണ്ട്, അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട് അല്ലേ. ജനറ്റിക് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. നമ്മൾ എത്രയൊക്കെ എക്സ്ട്രിൻസിക് ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ സ്പീഷ്യസിൻ്റെ ആ ഒരു ക്യാരക്ടർ അൾട്ടിമേറ്റ് അതിൻ്റെ ഗ്രോത്തിൽ തീർച്ചയായിട്ടും കാണിക്കും അല്ലേ. യെസ്. അപ്പോൾ അതുകൊണ്ട് ബി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓൺലി ഇൻട്രിൻസിക് ഫാക്ടർ PGR അല്ല, അതിനൊപ്പം ജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. സൈറ്റോകൈനിൻ helps the plants to increase their absorption surface by promoting root growth and root hair formation. അപ്പോൾ എന്താണ്? സൈറ്റോകിനിൻ്റെ ഫംഗ്ഷൻ ആണോ റൂട്ട് ഗ്രോത്ത്, റൂട്ട് ഹെയർ ഫോർമേഷൻ ഒക്കെ? അല്ല. ആ ഫംഗ്ഷൻ വരുന്നത് എഥിലിൻ എന്ന ഹോർമോണിൻ്റെതാണ് കേട്ടോ. ആ ഫംഗ്ഷൻ ചെയ്യുന്ന എഥിലിൻ എന്ന ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഡി, എഥിലിൻ ഹെൽപ്സ് ഇൻ ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത് ആൻഡ് അഡ്വൻറ്റേഷ്യസ് ഷൂട്ട് ഫോർമേഷൻ. ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത് അതുപോലെ തന്നെ നമുക്കറിയാം അഡ്വൻറ്റേഷ്യസ് ഷൂട്ട് ഫോർമേഷൻ, ടിഷ്യൂ കൾച്ചറിലൊക്കെ ഉണ്ടാകുന്ന അഡ്വൻറ്റേഷ്യസ് ഷൂട്ടിൻ്റെ ഫോർമേഷൻ, ഇങ്ങനെയുള്ള ഇവൻറ്റുകളൊന്നും എഥിലിൻ്റെ ഫംഗ്ഷൻ അല്ല. പിന്നെ എന്തിൻ്റെ ഫംഗ്ഷനാണ്? സൈറ്റോകൈനിൻ്റെ ഫംഗ്ഷനാണ്. സൈറ്റോകൈനിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ. അപ്പോൾ എ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, അതും നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നതിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിതും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഗ്രൂപ്പ്സ് ഓഫ് കമ്പോണൻറ്റ്സ് ദറ്റ് ഡിസ്ക്രൈബ് ദ പോളിനേഷൻ മെക്കാനിസംസ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിലെ പോളിനേഷൻ മെക്കാനിസത്തെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് വാട്ടർ പോളിനേറ്റഡ് എന്നൊക്കെ നമുക്ക് നോക്കാം. വാലിസേറിയ, ഹൈഡ്രില്ല, സോസ്റ്ററ അല്ലേ, ഇത് 3 വാട്ടർ പോളിനേറ്റഡ് ആണ്. ഏതൊക്കെയാണ്? വാലിസ്നേറിയ, ഹൈഡ്രില്ല, സോസ്റ്റർ, ഇത് 3 വാട്ടർ പോളിനേറ്റഡ് ആണ്. വാട്ട് അബൌട്ട് വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി? അവിടെ എന്താണ്? ഇൻസെക്ട്സ് അതുപോലെ തന്നെ വിൻഡ് പോളിനേഷൻ ഒക്കെയാണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചൂസ് ചെയ്യാം. എ, ബി, ഇ ആർ വാട്ടർ പോളിനേറ്റഡ്, സി ആൻഡ് ഡി പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ് ഓഫ് വിൻഡ്. യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ 1 ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും മിസ്സിൻ്റെ ഒപ്പം പറയുന്ന ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഓപ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ നമ്മുടെ ലൈവ് കണ്ട് ട്രൈ ചെയ്യുക. ഓക്കെ. ദെൻ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. താങ്ക് യു.
ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് ഫിസിക്സിലെ ഓൾ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒരുവിധം പോർഷനൊക്കെ കംപ്ലീറ്റായി വരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ടു പ്ലെയിൻ മിറേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് 70 ഡിഗ്രി. അപ്പോൾ രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്, ദേ ആർ ഇൻക്ലൈൻഡ് അറ്റ് 70 ഡിഗ്രി ആണ്. A ray incident on one mirror at an angle theta. After reflection falls on second mirror and is reflected from there parallel to the first mirror. Then the value of theta എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ, ഇത് നിങ്ങൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാലും ഈ ടൈപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് നീറ്റിനൊക്കെ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് പ്ലെയിൻ മിറർ ഉണ്ട്, ദേ ആർ ഇൻക്ലൈൻഡ് അറ്റ് 70 ഡിഗ്രി ആണ്. A ray incident on one mirror at an angle theta. After reflection falls on second mirror and is reflected from there parallel to the first mirror. Then what is the value of theta? That is the question. Then what is the value of theta? അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പ്ലെയിൻ മിറർ എന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് പ്ലെയിൻ മിറർ ഇതാന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് പ്ലെയിൻ മിറർ ഇങ്ങനെ ഇരിക്കുവാന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഇങ്ങനെ ഇരിക്കുവാന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്ലെയിൻ മിറേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് മക്കളെ? അപ്പോൾ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്ലെയിൻ മിറേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻ മിറേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ നോക്കുവാണെങ്കിൽ ഈ രണ്ട് പ്ലെയിൻ മിറേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ ഇതിനെ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? ഇതിനെ ഫസ്റ്റ് മിററായിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് മിററിലേക്കാണ് ആര് വന്ന് വീഴുന്നത്? ലൈറ്റ് വന്ന് വീഴുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മിററിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. ലൈറ്റ് എത്ര ആംഗിളിലാണ് വന്ന് വീഴുന്നതെന്ന് ചോദിച്ചാൽ തീറ്റ ആംഗിളിലാണ് വന്ന് വീഴുന്നതെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് യൂഷ്വലി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ലൈറ്റ് വന്ന് വീഴുന്നത് എത്ര ആംഗിളിൽ എന്ന് ചോദിച്ചാൽ തീറ്റ ആംഗിളിലാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അപ്പോൾ അവിടെ തട്ടിയതിന് ശേഷം ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്ത് പോകും മക്കളെ? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആണോ? അവിടെ തട്ടിയതിന് ശേഷം ലൈറ്റ് എന്ന് പറയുന്ന റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ. ഇത് തീറ്റയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും തീറ്റ ആയി പറ്റും. ഇനി പറ, വീണ്ടും സെക്കൻഡ് മിററിൽ നിന്ന് റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ സെക്കൻഡ് മിററിൽ നിന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതിന് മുന്നേ അവിടെയും ഞാൻ എന്താ നോർമൽ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ എന്താ നോർമൽ വരയ്ക്കുന്നുണ്ട്. സോ ഇതാണ് അവിടുത്തെ നോർമൽ എന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നോർമൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെ തട്ടിയതിന് ശേഷം ദാറേ ഇങ്ങോട്ടേക്ക് പോകുന്നു. അതാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഫോൾസ് ഓൺ സെക്കൻഡ് മിറർ ആൻഡ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദെയർ പാരലൽ ടു ദ ഫസ്റ്റ് മിറർ. അവർ റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പം ആ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ഫസ്റ്റ് മിററിന് പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേ എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ റിഫ്ലക്ഷന് ശേഷം അത് ഫസ്റ്റ് മിററിന് പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ റിഫ്ലക്ഷന് ശേഷം അത് ഫസ്റ്റ് മിററിന് പാരലായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് പാരലാണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇതും എന്തായേ പറ്റത്തുള്ളൂ മക്കളെ? 70 ആയേ പറ്റുള്ളൂ മാത്തമെറ്റിക്കലി നോക്കുവാണെങ്കിൽ, അല്ലേ? അപ്പോൾ ഇതാ നോക്ക്, ഇത് 70 ആണെങ്കിൽ ഇതും എന്തായേ പറ്റത്തുള്ളൂ? 70 ആയേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? ഈ ലൈനും പാരലാണ്, അല്ലേ? സോ അപ്പോൾ ഈ ആംഗിൾ 70 ആണെങ്കിൽ ഈ ആംഗിൾ 70 ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം മൊത്തം ആംഗിൾ എന്ന് പറയുന്ന 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 20 എന്ന് പറയുന്നവർ ആണോ? അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്ന 20 എന്ന് പറയുന്നവരും. അപ്പോൾ അത് 20 ആണെങ്കിൽ ഇതും 20 ആയേ പറ്റത്തുള്ളൂ. ബിക്കോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയേ പറ്റും, അല്ലേ? ഇതാ നോക്കി, ഇതാണ് നോർമൽ എന്ന് പറയുന്നത്, ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്, ഇതാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇതും 20 ആയേ പറ്റും. അപ്പോൾ എഗെയിൻ നോക്കുവാണെങ്കിൽ ഇത് മൊത്തത്തിൽ 90 ആണ്. അപ്പോൾ ഇവിടെ 20 പോയി, ഇവിടെ 20 പോയാൽ എഗെയിൻ ഇവിടെ എത്ര വരും മക്കളെ? എഗെയിൻ ഇവിടെ 70 എന്ന് പറയുന്നവർ. അപ്പോൾ എഗെയിൻ ഇവിടെ എത്ര വരും? 70 എന്ന് പറയുന്നവരും. അപ്പോൾ ഇവിടെ 70 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. 70 + 70 എന്ന് പറയുന്ന 140 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 40 ഡിഗ്രി എന്നാണ് വരും, ആണോ? അപ്പോൾ
അപ്പോൾ 70 + 70 എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ 140 + 40 അല്ലേ, അപ്പം 180 കിട്ടണ്ടേ, ട്രയാങ്കിളിൻ്റെ സമം 180 കിട്ടണ്ടേ അല്ലേ, ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സമം 180 കിട്ടണം അല്ലേ. അപ്പോൾ 70 + 70 എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ 180 കിട്ടണമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 40 ആയിരിക്കണം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീറ്റ + 40 നോക്കുവാണെങ്കിൽ തീറ്റ + 40 നോക്കുവാണെങ്കിൽ തീറ്റ + 40 = എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? 90 ഡിഗ്രി എന്ന് കിട്ടും ആണോ. അപ്പോൾ തീറ്റ + 40 എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെ നോക്കുവാണെങ്കിൽ തീറ്റ = എത്ര ഡിഗ്രിയാണ് കിട്ടുന്നത്? 50 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ തീറ്റ = എത്ര ഡിഗ്രി എന്നാണ് കിട്ടുന്നത്? 50 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ തീറ്റ = 50 ഡിഗ്രി എന്ന് കിട്ടും. മക്കളെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കും അല്ലേ. കാര്യം ഈ മോഡൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പം കുറച്ച് പേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സാഗർ ഇലിയാസ് ജെക്കെയൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ആ ഓക്കെ, അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. മക്കളെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൽ ഇത്തിരി ലേശം ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും, പക്ഷേ ലേശം ഒരു പൊടിക്ക് ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സ്ട്രൈറ്റ് വയർ ഓഫ് കോപ്പർ ഓഫ് ലെങ്ത് 1 മീറ്റർ ക്യാരിയിങ് എ കറണ്ട് ഓഫ് 16 ആംപിയർ. ലെങ്ത് 1 മീറ്റർ ആണ്, ക്യാരിയിങ് എ കറണ്ട് ഓഫ് 16 ആംപിയറുമാണ്. അപ്പോൾ ഒരു കോപ്പർ വയറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോപ്പർ വയറുണ്ട്. അപ്പോൾ കോപ്പർ വയറിൻ്റെ ലെങ്ത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അപ്പോൾ കോപ്പർ വയറുണ്ട്, അപ്പോൾ കോപ്പർ വയറിൻ്റെ ലെങ്ത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ കോപ്പർ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇറ്റ് ഈസ് ക്യാരിയിങ് എ കറണ്ട് 16 ആംപിയർ. അപ്പോൾ ഇത് ക്യാരി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 16 ആംപിയർ ആണ്. അപ്പോൾ ആ കോപ്പർ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 16 ആംപിയർ ആണ്. അവൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഈ രണ്ട് ഡേറ്റ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ കേട്ടോ. ഈ രണ്ട് ഡേറ്റ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ മൊമെൻറ്റം ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ മൊമെൻറ്റം ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ മൊമെൻറ്റത്തിലേക്ക് പോവാം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആണോ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു മൊമെൻറ്റം ഓഫ് 1 ഇലക്ട്രോൺ എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റത്തിനെ നമുക്ക് എന്തെന്ന് എഴുതാം പിള്ളേരെ? ടോട്ടൽ മൊമെൻറ്റത്തിനെ നമുക്ക് എന്തെഴുതാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു മൊമെൻറ്റം ഓഫ് 1 ഇലക്ട്രോൺ എന്നെഴുതാം അല്ലേടാ. ടോട്ടൽ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ മൊമെൻറ്റം ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റത്തിനെ നമുക്ക് എന്തെഴുതാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു മൊമെൻറ്റം ഓഫ് 1 ഇലക്ട്രോൺ എന്നെഴുതാം. അപ്പോഴല്ലേ ടോട്ടൽ മൊമെൻറ്റം കിട്ടുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം നമുക്കറിയാമെങ്കിൽ ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും നമുക്കറിയാമെങ്കിൽ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിന് 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മൊമെൻറ്റം ഉണ്ട്. അത് കണക്ക് 10 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 10 × 5 ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ ടോട്ടൽ മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു മൊമെൻറ്റം ഓഫ് 1 ഇലക്ട്രോൺ ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു മൊമെൻറ്റം ഓഫ് 1 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു മൊമെൻറ്റം ഓഫ് 1 ഇലക്ട്രോൺ ആയിരിക്കും. ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് വോളിയത്തിന് ഞാൻ n എന്നാണ് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് വോളിയമാണ്. അപ്പം ആ കണ്ടക്ടറിൻ്റെ ഏരിയ നമുക്ക് A എന്ന് കൊടുക്കാം, ലെങ്ത് എന്ന് പറയുന്ന L എന്ന് പറയുന്നത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് NaL ആണ് അല്ലേ. n എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. n എന്ന് പറയുന്ന ആരാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. ഇനി അവൻ്റെ വോളിയം എത്ര മക്കളെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്ന് കൊടുക്കാം, ലെങ്ത് L എന്ന് കൊടുക്കാം. അപ്പം n × A കൊടുത്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി. മാസ്
ഓഫ് വൺ ഇലക്ട്രോണിന് മൊമെൻറ്റം ഓഫ് വൺ ഇലക്ട്രോണിന് മാസ് ഓഫ് വൺ ഇലക്ട്രോൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് വൺ ഇലക്ട്രോൺ എന്ന് പറയാം. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിരിക്കും കേട്ടോ. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഏതൊക്കെ ടൈം മാറ്റി എഴുതിയെന്ന് ചോദിച്ചാൽ പറയല്ലേ, ഞാൻ എമ്മും എല്ലും ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. എം എന്ന് പറയുന്ന മാസ് ഓഫ് വൺ ഇലക്ട്രോൺ ആണ്. കാര്യം മൊമെൻറ്റം ഓഫ് വൺ ഇലക്ട്രോണിനാണ് ഞാൻ എം ഇൻറ്റു വി ഡി എന്ന് എഴുതിയത്. എം എന്ന് പറയുന്ന ആരാണ്? അപ്പോൾ മാസ് ഓഫ് വൺ ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പോൾ എം എന്ന് പറയുന്ന മാസ് ഓഫ് വൺ ഇലക്ട്രോൺ ആണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ എം ഇൻറ്റു എൽ ഈ ഇൻറ്റു എന്നത് കിട്ടും മക്കളെ, എം ഇൻറ്റു എൽ ഇൻറ്റു എൻ എ ഇൻറ്റു വി ഡി എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എം ഇൻറ്റു എൽ ഇൻറ്റു എൻ എ ഇൻറ്റു വി ഡി എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഫോർമുല ഓർമ്മ വരുന്നില്ലേ? കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഇല്ലേടാ പിള്ളേരെ. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. I is equal to NAVDE എന്നാണ് ഫോർമുല, ആണോ? അപ്പോൾ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ I is equal to NAVDE എന്നാണ്. അപ്പോൾ ഇവിടെ NAVD കിടപ്പുണ്ട്, ഇവിടെ NAVD കിടപ്പുണ്ട്. അപ്പോൾ NAVDക്ക് എന്ത് കൊടുക്കാം മക്കളെ? I/E എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആര് കിടപ്പുണ്ട്? NAVD കിടപ്പുണ്ട്. അപ്പോൾ NAVDക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് I/E എന്ന് പറയുന്നത് കൊടുക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്തെന്ന് കിട്ടും മക്കളെ? ഇവിടെ എം ഉണ്ട്, ഇവിടെ എൽ എന്ന് പറയുന്നതുണ്ട്. NAVDക്ക് പകരം നമ്മൾ എന്തെന്നാ കൊടുക്കുന്നത്? I ഡിവൈഡ് ബൈ ഇ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ML ഇൻറ്റു I ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്ന വരും. ഓക്കെ, അപ്പോൾ ML ഇൻറ്റു I ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്ന വരും. ഞാൻ പലവട്ടവും പറഞ്ഞു എം എന്ന് പറയുന്നത് മൊമെൻറ്റം ഓഫ് വൺ ഇലക്ട്രോണിനാണ് നമ്മൾ MVD എന്ന് എഴുതിയത്. അപ്പോൾ എം എന്ന് പറയുന്നത് മാസ് ഓഫ് വൺ ഇലക്ട്രോൺ ആണ്. മാസ് ഓഫ് വൺ ഇലക്ട്രോണിൻ്റെ വാല്യൂ നമുക്കറിയാം. മാസ് ഓഫ് വൺ ഇലക്ട്രോണിൻ്റെ വാല്യൂ നമുക്കറിയാം 9.1 ഇൻറ്റു 10⁻³ ആണ് അല്ലേ? ഇനി എൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഗിവൺ ആസ് 1 മീറ്റർ ആണ്. I എന്ന് പറയുന്ന അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 16 ആംപിയർ ആണ്. അപ്പോൾ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 16 ആംപിയർ ആണ്. ദെൻ ഈയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഈയുടെ കാര്യം എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁹ ആണ്. ഓക്കെ, ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁹ ആണ്. അപ്പോൾ 1.6ഉം 16ഉം വെട്ടിയാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? 10 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 1.6ഉം 16ഉം വെട്ടിയാൽ 10 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെയുണ്ട്? 9.1 ഉണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ 9.1 ഉണ്ട്. പിന്നെ ആരുണ്ട്? 10⁻⁻31 ഉണ്ട് അല്ലേ? ഈ 10⁻⁻19 മുകളിൽ ചെന്നാൽ 10⁻⁹ ആവും. ആ 10 കൂടെ ചേർന്നത് 10⁻20 ആയിട്ട് മാറും. ആ 10 കൂടെ ചേർന്ന് അത് 10⁻20 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10⁻⁻11 മൊമെൻറ്റമാണ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മക്കളെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് അതാ ഞാൻ പറഞ്ഞത്, കാണുമ്പം നമ്മളൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വിചാരിക്കും, പക്ഷേ അത് ലേശം ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ലല്ലോ, കാണുമ്പോൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വിചാരിക്കും, പക്ഷേ അത് ലേശം ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? 9.1 ഇൻറ്റു 10⁻⁻11 നമുക്ക് 91 ഇൻറ്റു 10⁻⁻12 എന്ന് എഴുതാമല്ലോ, കുഴപ്പമില്ല. ഓക്കെ, സാഗറേലിയസ് ജാക്കി വീണ്ടും ഓപ്ഷൻ 4 പറഞ്ഞിട്ടുണ്ട്. അദിത് സച്ചിൻ 4 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് മക്കളെ. അപ്പം വളരെ നല്ല കാര്യം, ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് ചെയ്തു പോവുക. ഓക്കെ, ഇത് വളരെ നിങ്ങൾ പുഷ്പം പോലെ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിലെ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അത്ര സിമ്പിൾ അല്ല, ഒന്ന് ആലോചിക്കണം. ഓക്കെ, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് with a uniform acceleration a. A particle starts from rest with a uniform acceleration a. Its velocity after n second is v. The displacement of the body in last 2 seconds. So question is what? Displacement of the body in last 2 seconds. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ a particle start from rest with a uniform acceleration a ആണ്. Its velocity after n second is v ആണ്. The displacement of the body in the last 2 seconds എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണ്, പറോക്കളെ. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതുന്നു.
ഓക്കെ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് നോക്കിയേ പിള്ളേരെ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ് ആണ്. ഞാൻ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ പിള്ളേരെ? ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ് ആണ്. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോഡി 5 സെക്കൻഡ് സമയം ട്രാവൽ ചെയ്തു എന്ന് പറയുന്നു. ഒരു ബോഡി 5 സെക്കൻഡ് സമയം ട്രാവൽ ചെയ്തു. വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ? ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊക്കെ സെക്കൻഡ് ഉണ്ട്? 0 മുതൽ 1 വരെയുണ്ട്, 1 മുതൽ 2 വരെയുണ്ട്, 2 മുതൽ 3 വരെയുണ്ട്, 3 മുതൽ 4 വരെയുണ്ട്, 4 മുതൽ 5 വരെയുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ 2 സെക്കൻഡാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5 സെക്കൻഡ് നോക്കുക, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ് നോക്കുക. അത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5 സെക്കൻഡ് നോക്കുക, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ് നോക്കുക. അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ് ആണ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല എന്താ പിള്ളേരെ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ut + ½ at² എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ut + ½ at² എന്നാണ്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി പോകും പിള്ളേരെ? 0 ആയി പോകും. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് ഏത് ഫോർമുല കൊടുക്കാം? ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് ½ × a × t² എന്ന് പറയുന്ന ഫോർമുല കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് ½ × a × t² എന്ന് പറയുന്ന ഫോർമുല കൊടുക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡിന് ½ × a × n² എന്ന് പറയുന്നത് കൊടുക്കാം. കാര്യം ഡിസ്പ്ലേസ്മെന്റ് ഇൻ t സെക്കൻഡ് ½ at² ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് ½ × a × n² ആണ്. മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ് എന്ന് പറയുന്നത് ½ × a × n-2² ആണ് അല്ലേ? കാര്യം ഡിസ്പ്ലേസ്മെന്റ് ഇൻ t സെക്കൻഡ് ഫോർമുല ½ at² ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് ഫോർമുല ½ an² ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-2 സെക്കൻഡ് ഫോർമുല ½ × a × n-2² എന്നാണ്. മക്കളെ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ആരെ കോമൺ എടുക്കാം മക്കളെ? അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ½ a കോമൺ എടുക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ½ a കോമൺ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുന്നെങ്കിൽ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ n² - n-2² എന്നാണ്. എടാ പിള്ളേരെ അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ½ × a × n² - ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ ആര് ബാക്കിയുണ്ട്? ½ ഉണ്ട്, a ഉണ്ട്, ആണോ? അപ്പോൾ ഇതിനെ എങ്ങനെ ബാക്കി എഴുതാൻ പറ്റും പറ? അപ്പോൾ ഇവിടെ n² ഉണ്ട്, ഇത് എക്സ്പാൻഡ് ചെയ്താൽ -n² എന്ന് പറയുന്ന വരും, +4n എന്ന് പറയുന്ന വരും, -4 എന്ന് വരും, ആണോ? കറക്റ്റ് അല്ലേ? കാര്യം n² ഉണ്ട്, ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ n² - 4n + 4 എന്നാണ് അല്ലേ? അത് വീണ്ടും മൈനസ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്താൽ -n² + 4n - 4 എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ ആര് ക്യാൻസൽ ആയി പോകും പിള്ളേരെ? അവിടെ നോക്കുവാണെങ്കിൽ n² എന്ന് പറയുന്ന ടേംസ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ n² എന്ന് പറയുന്ന ടേംസ് ക്യാൻസൽ ആയി പോകും. അങ്ങനെ നോക്കുവാണെങ്കിൽ ബാക്കി ആരൊക്കെ ഉണ്ട്? അപ്പോൾ ഇവിടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ ½ a ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആരുണ്ടെന്ന് ചോദിച്ചാൽ 4 കോമൺ എടുക്കാം. അപ്പോൾ 4 × n-1 എന്ന് പറയുന്നവരും. അപ്പോൾ 4 × n-1 എന്ന് പറയുന്നവരും. അപ്പോൾ 4ഉം പറയല്ലേ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ആയി പോയാൽ ഇവിടെ 2 എന്ന് പറയുന്നത് കിട്ടും അല്ലേ? സോ 2a × n-1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2a × n-1 എന്നാണ് കിട്ടുന്നത്, ആണോ? അപ്പോൾ 2a × n-1 എന്നാണ് കിട്ടുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കാണുന്നില്ല. 2a × n-1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. ഓക്കെ.
വെലോസിറ്റി ആഫ്റ്റർ n സെക്കൻഡ് v ആണ്. വെലോസിറ്റി ആഫ്റ്റർ n സെക്കൻഡ് v ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ മക്കളെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ പറയുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ പറയുന്ന v = u + 18 ആണ്. ഓക്കെ, ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ u എന്ന് പറയുന്നത് എത്ര ആയിരിക്കും പിള്ളേരെ? 0 ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? v = എന്തെന്ന് പറയാം? a × n എന്ന് പറയാം. അപ്പോൾ v = എന്തെന്ന് പറയാം പിള്ളേരെ? a × n എന്ന് പറയാം. അപ്പോൾ v = എന്തെന്ന് പറയാം പിള്ളേരെ? a × n. കാര്യം n സെക്കൻഡിൽ അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റിയാണ് v എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ v/a = എന്തെന്ന് കിട്ടും പിള്ളേരെ? v/a = n എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ n-ന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും പിള്ളേരെ? v/a എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ a-ക്ക് പകരം എന്തെന്ന് കൊടുക്കാനും പറ്റും? a-ക്ക് പകരം v/n എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എക്ക് പകരം v/n എന്ന് പറയുന്നതും കൊടുക്കാൻ പറ്റും. അപ്പോൾ എക്ക് പകരം നിങ്ങൾ v/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 × എന്തെന്ന് കിട്ടും പിള്ളേരെ? v/n × n-1 എന്ന് കിട്ടും. അപ്പോൾ എക്ക് പകരം നിങ്ങൾ v/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു, 2v/n × n-1. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാലും നമുക്കൊരു സംശയം വരും, എങ്ങനെ റീഅറേഞ്ച് ചെയ്തെടുക്കണമെന്നൊരു സംശയം വരും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, മക്കളെ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ അപ്വേർഡ്. എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ അപ്വേർഡ് ഇൻ ദ a projectile is thrown in the upward direction making an angle 60 degree with the horizontal with a velocity 150 meter per second. Then the time after which its inclination with the horizontal is 45 degree. പറയല്ലേ, അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു ആണോ? അപ്പോൾ പ്രൊജക്ടൈലിനെ എത്ര ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്തു, അതിനെ എത്ര സ്പീഡിലാണ് പ്രൊജക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനെ 150 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ പ്രൊജക്ടൈലിനെ എത്ര സ്പീഡിലാണ് പ്രൊജക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രൊജക്ടൈലിനെ 150 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. എത്ര ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 60 ഡിഗ്രി ആംഗിളിലുമാണ് പ്രൊജക്റ്റ് ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രൊജക്ടൈൽ എങ്ങനെ നീങ്ങി പിള്ളേരെ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രൊജക്ടൈൽ എന്ന് പറയുന്നതായി ഇങ്ങനെ നീങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രൊജക്ടൈൽ എന്ന് പറയുന്നതായി ഇങ്ങനെ നീങ്ങി. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിയുമ്പോൾ എഗെയിൻ പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് എൻ ആംഗിൾ 45 ഡിഗ്രി ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി വെക്റ്റർ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് എൻ ആംഗിൾ 45 ഡിഗ്രി ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ്റെ വെലോസിറ്റി എന്തായാലും ഡെഫിനറ്റ്ലി മാറുമായിരിക്കും. അപ്പോൾ ആ വെലോസിറ്റി നമുക്ക് എന്തെന്ന് എടുക്കാം പിള്ളേരെ? v എന്ന് പറയുന്നത് എടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ വെലോസിറ്റി എന്തായാലും മാറുമായിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന v എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വിത്ത് എ വെലോസിറ്റി 150. ദെൻ ദ time after which its inclination with the horizontal is 45 degree. അപ്പോൾ ആദ്യം 60 ഡിഗ്രി ആയിരുന്നു മേക്ക് ചെയ്തത്. അപ്പോൾ മുകളിലോട്ട് പോകുന്നതോറും ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ കുറഞ്ഞു വരും. അപ്പോൾ ഏത് ടൈമിലാണ് ആംഗിൾ 45 ഡിഗ്രി ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ടൈമിലാണ് ആംഗിൾ 45 ഡിഗ്രി ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കറിയാം പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും എന്തായിട്ടാണ് മക്കളെ നിൽക്കുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ UX എഴുതുന്നു. അപ്പോൾ UX എന്ന് പറയുന്ന 150 cos 60 ആണ് അല്ലേ? അപ്പോൾ UX എഴുതുന്നു. UX എന്ന് പറയുന്നത് 150 cos 60 ആണ്. കാര്യം ഇനിഷ്യൽ വെലോസിറ്റി 150 ആണ്. അപ്പോൾ അവൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 150 cos 60 ആണ്. cos 60യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ 150 × 1/2 എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ UX എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? 75 എന്ന് പറയുന്നത് കിട്ടും. അതേപോലെ UY നോക്കുവാണെങ്കിൽ UY എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? 150 sin 60 എന്നാണ് കിട്ടുന്നത്. UY എന്ന് പറയുന്നത് എത്രയാണെന്നാണ് കിട്ടുന്നത്? 150 sin 60 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ UY എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 150 sin 60 എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 150 × sin 60 എന്ന് പറയുന്ന ആരാണ്? sin 60 എന്ന് പറയുന്നത് √3/2 ആണ് അല്ലേ? അപ്പോൾ sin 60 എന്ന് പറയുന്ന √3/2 ആണ്. അപ്പോൾ UY നോക്കുവാണെങ്കിൽ UY എന്ന് പറയുന്നത് 75 √3 ആ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ UX നോക്കുവാണെങ്കിൽ UX 75 ആണ് കിട്ടുന്നത്. UY നോക്കുവാണെങ്കിൽ UY 75 √3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ VX-നെയും
ഒന്ന് റിസോൾവ് ചെയ്തു എന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വി എക്സ് ആകും. അപ്പോൾ ഇതെന്ന് പറയുന്ന വി എക്സ് ആകും. അപ്പോൾ വി എക്സ് എന്ന് പറയുന്നത് വി കോസ് 45 ആണ്. അപ്പോൾ വി എക്സ് നോക്കുവാണെങ്കിൽ വി എക്സ് എന്ന് പറയുന്നത് വി കോസ് 45 ആണ്. അതേപോലെ വി വൈ നോക്കുവാണെങ്കിൽ വി വൈ എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? വി സൈൻ 45 ആണ്. അപ്പോൾ വി എക്സ് എന്ന് പറയുന്ന വി കോസ് 45 ആണ്. അപ്പോൾ എത്രയാണെന്നാണ് കിട്ടുന്നത്? വി ബൈ √2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ വി വൈ നോക്കുവാണെങ്കിൽ വി വൈ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? വി സൈൻ 45 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വി സൈൻ 45 ആണെങ്കിലും വി ബൈ √2 തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എപ്പോഴും എന്തായിരിക്കും പിള്ളേരെ? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിലെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വി എക്സ് എല്ലായ്പ്പോഴും യു എക്സ് ആയിരിക്കും. അപ്പോൾ വി എക്സ് എന്ന് പറയുന്നത് ആരാ പിള്ളേരെ? വി ബൈ √2 ആണ്. അപ്പോൾ വി എക്സ് എന്ന് പറയുന്ന ആരാ പിള്ളേരെ? വി ബൈ √2 ആണ്. അപ്പോൾ യു എക്സ് എന്ന് പറയുന്ന ആരാ പിള്ളേരെ? യു എക്സ് എന്ന് പറയുന്ന 75 ആണ്. അപ്പോൾ വി എക്സ് എന്ന് പറയുന്ന വി ബൈ √2 ആണ്. അപ്പോൾ യു എക്സ് എന്ന് പറയുന്ന 75 ആണ്. അങ്ങനെയാണെങ്കിൽ വിയുടെ വാല്യൂ നമുക്ക് കിട്ടി. വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 75 √2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 75 √2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ വി വൈ ഈസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ വി വൈ ഈസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. നമുക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടേ? അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഫോമുല അപ്ലൈ ചെയ്താൽ മതി? വി വൈ ഈസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി എന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വി വൈ നോക്കുവാണെങ്കിൽ വി വൈ എന്ന് പറയുന്ന വി ബൈ √2 ആണ്. അപ്പോൾ വി വൈ നോക്കുവാണെങ്കിൽ വി വൈ എന്ന് പറയുന്നത് വി ബൈ √2 ആണ്. ആണോ? അപ്പോൾ യു വൈ എന്ന് പറയുന്നത് എത്രയാണ്? യു വൈ എന്ന് പറയുന്നത് 75 √3 ആണ്. അപ്പോൾ യു വൈ എന്ന് പറയുന്ന 75 √3 ആണ്. എ വൈ നമുക്കറിയാം, എ വൈ നമ്മൾ മൈനസ് ജി ആയിട്ടാണ് എടുക്കുന്നത്. മൈനസ് ജി നമുക്ക് -10 ആയിട്ട് കൊടുക്കാം അല്ലേ? എ വൈ നമുക്കറിയാം, എ വൈ എന്ന് പറയുന്ന മൈനസ് ജി ആണ്. അപ്പോൾ -10 ആയിട്ട് കൊടുക്കാം. ഇൻറ്റു എന്തെന്ന് കൊടുക്കാം മക്കളെ? ഇൻറ്റു ടി എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ വി നോക്കുവാണെങ്കിൽ വി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയായിരുന്നു? 75 √2 എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ വി ബൈ √2 എന്ന് പറയുന്ന എത്ര എന്ന് കിട്ടും പിള്ളേരെ? 75 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, കാര്യം വി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയായിരുന്നു 75 √2 എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ വി ബൈ √2 ഡെഫിനറ്റ്ലി 75 ആയിരിക്കും. അപ്പോൾ 75 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 75 √3 -10t എന്നാണ് കിട്ടുന്നത്. -10t എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 10t ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 75 √3 -75 എന്നാണ് കിട്ടുന്നത്. 10t ഈസ് ഈക്വൽ ടു 75 √3 -75 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ t ഈസ് ഈക്വൽ ടു 75 കോമൺ എടുക്കാം. 75/10 7.5 ആകും. അപ്പോൾ 7.5 ഇൻറ്റു √3 -1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ടൈം നോക്കുവാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് 7.5 ഇൻറ്റു √3 -1 എന്നാണ് കിട്ടുന്നത്. മക്കളെ, ഇവിടെ വേറൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് പറ്റും? പ്രൊജക്ടൈൽ ഇങ്ങനെയാവും. പ്രൊജക്ടൈലിലെ വെലോസിറ്റി ഇതാവും അല്ലേ? പ്രൊജക്ടൈലിലെ വെലോസിറ്റി ഇങ്ങോട്ടാകും. അപ്പോഴും അവൻ ഹൊറിസോണ്ടലുമായിട്ട് മേക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറും ഓപ്ഷനിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് ഈ ക്വസ്റ്റ്യനിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് ഒരു വാല്യൂ എടുത്ത് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പം ഈ പ്രൊജക്ടൈൽ ഇവിടെ എത്തി ഹൊറിസോണ്ടലുമായിട്ട് 75 ഡിഗ്രി മേക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റിയും കൂടെ അവിടെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക. അപ്പം ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മക്കളെ, വീണ്ടും നമ്മൾ റിലേറ്റീവ് മോഷനിലെ നമ്മളിപ്പോൾ പ്രൊജക്ടൈൽ മോഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ റിലേറ്റീവ് മോഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എ കാർ ഈസ് മൂവിങ് ടുവാർഡ്സ് ഈസ്റ്റ് വിത്ത് എ സ്പീഡ് 25 km/h ആണ്. ഓക്കെ, അപ്പോൾ എ കാർ ഈസ് മൂവിങ് ടുവാർഡ്സ് ഈസ്റ്റ് വിത്ത് എ സ്പീഡ് 25 m/s ആണ്. അപ്പോൾ ഒരു കാറുണ്ട്. കാർ എന്ന് പറയുന്നത് ഈസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഡയറക്ഷൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഡയറക്ഷൻസ് നോക്കുവാണെങ്കിൽ ഇതാണ് ആരെന്ന് പറയുന്നത്? ഇതാണ് നോർത്ത് എന്ന് പറയുന്നത്. ഇതാണ് നോർത്ത് എന്ന് പറയുന്നത്. ഇതാണ് ആരെന്ന് പറയുന്നത് പിള്ളേരെ? ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആരെന്ന് പറയുന്നത്? സൗത്ത് എന്ന് പറയുന്നത്. ഇതാണ് ആരെന്ന് പറയുന്നത്? വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർ ഈസ് മൂവിങ് ടുവാർഡ്സ് ഈസ്റ്റ് വിത്ത് എ സ്പീഡ് 25 km/h ആണ്. അപ്പോൾ ഇവിടെ ഒരു കാറുണ്ട്. അപ്പോൾ ആ കാർ എന്ന് പറയുന്ന ഈസ്റ്റിലേക്കാണ് പോകുന്നത്. എത്ര സ്പീഡിലെന്ന് ചോദിച്ചാൽ 25 m/s സ്പീഡ്.
driver of the car, a bus, appears to move towards north with a speed 25√3 km/h. അപ്പോൾ ഇതാണ് കാറിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയും, ആണോ? അപ്പോൾ എന്താണ്? അപ്പോൾ വി സി വെക്ടർ നമുക്കൊന്ന് പറയാം. കാറിൻ്റെ വെലോസിറ്റിയാണ് ഞാൻ വി സി എന്ന് പറയുന്നത്. അപ്പോൾ വി സി വെക്ടർ നമുക്ക് എങ്ങനെ പറയാൻ പിള്ളേരെ? കാറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ കാറിൻ്റെ വെലോസിറ്റി ടുവാർഡ്സ് ഈസ്റ്റ് ആണ്. അപ്പോൾ വി സി വെക്ടറിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? 25 i ക്യാപ്പ് എന്നാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ വി സി എന്ന് പറയുന്നത് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുന്നത്? വി സി എന്ന് പറയുന്നത് നമുക്ക് 25 i ക്യാപ്പ് എന്നാണ് കൊടുക്കാൻ പറ്റുന്നത്. ഇനി കാറിലിരുന്ന് അയാൾ ബസ്സിനെ നോക്കുന്നു. കാറിലിരുന്ന് അയാൾ ആ കാറിലെ ഡ്രൈവർ ബസ്സിനെ നോക്കുന്നു. ബസ് അപ്പിയേഴ്സ് ടു മൂവ് ടുവാർഡ്സ് നോർത്ത്, അല്ലേ? അപ്പോൾ അത് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു കാറാണ്. അപ്പോൾ അത് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു കാറാണ്. അപ്പോൾ അത് വി ബി സി വെക്ടറാണ്. കാറിലിരിക്കുന്ന ആൾ ബസ്സിനെ നോക്കുന്നു. കാറിലിരിക്കുന്ന ആൾ ബസ്സിനെ നോക്കുന്നു. അപ്പോൾ അത് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു കാറാണ്. അപ്പോൾ അത് എത്ര മക്കളെ? വി ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 25√3 ആണ്, ടുവാർഡ്സ് നോർത്ത് ആണ്, അല്ലേ? അപ്പോൾ വി ബി സി വെക്ടറിന് നമുക്ക് എന്തെന്ന് എഴുതാം? വി ബി സി വെക്ടറിന് നമുക്ക് എഴുതാം 25√3. ടുവാർഡ്സ് നോർത്ത് ആണെങ്കിൽ നമുക്ക് ജെ ക്യാപ്പ് എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ടുവാർഡ്സ് നോർത്ത് ആണെങ്കിൽ നമുക്ക് ജെ ക്യാപ്പ് എന്ന് പറയുന്നത് കൊടുക്കാം. ടുവാർഡ്സ് നോർത്ത് ആണ്. അപ്പോൾ ടുവാർഡ്സ് നോർത്ത് ആണെങ്കിൽ നമുക്ക് ജെ ക്യാപ്പ് എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. കാറിൻ്റെ ആക്ച്വൽ വെലോസിറ്റി 25 ഈസ്റ്റിലേക്കാണ്. കാറിലിരുന്ന ഒരാൾ ബസ്സിനെ നോക്കുന്നു. അപ്പോൾ എന്താ? വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് കാറാണത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 25√3 ആണ്. ടുവാർഡ്സ് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ടുവാർഡ്സ് നോർത്തിലേക്കാണ്. മക്കളെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ബസ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ബസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വി ബി സി വെക്ടർ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ വി ബി സി വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. വി ബി സി വെക്ടർ എന്ന് പറയുന്നത് വി ബി വെക്ടർ മൈനസ് വി സി വെക്ടർ എന്നാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? ദാറ്റ്സ് ഈക്വൽ ടു 25√3 ജെ ക്യാപ്പ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? ദാറ്റ്സ് ഈക്വൽ ടു 25√3 ജെ ക്യാപ്പ് ആണ്. അപ്പോൾ വി ബി വെക്ടർ മൈനസ് വി സി വെക്ടർ 25√3 ജെ ക്യാപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ വി ബി വെക്ടർ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? വി ബി വെക്ടർ ഈസ് ഈക്വൽ ടു ബസ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ബസ് എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ അത് എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? 25√3 ജെ ക്യാപ്പ്. 25√3 ജെ ക്യാപ്പ് മൈനസ് വി സി വെക്ടർ അപ്പുറം പോയാൽ പ്ലസ് വി സി വെക്ടർ എന്ന് കിട്ടും. വി സി വെക്ടർ എന്ന് പറയുന്നത് 25 i ക്യാപ്പ് ആണ്. വി സി വെക്ടർ എന്ന് പറയുന്നത് 25 i ക്യാപ്പ് ആണ്. അപ്പോൾ വി സി വെക്ടർ നോക്കുകയാണെങ്കിൽ വി സി വെക്ടർ എന്ന് പറയുന്നത് 25 i ക്യാപ്പ് ആണ്. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വെലോസിറ്റി ഓഫ് ബസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ അപ്പോൾ വെലോസിറ്റി ഓഫ് ബസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വെലോസിറ്റി ഓഫ് ബസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 25² ഇൻറ്റു √3 എന്ന് പറയുന്ന വരും. √3 എന്ന് പറയുന്നത് 3 ആണ്, ആണോ? അപ്പോൾ ഇവിടെ ആര് വരും പിള്ളേരെ? 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന വരും. അപ്പോൾ 25 റൂട്ടിൻ്റെ വെളിയിലിറങ്ങും. 25 റൂട്ടിൻ്റെ വെളിയിലിറങ്ങും. അപ്പോൾ ഇവിടെ √3 + 1 എന്ന് പറയുന്ന കിട്ടും. അപ്പോൾ 25 × 2 എന്ന് പറയുന്നത് 50 എന്ന് പറയുന്ന കിട്ടും. അപ്പോൾ വെലോസിറ്റി ഓഫ് ബസ് എന്ന് പറയുന്ന 50 km/h അല്ലേ പിള്ളേരെ? അപ്പോൾ വെലോസിറ്റി ഓഫ് ബസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 km/h. കുഴപ്പമില്ലല്ലോ, കറക്റ്റ് അല്ലേ? വെലോസിറ്റി ഓഫ് ബസ് എന്ന് പറയുന്നത് 50 km/h ആണ്. ഇനി എനിക്ക് അതിൻ്റെ ഡയറക്ഷൻ വേണം. അപ്പോൾ ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഡയറക്ഷൻ ഒന്ന് നോക്കിയേക്കാം. വെലോസിറ്റി ഓഫ് ബസ്സിന് ഏതൊക്കെ കമ്പോണൻ്റ് ഉണ്ട്? വെലോസിറ്റി ഓഫ് ബസ്സിന് 25√3 ജെ ക്യാപ്പ് ഉണ്ട്. വെലോസിറ്റി ഓഫ് ബസ്സിന് എന്തൊക്കെയുണ്ട് പിള്ളേരെ? 25√3 ജെ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബസ്സിന് 25√3 ജെ ക്യാപ്പ് ഉണ്ട്. വെലോസിറ്റി ഓഫ് ബസ്സിന് 25√3 ജെ ക്യാപ്പ് ഉണ്ട്, അല്ലേ? ഒപ്പം തന്നെ വെലോസിറ്റി ഓഫ് ബസ്സിന് 25 i ക്യാപ്പും ഉണ്ട്. വെലോസിറ്റി ഓഫ് ബസ്സിന് ആരുമുണ്ട് മക്കളെ? 25 i ക്യാപ്പും ഉണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബസ്സിന് 25√3 ജെ ക്യാപ്പും ഉണ്ട്. വെലോസിറ്റി ഓഫ് ബസ്സിന് 25 i ക്യാപ്പും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും വെലോസിറ്റി ഓഫ് വി ബി വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും വി ബി വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും വി ബി വെക്ടർ എന്ന് പറയുന്നത്. വി ബി വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ്, അല്ലേ? സോ വി ബി വെക്ടർ വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ വി ബി വെക്ടർ വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ വി ബി വെക്ടർ ഈ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആംഗിൾ വേണം. അപ്പോൾ ആംഗിൾ നോക്കുവാണെങ്കിൽ ഞാൻ ഈ ആംഗിൾ എന്ന് പറയുന്ന തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ ഇത് 25√3 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും പിള്ളേരെ? 25√3 ആയിരിക്കും, ആണോ? അപ്പോൾ ഇത് 25√3 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 25√3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാൻ തീറ്റ നോക്കുന്നു. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് 25√3/25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടാൻ തീറ്റ നോക്കുന്നു. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് 25√3/25 എന്നാണ് വരുന്നത്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര എന്നാണ് കിട്ടുന്നത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു √3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ടാൻ തീറ്റ √3 ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. അപ്പോൾ ടാൻ തീറ്റ √3 ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. അപ്പോൾ 60 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ. അപ്പോൾ 60 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് തീറ്റ ഈസിക്കൽ ടു 60 ഡിഗ്രി എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്ന എത്ര വരും പിള്ളേരെ? ഇതെന്ന് പറയുന്ന 30 ഡിഗ്രി എന്ന് പറയുന്ന വരും. അപ്പോൾ 30 ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് എന്നും പറയാം. 30 ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് എന്നും പറയാം. ഓക്കെ. അപ്പോൾ 30 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ്, സോറി ഈസ്റ്റ് ഓഫ് നോർത്ത് എന്നും പറയാം. ഒപ്പം തന്നെ 60 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ബസ് 50 ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് എന്നോ 60 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് എന്നോ നമുക്ക് ഏത് വേണമെങ്കിലും പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ, ഇത് എപ്പോഴും നമുക്ക് സംശയം വരുന്നൊരു ഏരിയ ആണ്. ആരൊക്കെയാണ്? 2 kilogram ice at -20 degrees Celsius mixed with 5 kilogram of water at 20 degrees Celsius in an insulating vessel having negligible heat capacity. Assuming that specific heat of water, ice and latent heat of ice respectively are, അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. Then final mass of water left in the container എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Final mass of water left in the container എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് പിള്ളേരെ ചെയ്യുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രണ്ടുപേരെയും വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 2 കിലോഗ്രാം ഐസാണ് അല്ലേ? അപ്പോൾ 2 കിലോഗ്രാം ഐസാണ്. അപ്പോൾ 2 കിലോഗ്രാം ഐസ് അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ് ആണ്. പറഞ്ഞേ പിള്ളേരെ, 2 കിലോഗ്രാം ഐസ് അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പുറത്തുള്ളത് ആരാണ്? അപ്പുറത്തുള്ളത് 5 കിലോഗ്രാം വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അപ്പുറത്തുള്ളത് ആരെന്ന് ചോദിച്ചാൽ 5 കിലോഗ്രാം വാട്ടർ ആണ്. ഒപ്പം തന്നെ 5 കിലോഗ്രാം വാട്ടർ അറ്റ് ഏത് ടെമ്പറേച്ചറാണ് പിള്ളേരെ? 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അപ്പുറത്തുള്ളത് 5 കിലോഗ്രാം വാട്ടർ ആണ്. 5 കിലോഗ്രാം വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. പറയോക്കെ, ഐസും വാട്ടറും മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ മിക്കവാറും പറയുന്നത് എന്താ? രണ്ടുപേരെയും വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2 കിലോഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 2 കിലോഗ്രാം ഐസ് അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ് ആദ്യം എവിടേക്ക് വരണം? 2 കിലോഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരണം. അപ്പോൾ 2 കിലോഗ്രാം ഐസ് അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ് ആദ്യം എവിടേക്ക് വരണം പിള്ളേരെ? 2 കിലോഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരണം. അതിനുശേഷമാണ് എവിടേക്ക് പോകേണ്ടത് പിള്ളേരെ? അതിനുശേഷമാണ് 2 കിലോഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് 2 കിലോഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹീറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞേ പിള്ളേരെ, ഇവിടെ ഹീറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ എന്താണ്? MC ഡെൽറ്റ ടി ആണ്, ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. അപ്പോൾ ഹീറ്റ് റിക്വയർഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് MC ഡെൽറ്റ ടി ആണ്. ആണോ? അപ്പോൾ M എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? M എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. C എന്ന് പറയുന്നത് എത്ര? C എന്ന് പറയുന്ന 0.5 കിലോ കാലറി പെർ ഗ്രാം ആണ്. ഓക്കെ. അപ്പോൾ 0.5 യൂണിറ്റ് ഒക്കെ ശ്രദ്ധിച്ചോണം, കിലോ കാലറി പെർ ഗ്രാം ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്ന -20 നിന്ന് 0ലേക്ക് എത്തണം. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ആണ്. ആണോ? അപ്പോൾ ഇവിടെ എത്ര ഹീറ്റ് റിക്വയർഡ് ആ പിള്ളേരെ? അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിൽ റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് 20 കിലോ കാലറിയാണ്. ആണോ? അപ്പോൾ ഈ പ്രോസസ്സിൽ റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് 20 കിലോ കാലറിയാണ്. ആ പ്രോസസ്സിൽ റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് 20 കിലോ കാലറിയാണ്. ഇനി ഇവിടെ എന്താ പിള്ളേരെ സംഭവിക്കുന്നത്? ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് എന്താണ്? ML ആണ്. സ്റ്റേറ്റ് ചേഞ്ചിൻ്റെ ഫോർമുല ML ആണ്. അപ്പോൾ M എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? M എന്ന് പറയുന്നത് 2 ആണ്. ലൈറ്റൻ ഹീറ്റ് എത്ര പിള്ളേരെ? ലൈറ്റൻ ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 80 കിലോ കാലറി പെർ ഗ്രാം ആണ്. അപ്പോൾ 2 × 80 എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 80 കിലോ കാലറി പെർ കിലോഗ്രാം ആണ്. അപ്പോൾ അത് 160 എന്ന് പറയുന്ന വരും. അപ്പം മൊത്തം എത്ര ഹീറ്റ് റിക്വയർഡ് ആണ്? 180 കാലറി റിക്വയർഡ് ആണ്. ആണോ? അപ്പോൾ 2 കിലോഗ്രാം ഐസ് 2 കിലോഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആകണമെങ്കിൽ 2 കിലോഗ്രാം ഐസ് അറ്റ് 2 കിലോഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആകണമെങ്കിൽ 180 കിലോ കാലറി റിക്വയർഡ് ആണ്. ഓക്കെ. അപ്പം ഇവന്മാർ ഇനി 5 കിലോഗ്രാം വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്, 5 കിലോഗ്രാം വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആദ്യം എന്താവണം? 5 കിലോഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആകണം. 5 കിലോഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആകണം. ഓക്കെ. 5 കിലോഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആകണം.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹീറ്റ് റിലീസ്ഡ്? അപ്പോൾ ഈ കേസിൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുവാണ്. അപ്പം വാട്ടർ എന്ത് ചെയ്യും പിള്ളേരെ? സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ആണോ ടെമ്പറേച്ചർ ചേഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് mc∆T ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. സിയുടെ വാല്യൂ നോക്കുവാണെങ്കിൽ സി വാട്ടറിന് സി 1 കിലോ കാലറി പെർ കിലോഗ്രാം ആണ്. ∆T എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അത് എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? 100 കിലോ കാലറി എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്? വാട്ടർ അറ്റ് 20 വാട്ടർ അറ്റ് 0 ആകുമ്പം എത്ര ഹീറ്റ് റിലീസ് ആവുന്നുള്ളൂ? 100 കിലോ കാലറി ഹീറ്റ് മാത്രമേ റിലീസ് ആകുന്നുള്ളൂ. പക്ഷേ ഐസ് ഇവിടേക്ക് എത്തണമെങ്കിൽ എത്ര വേണം? 180 കിലോ കാലറി വേണം. അപ്പോൾ എന്താണ്? ഈ കംപ്ലീറ്റ് കൺവെർഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ് കൺവെർഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായ കാര്യം ഈ കംപ്ലീറ്റ് കൺവെർഷൻ എന്തല്ല പിള്ളേരെ? പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം ഇതാണ്, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് കൺവെർഷൻ പോസിബിൾ അല്ല. കാര്യം വാട്ടർ ഐസ് ആകുമ്പോൾ വാട്ടർ അറ്റ് 20 വാട്ടർ അറ്റ് 0 ആകുമ്പോൾ എത്ര ഹീറ്റ് മാത്രമേ റിലീസ് ആകുന്നുള്ളൂ? 100 കിലോ കാലറി മാത്രമേ റിലീസ് ആകുന്നുള്ളൂ അല്ലേ? 100 കിലോ കാലറി മാത്രമേ റിലീസ് ആകുന്നുള്ളൂ. പക്ഷേ ഐസ് അതേ സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ മൊത്തം എത്ര കിലോ കാലറി വേണം? 180 കിലോ കാലറി വേണം. അത്ര എനർജി അവിടെ ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും പിള്ളേരെ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 2 കിലോഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഫുള്ളായിട്ട് വാട്ടറായിട്ട് മാറുന്നില്ല അല്ലേ? 2 കിലോഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഫുള്ളായിട്ട് വാട്ടറായിട്ട് മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പോർഷന് വാട്ടറായിട്ട് മാറാമെന്ന് നമുക്ക് നോക്കാം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1 കിലോഗ്രാം ഐസിന് വാട്ടറായിട്ട് മാറാൻ എത്ര കാലറി വേണം? 80 കിലോ കാലറി വേണം. 1 കിലോഗ്രാം ഐസിന് വാട്ടറായിട്ട് മാറാൻ എത്ര കാലറി വേണം? 80 കിലോ കാലറി വേണം. ആണോ? അപ്പോൾ 1 കിലോഗ്രാം ഐസ് വാട്ടറായിട്ട് മാറണമെങ്കിൽ എത്ര എനർജി റിക്വയർഡ് ആണ്? 80 കിലോ കാലറി റിക്വയർഡ് ആണ്. എടാ പിള്ളേരെ, ആണോ? അപ്പോൾ 1 കിലോഗ്രാം ഐസ് വാട്ടറായിട്ട് മാറണമെങ്കിൽ 80 കിലോ കാലറി റിക്വയർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ കാലറി ഉപയോഗിച്ച് എത്ര ഐസ് വാട്ടറായിട്ട് മാറും പിള്ളേരെ? 1 കിലോ കാലറി ഉപയോഗിച്ച് എത്ര ഐസ് വാട്ടറായിട്ട് മാറും? 1/80 kg ഐസ് വാട്ടറായിട്ട് മാറും. 1/80 kg ഐസ് വാട്ടറായിട്ട് മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 കിലോ കാലറി ഉപയോഗിച്ച് 1/80 kg ഐസ് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ കാലറി ഇവിടെ ബാക്കിയുണ്ട്? റിലീസ് ചെയ്തത് 100 കിലോ കാലറിയാണ്. അതിൽ എത്ര യൂസ് ചെയ്ത് പിള്ളേരെ? 20 കിലോ കാലറി യൂസ് ചെയ്തു. ബാക്കി എത്രയുണ്ട് പിള്ളേരെ? 80 കിലോ കാലറി. ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? ബാക്കി എത്രയുണ്ട്? 80 കിലോ കാലറി അല്ലേ? ബാക്കി എത്രയുണ്ട്? കാര്യം 100 കിലോ കാലറിയിൽ 20 കിലോ കാലറി ഓൾറെഡി യൂസ് ചെയ്തു അല്ലേ? അപ്പോൾ 100 കിലോ കാലറിയിൽ 20 കിലോ കാലറി ഓൾറെഡി യൂസ് ചെയ്തു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 80 കിലോ കാലറി ഉള്ളൂ. അപ്പോൾ ആ 80 കിലോ കാലറി വെച്ച് 1 കിലോ കാലറി വെച്ച് 1/80 കിലോഗ്രാം ഐസ് വാട്ടറായിട്ട് മാറും. അപ്പോൾ 80 കിലോ കാലറി വെച്ച് 80 × 1/80 1 ഗ്രാം ഐസ് വാട്ടറായിട്ട് മാറും. ഓക്കെ, അപ്പം 80 കിലോ കാലറി വെച്ചാൽ അപ്പോൾ 80 കിലോ കാലറി എനർജി അവിടെ ബാക്കിയുണ്ട്. അത് വെച്ചിട്ട് എന്ത് സംഭവിക്കും പിള്ളേരെ? ആ 2 കിലോഗ്രാം ഐസിൽ നിന്ന് 1 കിലോഗ്രാം ഐസ് എന്തായിട്ട് മാറും? 1 കിലോഗ്രാം വാട്ടറായിട്ട് മാറും. 1 കിലോഗ്രാം ഐസ് എന്തായിട്ട് മാറും മക്കളെ? 1 കിലോഗ്രാം വാട്ടറായിട്ട് മാറും. അപ്പോൾ ഇനിഷ്യലി അവിടെ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ എത്ര വാട്ടർ ഉണ്ട്? ഓൾറെഡി അവിടെ 5 kg വാട്ടർ ഉണ്ട്. ഒപ്പം തന്നെ ഈ 2 kg ഐസിൽ 1 kg ഐസ് വാട്ടറായിട്ട് മാറി. അപ്പോൾ ഒരു 1 kg വാട്ടറും കൂടെ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ അവിടെയുള്ള വാട്ടർ എത്രയാണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ അവിടെയുള്ള വാട്ടർ എന്ന് പറയുന്നത് 6 kg ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ അവിടെയുള്ള വാട്ടർ എന്ന് പറയുന്നത് എത്ര kg ആയിരിക്കും പിള്ളേരെ? 6 kg ആയിരിക്കും. മക്കളെ ഇപ്പോൾ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങളും കൂടെ ഒന്നുകൂടെ ചെയ്ത് നോക്കിയൊക്കെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന്. കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ?
മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എ മൂവിംഗ് പാർട്ടിക്കിൾ ഓഫ് മാസ് m ഹാസ് ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി ഹാസ് വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഒരു മൂവിംഗ് പാർട്ടിക്കിൾ ഉണ്ട്, അവൻ്റെ മാസ് എന്ന് പറയുന്ന m ആണ്. അവൻ്റെ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് u തന്നിട്ടുണ്ട് ax² + bx⁴ എന്നാണ്. വേർ a and b ആർ പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ഓസിലേഷൻ എബൌട്ട് ദ മിനിമം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി അവർ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് പിള്ളേരെ? ax² + bx⁴ എന്നാണ്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് ax² + bx⁴ എന്നാണ്. പറയല്ലേ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി തന്നിരുന്നാൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -du/dx എന്നാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി തന്നിരുന്നാൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ ഫോർമുല -du/dx എന്നാണ്. എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് അവിടെ കിടപ്പുണ്ട്, അപ്പോൾ -du/dx എന്നാണ്. ഓക്കെ, പറയല്ലേ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ x² ഡെറിവേറ്റീവ് നോക്കുകയാണെങ്കിൽ x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? 2x ആണ്. x² ഡെറിവേറ്റീവ് നോക്കുകയാണെങ്കിൽ x² ഡെറിവേറ്റീവ് എന്ന് പറയുന്ന 2x ആണ്. പ്ലസ് b × x⁴ ഡെറിവേറ്റീവ് നോക്കുകയാണെങ്കിൽ x⁴ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 4x³ ആണ്. മക്കളെ, ഇവിടുത്തെ ഒരു അസംഷൻ നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ നോക്കിയേക്കണം. അപ്പോൾ f = -du/dx എന്നാണ്. അല്ലേ? എടാ, ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് സ്മോൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആണോ? അപ്പോൾ സ്മോൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x എന്ന് പറയുന്ന എന്താ മക്കളെ? x എന്ന് പറയുന്ന സ്മോൾ ആണ്, അല്ലേ? അപ്പോൾ x എന്ന് പറയുന്നത് എന്താ പിള്ളേരെ? സ്മോൾ ഓസിലേഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ വെരി സ്മോൾ ആയിരിക്കും. അപ്പോൾ x സ്മോൾ ആണെങ്കിൽ x³ ഒക്കെ എന്തായിരിക്കും പിള്ളേരെ? വെരി വെരി സ്മോൾ ആയിരിക്കും, ആണോ? x സ്മോൾ ആണെങ്കിൽ x³ ഒക്കെ എന്തായിരിക്കും പിള്ളേരെ? x³ എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. x സ്മോൾ ആണെങ്കിൽ x³ എന്നൊക്കെ പറയുന്ന വെരി സ്മോൾ ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ x എന്ന് പറയുന്ന 0.1 ആണ്. നിങ്ങൾ അതിൻ്റെ x³ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 0.0001 എന്നാണ് കിട്ടുന്നത്, ആണോ? x 0.1 ആണെങ്കിൽ x³ എടുത്ത് നോക്കുക, x³ എന്ന് പറയുന്ന 0.001 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടേമിനെ x സ്മോൾ ഓസിലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x³ എന്ന് പറയുന്ന വെരി സ്മോൾ ആയിരിക്കും. അങ്ങനെയെങ്കിൽ x³ എന്ന് പറയുന്ന വെരി സ്മോൾ ആണെങ്കിൽ ആ ടേംസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാതെ നിവർത്തിയില്ല. ഓക്കെ, നമ്മൾ അതിനെ എങ്ങനെ നെഗ്ലക്ട് ചെയ്യും? അപ്പോൾ നമ്മൾ ആ ടൈമിനെ എന്ത് ചെയ്യുന്നു പിള്ളേരെ? നെഗ്ലക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും? ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -2ax എന്നാണ് വരുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഫോർമുല -2ax എന്നാണ് വരുന്നത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് ഫോഴ്സിന് മാസ് × ആക്സലറേഷൻ എന്ന് പറയുന്നത് എഴുതാം. രണ്ടേയും കൂടെ കൺഫ്യൂസിങ് ആയി പോകരുത് കേട്ടോ. അപ്പോൾ ഫോഴ്സിന് മാസ് × ആക്സലറേഷൻ എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? -2ax എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു എത്ര പിള്ളേരെ? ആക്സലേഷൻ ഈസ് ഈക്വൽ ടു -2a/m × x എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആക്സലേഷൻ എന്ന് പറയുന്നത് -2a/m × x എന്നാണ് കിട്ടുന്നത്. ഇനി SHM-ൽ ജനറലി SHM-ൽ ആക്സലേഷൻ്റെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ ആക്സലേഷൻ്റെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ ആക്സലേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -ω²x എന്നാണ്. അപ്പോൾ ജനറലി SHM-ൽ ആക്സലേഷൻ്റെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ ആക്സലേഷൻ്റെ ഫോർമുല -ω²x എന്നാണ്. അങ്ങനെയാണെങ്കിൽ ω² നമ്മൾ നോക്കുകയാണെങ്കിൽ ω² 2a/m എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ω² നമ്മൾ നോക്കുകയാണെങ്കിൽ ω² 2a/m എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ω നോക്കുകയാണെങ്കിൽ √2a/m എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ω നോക്കുകയാണെങ്കിൽ √2a/m എന്നാണ് കിട്ടുന്നത്. മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അവിടെ ഇങ്ങനൊരു അസംഷൻ ഉണ്ട്. കാര്യം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഓസിലേഷൻസ് എന്ന് പറയുന്ന സ്മോൾ ആണ് എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്ന സ്മോൾ ആണ്. അപ്പോൾ x സ്മോൾ ആകുമ്പം x³ എന്ന് പറയുന്ന വെരി വെരി സ്മോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് x³ ടേംസ് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ f എന്ന് പറയുന്ന -2ax എന്ന് പറയുന്നവരും ഫോഴ്സിന് മാസ് × ആക്സിലറേഷൻ എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ആക്സിലറേഷൻ ഫോർമുല ഇതാണ്. ആക്സിലറേഷൻ്റെ ജനറൽ ഫോർമുല -ω²x എന്നാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ ω² = 2a/m എന്നാണ് കിട്ടുന്നത്. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സ്റ്റേഷനറി വേവ്സ് ആർ produced in a 10 meter long stretched wire, stretched string. If the string vibrates in 5 seconds
ആൻഡ് വേവ് വെലോസിറ്റി ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ദ ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രിങ് ഫിക്സ്ഡ് ആയിട്ട് ബോത്ത് എൻഡ് ആയിരിക്കും. അപ്പോൾ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന 5 സെഗ്മെൻറ്റിലായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 5 ലൂപ്പ് കാണും അല്ലേ? അപ്പോൾ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന 5 ലൂപ്പിലായിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് കാണും പിള്ളേരെ? 5 ലൂപ്പ് കാണും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ലൂപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? λ/2 ആണ്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? λ/2 ആണ്. അപ്പോൾ അതേ കണക്ക് എത്ര ലൂപ്പുണ്ട്? 5 ലൂപ്പുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്? 10 മീറ്റർ ലോങ് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് 10 മീറ്റർ ലോങ് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് 10 മീറ്റർ ലോങ് ആണ്. അപ്പോൾ L = നമുക്ക് എന്തെന്ന് പറയാൻ പിള്ളേരെ? L = പറഞ്ഞേ. അപ്പോൾ L = നമുക്ക് എന്തെന്ന് പറയാം? ഇത് λ/2, ഇത് λ/2, ഇത് λ/2, ഇത് λ/2, ഇത് λ/2. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് L = 5 λ/2 എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം L = 5 λ/2 ആണ്. അപ്പോൾ L നോക്കുവാണെങ്കിൽ Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും പിള്ളേരെ? 5 λ/2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 5 λ/2 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് 20 എന്ന് പറയുന്നത് കിട്ടും. 20/5 = 4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ലാംഡ നോക്കുവാണെങ്കിൽ λ = എത്ര എന്നാണ് കിട്ടുന്നത്? ലാംഡ നോക്കുവാണെങ്കിൽ λ = 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ലാംഡ നോക്കുവാണെങ്കിൽ λ = എത്രയാണ്? λ = 4 ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഫ്രീക്വൻസി ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുല എന്താ? V = f λ. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുല V = f λ ആണ്. കാര്യം നമുക്ക് ഫ്രീക്വൻസി ആണ് വേണ്ടത്. അപ്പോൾ V = f λ ആണ് നമുക്കറിയാവുന്ന ഫോർമുല. അപ്പോൾ V = f λ ആണ്. അപ്പോൾ V എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് 20 ആണ്. വെലോസിറ്റി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് 20 ആണ്. നമുക്ക് ഫ്രീക്വൻസി അറിയത്തില്ല. ലാംഡ എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടി പിള്ളേരെ? 4 എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ 20/4 എന്ന് പറയുന്ന 5 എന്ന് പറയുന്നത് കിട്ടും. സോ ദ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 5 ഹെഡ്സ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. മക്കളെ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ചാർജ് പ്ലസ് ഇ പ്ലേസ്ഡ് അറ്റ് 1,2,1 ആൻഡ് അനദർ ചാർജ് പ്ലേസ്ഡ് അറ്റ് another charge minus e placed at 0,1,0 such that they form an electric dipole. There exists a uniform electric field E is equal to 2i cap plus 3j cap. Calculate the torque experienced. അപ്പോൾ അവിടെ ഒരു ഡൈപോൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പ്ലസ് സി എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, മൈനസ് സി എന്ന് പറയുന്ന ചാർജും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ, എങ്ങനെ ഒരു ചാർജ് സിസ്റ്റം തന്നാലും അവരുടെ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പി വെക്ടർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, പി എക്സ് ഐ ക്യാപ്പ് പ്ലസ് പി വൈ ജെ ക്യാപ്പ് എന്നാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഡൈപോൾ മൊമെന്റ് വേണമെങ്കിൽ ഓക്കെ, കുറേ ചാർജുകൾ ഇങ്ങനെ അടുക്കി തന്നിട്ടുണ്ട്, എന്നിട്ട് അവന്മാരുടെ ഡൈപോൾ മൊമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, പി വെക്ടർ ഈസ് ഈക്വൽ ടു പി എക്സ് ഐ ക്യാപ്പ് പ്ലസ് പി വൈ ജെ ക്യാപ്പ് എന്നാണ്. എന്നിട്ട് പി എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രയും കൊടുത്താൽ ഇവിടെ രണ്ട് ചാർജസ് ആണുള്ളത്. അപ്പോൾ Q1x1 പ്ലസ് Q2x2 ഇൻറ്റു ഐ ക്യാപ്പ്. പി എക്സിന് നിങ്ങൾ ഇത്രയും കൊടുത്താൽ മതി Q1x1 പ്ലസ് Q2x2. അപ്പോൾ പി എക്സിന് നിങ്ങൾ ഇത്രയും കൊടുത്താൽ മതി Q1x1 പ്ലസ് Q2x2. അതേ കണക്ക് പി വൈക്ക് നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി Q1y1 പ്ലസ് Q2y2. പി വൈക്ക് നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി Q1y1 പ്ലസ് Q2y2 ജെ ക്യാപ്പ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൈപോൾ മൊമെന്റ് ഡയറക്റ്റ് കിട്ടും. മക്കളെ ഇത് പ്ലസും മൈനസും വരുന്ന മാത്രമുള്ള സിറ്റുവേഷനിലല്ല, കുറേ ചാർജ് തന്നിട്ട് അവന്മാരുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത്തവണത്തെ JEE Main അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ മോഡലിൽ ചെയ്താണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ മോഡൽ പരിചയപ്പെടുത്തിയൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഡൈപോൾ മൊമെന്റ് മൈനസ് സിയിൽ നിന്ന് പ്ലസ് സിയിലേക്ക് വരച്ച് x2 മൈനസ് x1 ഐ ക്യാപ്പ് പ്ലസ് y2 മൈനസ് y1 ജെ ക്യാപ്പ് എന്നേ പറയത്തുള്ളായിരുന്നു. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രീതിയും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പം കുറേ ചാർജ് തന്നിരുന്നാൽ ആ സിസ്റ്റത്തിൻ്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, പി എക്സ് ഐ ക്യാപ്പ് പ്ലസ് പി വൈ ജെ ക്യാപ്പ് ആണ്. എന്നിട്ട് പി എക്സ് കണ്ടുപിടിക്കാൻ Q1x1 പ്ലസ് Q2x2, പി വൈ കണ്ടുപിടിക്കാൻ Q1y1 പ്ലസ് Q2y2. അപ്പോൾ Q1 എന്ന് പറയുന്ന ആരാ പിള്ളേരെ? Q1 എന്ന് പറയുന്ന പ്ലസ് വി ആണ്. Q1 എന്ന് പറയുന്ന പ്ലസ് വി ആണ്.
ഇവിടെ എന്തും കൂടെ ഉണ്ട്, ഇസഡ് കമ്പോണൻറ്റും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇസഡ് കമ്പോണൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇസഡ് കമ്പോണൻറ്റും കൂടെ ഉണ്ടെങ്കിൽ എന്ന് കൂടെ കൊടുത്തേക്കണം, Q1 Z1 പ്ലസ് Q2 Z2 എന്ന് കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇസഡ് കമ്പോണൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇസഡ് കമ്പോണൻ്റ് ഉള്ളത് കൊണ്ട് Q1 Z1 പ്ലസ് Q2 Z2 K എന്നും കൂടെ കൊടുത്തേക്കണം. പറയല്ലേ. അപ്പോൾ Q1 എന്ന് പറയുന്നത് എത്രയാണ്? Q1 എന്ന് പറയുന്ന E ആണ്. X1 എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? X1 എന്ന് പറയുന്ന 1 ആണ്. Q2 എന്ന് പറയുന്ന ആരാണ്? Q2 എന്ന് പറയുന്നത് -E ആണ്. X2 എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? X2 എന്ന് പറയുന്നത് 0 ആണ്. Q2 എന്ന് പറയുന്ന -E ആണ്. X2 എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ എന്തെന്ന് കിട്ടും പിള്ളേരെ? I ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ Q1 എന്ന് പറയുന്ന +E ആണ്. X1 എന്ന് പറയുന്ന 1 ആണ്. Q2 എന്ന് പറയുന്ന -E ആണ്. X2 എന്ന് പറയുന്ന 0 ആണ്. അതാണ് അഗെയിൻ Q1 എന്ന് പറയുന്ന ആരാ പിള്ളേരെ? Q1 എന്ന് പറയുന്ന E ആണ്. Y1 എന്ന് പറയുന്ന എത്രയാണ്? Y1 എന്ന് പറയുന്ന 2 ആണ്. അതേപോലെ Q2 എന്ന് പറയുന്ന ആരാ പിള്ളേരെ? Q2 എന്ന് പറയുന്ന -E ആണ്. അതേപോലെ Y2 എന്ന് പറയുന്നത് എത്രയാണ്? Y2 എന്ന് പറയുന്ന 1 ആണ്. ഇൻറ്റു എന്തെന്ന് വരും പിള്ളേരെ? ഇൻറ്റു J ക്യാപ്പ് എന്ന് പറയുന്ന വരും. അപ്പോൾ ഇൻറ്റു എന്തെന്ന് വരും പിള്ളേരെ? ഇൻറ്റു J ക്യാപ്പ് എന്ന് പറയുന്ന വരും. പ്ലസ് Q1 Z1 Q1 എന്ന് പറയുന്ന +E ആണ് അല്ലേ. അപ്പോൾ Q1 എന്ന് പറയുന്ന +E ആണ്. Z1 എന്ന് പറയുന്ന 1 ആണ്. Z1 എന്ന് പറയുന്ന 1 ആണ്. അത് കണക്ക് Q2 എന്ന് പറയുന്ന -E ആണ്. അപ്പോൾ Q2 നോക്കുകയാണെങ്കിൽ Q2 എന്ന് പറയുന്ന -E ആണ്. Z2 എന്ന് പറയുന്ന എത്രയാണ് പിള്ളേരെ? Z2 എന്ന് പറയുന്ന 0 ആണ്. അപ്പോൾ K ക്യാപ്പ് എന്ന് വരും. അപ്പോൾ ഈ ടൈം ഹോളായി 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇതെന്തെന്ന് കിട്ടും പിള്ളേരെ? ഈ I ക്യാപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതെത്ര കിട്ടും പിള്ളേരെ? 2E - E എന്ന് പറയുന്ന ഈ J ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ J ക്യാപ്പ് കിട്ടും. ആണോ? അതാണെങ്കിൽ ഇത് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഇത് എത്ര പിള്ളേരെ കിട്ടുന്നത്? ഈ K ക്യാപ്പാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയെന്ന് ചോദിക്കും. പക്ഷേ ഈ മെത്തേഡും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത്തവണ JEE Main അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അത് ഈ പ്ലസ് മൈനസും നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 3 ചാർജ് ചുമ്മാ തന്നിട്ട് വാട്ട് ഈസ് ദ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് ചോദിച്ചായിരുന്നു. അതിൽ പ്ലസ് മൈനസും നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ 3 കമ്പോണൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 3 കമ്പോണൻസ് എഴുതേണ്ടി വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ PZ K ക്യാപ്പ് എന്നും കൂടെ എഴുതി. അപ്പോൾ PX കണ്ടുപിടിക്കാനുള്ള ഫോർമുല എത്രയേ ഉള്ളൂ? Q1 X1 പ്ലസ് Q2 X2. PY കണ്ടുപിടിക്കാനുള്ള ഫോർമുല എത്രയേ ഉള്ളൂ? Q1 Y1 പ്ലസ് Q2 Y2. PZ കണ്ടുപിടിക്കാനുള്ള ഫോർമുല Q1 Z1 പ്ലസ് Q2 Z2. പറയല്ലേ. അപ്പോൾ P വെക്ടർ കിട്ടി. P വെക്ടർ എന്ന് പറയുന്ന ഈ I ക്യാപ്പ് പ്ലസ് ഈ J ക്യാപ്പ് പ്ലസ് ഈ K ക്യാപ്പ് ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 2I പ്ലസ് 3J ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് 2I പ്ലസ് 3J Z കമ്പോണൻ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 2I പ്ലസ് 3J പ്ലസ് 0 K ക്യാപ്പ് എന്ന് എടുക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പിള്ളേരെ ചോദിച്ചിരിക്കുന്നത്? ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പിള്ളേരെ ചോദിച്ചിരിക്കുന്നത്? ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം വെക്ടർ ഫോമിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം വെക്ടർ ഫോമിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോ വെക്ടർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയേണ്ടി വരും പിള്ളേരെ? P വെക്ടർ ക്രോസ് E വെക്ടർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ടോ വെക്ടർ നോക്കുവാണെങ്കിൽ ടോ വെക്ടർ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയേണ്ടി വരും? P വെക്ടർ ക്രോസ് E വെക്ടർ എന്ന് പറയേണ്ടി വരും. P വെക്ടർ ക്രോസ് E വെക്ടർ എന്ന് പറയേണ്ടി വരും. ഓക്കെ. അപ്പോൾ P വെക്ടർ ക്രോസ് E വെക്ടർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്തെഴുതണം? I എഴുതണം. പിന്നെ എന്തെഴുതണം? J എഴുതണം. പിന്നെ എന്തെഴുതണം? K എഴുതണം. അപ്പോൾ I എഴുതണം, J എഴുതണം, K എഴുതണം. ഓക്കെ. P ക്രോസ് E അല്ലേ? ടോർക്കിൻ്റെ ഫോർമുല P ക്രോസ് E ആണ്. അപ്പം ഇവരുടെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഇവരുടെ കമ്പോണൻസ് E ആണ് വരുന്നത് അല്ലേ. ഇനി ഇവരുടെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഇവരുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് 230 എന്നാണ് വരുന്നത്. 230 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എങ്ങനെ കിട്ടും പിള്ളേരെ? ടോർക്ക് ഈസ് ഈക്വൽ ടു പറ നമുക്കറിയാമല്ലോ I ഇൻറ്റു അല്ലേ. ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ ഇത് 0 ആയിപ്പോൾ -3 എന്ന് പറയുന്നവർ. അടുത്ത എന്താ പറയുന്നത്? -J ക്യാപ്പ് ഇൻറ്റു അതിരിക്കുന്ന കോളോ അതിരിക്കുന്ന റോയും കളയുക. അപ്പോൾ E ഇൻറ്റു 0 വരും. -2E എന്ന് പറയുന്നവർ. ഓക്കെ. അപ്പോൾ അവിടെ -2E എന്ന് പറയുന്നവരും പ്ലസ് എന്ത് കൂടെ വരും പിള്ളേരെ? പ്ലസ് K ക്യാപ്പ് ഇൻറ്റു അതിരിക്കുന്ന കോളവും അതിരിക്കുന്ന റോയും കളയണം. അപ്പോൾ 3E -2E എന്ന് പറയുന്നവർ. അപ്പോൾ 3E -2E എന്ന് പറയുന്നവർ.
യെസ് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിട്ടും? -3i എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ -3i ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ -3i ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. പ്ലസ് എന്തെന്ന് കിട്ടുമ്പോഴല്ലേ +2e j ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. +ek ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന കോമൺ എടുത്താൽ നിങ്ങൾക്ക് ഓപ്ഷനിലുള്ള ആൻസർ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോമൺ എടുത്താൽ ഓപ്ഷനിലുള്ള ആൻസർ കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? e ഇൻറ്റു -3i പ്ലസ് എത്രയാണെന്ന് കിട്ടും? 2j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. പറയോക്കളെ, അപ്പം ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി ഏത് ചാർജ് തന്നാലും അതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം ചോദിച്ചാൽ ഈ മെത്തേഡിലങ്ങ് എഴുതി വെച്ചാൽ മതി. 3 ചാർജ് ഉണ്ടെങ്കിൽ q1x1 പ്ലസ് q2x2 പ്ലസ് q3x3 എന്നും കൂടെ വരും. 4 ചാർജ് ഉണ്ടെങ്കിൽ q1x1 പ്ലസ് q2x2 പ്ലസ് q3x3 പ്ലസ് q4x4 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. അതിന് എത്ര ചാർജ് വന്നാലും നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ പിള്ളേരെ. Two short dipoles, each of dipole moment p are placed at the origin. The dipole moment of one dipole is along x-axis and the other is along y-axis. അപ്പോൾ 2 ഡൈപോൾസ് ഉണ്ട്. രണ്ടുപേരുടെയും ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന പി തന്നെയാണ്. പക്ഷെ ഒരാൾ അലോങ് എക്സാക്സ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവന്മാർ ഒറിജിനൽ സെൻറ്റേഡ് ആയിരിക്കും. ഷോർട്ട് ഡൈപോൾ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. ഒരാൾ അലോങ് വൈ ആക്സുമാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന പി തന്നെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന പി തന്നെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന പി തന്നെയാണ്. അപ്പോൾ ഒരു ഡൈപോളിനെ അലോങ് എക്സാക്സ് ആണ് വെച്ചിരിക്കുന്നത്, മറ്റേ ഡൈപോളിനെ അലോങ് വൈ ആക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു ഡൈപോളിനെ അലോങ് എക്സാക്സ് ആ വെച്ചിരിക്കുന്നത്, മറ്റേ ഡൈപോളിനെ അലോങ് വൈ ആക്സ് ആ വെച്ചിരിക്കുന്നത്. രണ്ടിനെ ഡൈപോൾ മൊമെന്റ് പി തന്നെയാണ്. വാട്ട് ഈസ് എ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്ന a,0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്ന a,0 എന്നാണ്. അപ്പോൾ അത് എക്സാക്സിലെ പോയിന്റാണ്. ഓക്കെ, അപ്പോൾ അത് ആ പോയിന്റ് എന്ന് പറയുന്ന എക്സാക്സിലെ പോയിന്റാണ്. ഒറിജിനിൽ നിന്ന് എത്ര ദൂരം അകലെയെന്ന് ചോദിച്ചാൽ ഒറിജിനിൽ നിന്ന് ദൂരം അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോളിനെ ഞാൻ എന്ത് പേര് കൊടുക്കുന്നു പിള്ളേരെ? 1 എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. ഈ ഡൈപോളിന് എന്ത് പേര് കൊടുക്കുന്നു പിള്ളേരെ? 2 എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ 1 എന്ന് പറയുന്ന ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിയൽ ലൈനിൽ ഡൈപോൾ മൊമെന്റ് അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആക്സിയൽ ലൈനിൽ ഡൈപോൾ മൊമെന്റ് അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്? ആക്സിയൽ ലൈനിലാണെങ്കിൽ എന്താണ് ഫോർമുല? K × 2p ഡിവൈഡഡ് ബൈ r³ എന്നാണ്. K എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ K × 2p/r³ എന്നാണ്. ഇനി അതേ പോയിന്റ് ഇവൻ്റെ ഏത് ലൈനിലായിട്ട് വരും? ഇക്വട്ടോറിയൽ ലൈനിലായിട്ട് വരും. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്ന ഈ ഡൈപോളിൻ്റെ ഇക്വട്ടോറിയൽ ലൈനിലായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഡൈപോൾ എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ ഇക്വട്ടോറിയൽ ലൈനിലായിട്ടാണ് വരുന്നത്. അപ്പം അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും മക്കളെ? ഡൈപോൾ മൊമെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് E2 എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. കാര്യം ഇക്വട്ടോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തെന്ന് വരും പിള്ളേരെ? ഇക്വട്ടോറിയൽ ലൈനിലാണെങ്കിൽ ഈ kp/r³ എന്നാണ് വരുന്നത്. ആക്സിയൽ ലൈനിൽ K × 2p/r³ എന്നാണ് വരുന്നത്. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് അവർ എന്താ കൊടുത്തിരിക്കുന്നത്? A എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് അവർ A എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ K × 2p/r³ പകരം K × 2p/a³. ഇവിടെ എന്ത് വരും? kp/a³ എന്ന് പറയുന്ന വരും. അപ്പോൾ അവർക്കിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പോൾ രണ്ട് പേർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? രണ്ട് പേർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് രണ്ട് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന രണ്ട് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? √(E1² + E2² എന്ന് പറയാം. അപ്പം ഇവിടെ എന്ത് വരും? K × 2p/a³ എന്ന് പറയുന്ന വരും. ആണോ? K × 2p/a³ എന്ന് പറയുന്ന വരും. അത് കണക്ക് ഇവിടെ എന്ത് വരും? kp/a³ എന്ന് പറയുന്ന വരും. അങ്ങനെയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? രണ്ടിലും കോമൺ ആയിട്ട്
kp/a³ ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട് പിള്ളേരെ? രണ്ടിലും കോമൺ ആയിട്ട് kp/a³ ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് kp/a³ ഉണ്ട്. ദെൻ റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ അത് 4 + 1 എന്ന് പറയുന്ന വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് kp/a³ റൂട്ട് 5 എന്നാണ് വരുന്നത്. നമുക്കറിയാം കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. ഓപ്ഷനിൽ 1/4πε0 എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു അലോ 4% ഓഫ് മെയിൻ കറണ്ട് ത്രൂ എ ഗാൽനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 48 ohm എന്നാണ്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഫോമുല നമുക്ക് എല്ലാവർക്കും അറിയാം. ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല എന്ന് പറയുന്നത് IG/G എന്ന് പറയുന്നത് I - IG/S ആണ്. അല്ലേ? അപ്പം ഒരു ഗാൽനോമീറ്ററിനെ അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഗാൽനോമീറ്റർ പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ദാറ്റ് ലോ റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഷണ്ട് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോമുല എന്ന് പറയുന്നത് ഇതാണ്. IG/G = I - IG/S ആണ്. IG/G = I - IG/S ആണ്. ദ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു അലോ 4% ഓഫ് മെയിൻ കറണ്ട്. അപ്പം ത്രൂ എ ഗാൽനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 48 ohm. 4% മാത്രമേ ഗാൽനോമീറ്ററിൽ കൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ അല്ലേ? 4% ഓഫ് മെയിൻ കറണ്ട്. അപ്പോൾ മെയിൻ കറണ്ട് എന്ന് പറയുന്ന I ആണ്. അപ്പോൾ 4% ഓഫ് മെയിൻ കറണ്ട് എന്ന് പറയുന്നത് അല്ലേ? 4% ഓഫ് മെയിൻ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? 4I/100 ആണ്. 4% ഓഫ് മെയിൻ കറണ്ട് എന്ന് പറയുന്ന 4I/100 ആണ്. അപ്പോൾ IG-ക്ക് എന്ത് കൊടുക്കണം? IG-ക്ക് 4% ഓഫ് മെയിൻ കറണ്ട് ആണ്. അപ്പോൾ വരുന്ന കറണ്ട് എന്ന് പറയുന്ന മെയിൻ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നവർ അതായിരിക്കും, I ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. 4% ഓഫ് മെയിൻ കറണ്ട് എന്ന് പറയുന്നത് അപ്പം ഗാൽനോമീറ്ററിൽ കൂടെ 4% ഓഫ് മെയിൻ കറണ്ട് മാത്രമേ അലോയ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? I - IG എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? 4I/100 എന്ന് എഴുതാം. 4I/100 എന്ന് എഴുതാം. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? × S എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതെത്രയാണെന്ന് കിട്ടും? 4I/100 × G. 4I/100 × G ഈസ് ഈക്വൽ ടു ഗാൽനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഗാൽനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 48 ohm എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഗാൽനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 48 ohm എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഗാൽനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 48 ohm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 100 - 4I എന്ന് പറയുന്ന വരും. അപ്പോൾ 100 - 4I എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? 96I ആണ്. അപ്പോൾ 96I/100 × S എന്നാണ് വരുന്നത്. 96I/100 × S എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസലായി പോകും പിള്ളേരെ? 100 ക്യാൻസലായി പോകും. പിന്നെ ആര് ക്യാൻസലായി പോകും പിള്ളേരെ? I/യും ക്യാൻസലായി പോകും ആണോ? പിന്നെ ആര് ക്യാൻസലായി പോകും? 48 96 ക്യാൻസലായി പോകും. 48 96 ക്യാൻസൽ ആയാൽ 2 എന്ന് പറയുന്ന വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4/2 = S എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 4/2 = S എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ S = 2 ohm എന്നാണ് കിട്ടുന്നത്. അപ്പോൾ S = 2 ohm എന്നാണ് കിട്ടും. മക്കളെ ക്ലിയർ ആണോ? അപ്പോൾ S = 2 ohm എന്നാണ് കിട്ടുന്നത്. കുഴപ്പമില്ലെന്ന് വിചാരിക്കും. മനസ്സിലായല്ലോ? മക്കളെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടേഴ്സ് ഓഫ് എ
ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ആർ. വി വെക്ടർ തന്നിട്ടുണ്ട്. വി വെക്ടർ എന്ന് പറയുന്നത് 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് ആണ്. അപ്പോൾ വി വെക്ടർ തന്നിട്ടുണ്ട്. വി വെക്ടർ എന്ന് പറയുന്നത് 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് ആണ്. ഇനി ആക്സിലേഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ആക്സിലേഷൻ വെക്ടർ എന്ന് പറയുന്നത് 2i ക്യാപ്പ് പ്ലസ് xj ക്യാപ്പ് ആണ്. അപ്പോൾ വെലോസിറ്റി ആൻഡ് ആക്സിലേഷൻ വെക്ടേഴ്സ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരെന്ന് ചോദിച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ Q × V × B ആണ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് Q × V × B ആണ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് Q × V × B ആണ്. കേട്ടോ പിള്ളേരെ? അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? Q × V × B ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ക്രോസ് പ്രോഡക്റ്റ് ആണ് എഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് എഫ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വെക്ടർ ആയിരിക്കും. ആണോ? അതായത് വിയുടെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് ആണ് എഫ് എന്ന് പറയുന്നത് അല്ലേ? വിയുടെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റിൻ്റെ റിസൾട്ടൻ അത് ക്യൂ ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റിനെ പഠിച്ചിട്ടുണ്ട്. ക്രോസ് പ്രോഡക്റ്റിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എഫ് പെർപെൻഡിക്കുലർ ടു വി ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് എം എ ആണ്. അപ്പോൾ എഫ് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് ആക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് പെർപെൻഡിക്കുലർ ടു വി ആണെങ്കിൽ ഉറപ്പായിട്ടും ആക്സിലേഷനും പെർപെൻഡിക്കുലർ ടു വി ആയിരിക്കും. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പിള്ളേരെ? 0 ആയിരിക്കും. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പിള്ളേരെ? 0 ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ അവരുടെ ഐയുടെ കോഫിഷ്യൻസ് എടുക്കുക. വിയുടെ ഐയുടെ കോഫിഷ്യൻറ്റ് 3 ആണ്. എയുടെ ഐയുടെ കോഫിഷ്യൻറ്റ് 2 ആണ്. അത് പരസ്പരം ഇൻറ്റു ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് 3 × 2 എന്ന് പറയുന്നത് കിട്ടും. അത് 3 × 2 എന്ന് പറയുന്നത് കിട്ടും. ഇനി വിയുടെ ജെയുടെ കോഫിഷ്യൻ്റ് എടുക്കുക. ജെയുടെ കോഫിഷ്യൻ്റ് 4 ആണ്. എയുടെ ജെയുടെ കോഫിഷ്യൻ്റ് എക്സ് ആണ്. അത് പരസ്പരം ഇൻറ്റു ചെയ്യുക. അപ്പോൾ അത് 4x എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. പിള്ളേരെ അല്ലേ? കാര്യം എന്താണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്ന Q × V × B ആണ്. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ ഫോഴ്സിൻ്റെ ഫോർമുല Q × V × B ആണ്. അപ്പോൾ എഫ് പെർപെൻഡിക്കുലർ ടു വി ആവണം. അപ്പോൾ എഫ് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ടു വി ആകണം. അപ്പോൾ എഫ് പെർപെൻഡിക്കുലർ ടു വി ആകണമെങ്കിൽ എ പെർപെൻഡിക്കുലർ ടു വി ആകണം. അപ്പോൾ എ പെർപെൻഡിക്കുലർ ടു വി ആകണമെങ്കിൽ എ ഡോട്ട് വി അവരുടെ ഡോട്ട് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ എത്ര വരും പിള്ളേരെ? 3 × 2 വരും. അവിടെ എത്ര വരും പിള്ളേരെ? 4 × x എന്ന് പറയുന്നത് വരും. അപ്പോൾ 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 = -4x എന്നാണ് വരുന്നത്. അപ്പോൾ 6/-4 = x എന്ന് പറയുന്നത് വരും. അപ്പോൾ x എന്ന് പറയുന്നത് -3/2 എന്ന് പറയുന്നത് വരും. അപ്പോൾ x എന്ന് പറയുന്നത് -1.5 എന്നാണ് വരുന്നത്. അപ്പോൾ x എന്ന് പറയുന്നത് -1.5 എന്നാണ് വരുന്നത്. അപ്പോൾ x നോക്കുവാണെങ്കിൽ x എന്ന് പറയുന്നത് -1.5 എന്നാണ് വരുന്നത്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എ സ്ട്രൈറ്റ് റോഡ് ഓഫ് ലെങ്ത് അല്ല rotating about an axis passing through O and perpendicular to the plane in space. Uniform magnetic field B exists normal to the plane of rotation. Potential difference between P and Q എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇതിനൊരു ഫിഗറും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഫിഗർ വരയ്ക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ റോഡിനെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? റോഡിനെ ഇനി ഇവിടെ ഇട്ട് എബൌട്ട് ദിസ് ആക്സ് റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 4l/5 എന്ന് അവർ തന്നിട്ടുണ്ട്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 4l/5 എന്ന് അവർ തന്നിട്ടുണ്ട്. ഈ ലെങ്ത് എന്ന് പറയുന്നത് l/5 എന്നും അവർ തന്നിട്ടുണ്ട്. അപ്പം ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ എടുക്കാം. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇല്ലെങ്കിൽ അവർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞേനെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ P and Q എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് P and Q ആയിട്ട് തന്നിരിക്കുന്നത് ഇവൻ്റെ എൻ പോയിന്റ്സ് ആണ് P and Q ആയിട്ട് തന്നിരിക്കുന്നത്. പറോക്കളെ റോഡിലെ ഏത് രണ്ട് പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനും റോഡിൻ്റെ ഏത് രണ്ട് പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ഇനി പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓൺ ദ റോഡ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓൺ ദ റോഡ്. അപ്പോൾ റോഡിൻ്റെ
ഏത് രണ്ട് പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനും. ഓക്കെ, റോഡിൻ്റെ ഏത് രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോമുല കണ്ടുപിടിക്കാനും നിങ്ങൾ ഈ ഫോമുല അപ്ലൈ ചെയ്താൽ മതി. B⍵/2 ഇൻറ്റു R2² മൈനസ് R1². ഓക്കെ, അപ്പോൾ B⍵/2 ഇൻറ്റു R2² മൈനസ് R1². R2ഉം R1ഉം ഹിഞ്ച്ഡ് പോയിന്റിൽ നിന്നുള്ള ദൂരമായിരിക്കണം. ഡിസ്റ്റൻസസ് ഓഫ് പോയിന്റ് ഫ്രം ഹിഞ്ച്ഡ് പോയിന്റ് ഓർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പോയിന്റ് വേർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാസിംഗ്. ഓക്കെ, പോയിന്റ് ത്രൂ വേർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാസിംഗ്. ഓക്കെ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏത് പോയിന്റിൽ കൂടെയാണോ പാസ് ചെയ്യുന്നത് ആ പോയിന്റ്, അതാണ് ഹിഞ്ച്ഡ് പോയിന്റ്. ഹിഞ്ച്ഡ് പോയിന്റിന് അബൌട്ട് ആയിട്ടായിരിക്കും എപ്പോഴും ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താ മക്കളെ, ഒരു റോഡിൻ്റെ ഏത് രണ്ട് പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനും നിങ്ങൾ ഏത് ഫോമുല അപ്ലൈ ചെയ്താൽ മതി? B⍵/2 ഇൻറ്റു R2² മൈനസ് R1² എന്ന് പറയുന്ന ഫോമുല അപ്ലൈ ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ ദ റോഡ് കണ്ടുപിടിക്കാൻ ഏത് ഫോമുല അപ്ലൈ ചെയ്താൽ മതി പിള്ളേരെ? B⍵/2 ഇൻറ്റു R2² മൈനസ് R1². ശ്രദ്ധിക്കേണ്ട കാര്യം R2 R1ഉം പോയിന്റ്സിൻ്റെ ആ ഹിഞ്ച്ഡ് പോയിന്റിൽ നിന്നുള്ള കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ ഹിഞ്ച്ഡ് പോയിന്റിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരം എത്ര പിള്ളേരെ? 4l/5 ആണ്. ഹിഞ്ച്ഡ് പോയിന്റിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരം 4l/5 ആണ്. അപ്പോൾ 4l/5 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നവരും. ഇനി ഹിഞ്ച്ഡ് പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം l/5 ആണ്. അപ്പോൾ ഹിഞ്ച്ഡ് പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം l/5 ആണ്. അപ്പോൾ ചിലർക്കൊരു സംശയം വരും, അത് ലെഫ്റ്റിലോട്ടല്ലേ -l/5 എടുക്കണ്ടേ? എടുത്തോ, ഒരു പ്രശ്നവും ഇല്ല. അത് ലെഫ്റ്റിലേക്കല്ലേ -l/5 എടുക്കണ്ടേന്ന് ചിലർക്ക് സംശയം വരും. എടുത്തോ, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പോൾ 4l/5 റൈറ്റിലോട്ട് പ്ലസ് എടുക്കാം, l/5 ലെഫ്റ്റിലോട്ട് മൈനസ് എടുക്കാം. എടുത്തോ, ഒരു കുഴപ്പമില്ല. സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോയി കിട്ടും, ഒരു എഫക്റ്റും ഇല്ല എടുത്താലും ഇല്ലെങ്കിലും. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും പിള്ളേരെ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? B⍵/2 എന്നാണ് കിട്ടുന്നത്. അതേപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 16l²/25 എന്നാണ് കിട്ടുന്നത്. ഇവിടെ 16l²/25 എന്നാണ് കിട്ടുന്നത്. മക്കളെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകത്തില്ല, കാര്യം ഈ മൈനസ് ഓൾറെഡി സ്ക്വയർ ആയി പോവും അല്ലേ? അപ്പോൾ ഇതെത്ര കിട്ടും പിള്ളേരെ? l²/25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെത്ര കിട്ടും പിള്ളേരെ? l²/25 എന്നാണ് കിട്ടുന്നത്. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 15B⍵l²/50 എന്നാണ് കിട്ടുന്നത്. 15B⍵l²/50 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 5 കൊണ്ട് വെട്ടാം. അപ്പോൾ ഇവിടെ 3 വരും. ഇവിടെ എന്ന് പറയുന്നത് എത്ര വരും പിള്ളേരെ? 10 വരും. അപ്പോൾ 3/10 BLω² അല്ലെങ്കിൽ B⍵l². ഓക്കെ ആണല്ലോ? അപ്പോൾ എപ്പോഴും ആലോചിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ ദ റോഡ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ ദ റോഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? B⍵/2 ഇൻറ്റു R2² മൈനസ് R1² ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ ദ റോഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? B⍵/2 ഇൻറ്റു R2² മൈനസ് R1² എന്നായിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സീരീസ് LCR സർക്യൂട്ട് വിത്ത് L = 1 ഹെൻറി ആണ്, C = 1 മൈക്രോഫാരഡ് ആണ്, R = 40 ഓം ആണ്, കണക്റ്റഡ് അക്രോസ് എ വേരിയബിൾ ഫ്രീക്വൻസി AC സോഴ്സ് ആണ്. ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് അറ്റ് വിച്ച് പവർ ട്രാൻസ്ഫേർഡ് ടു ദ സർക്യൂട്ട് ഈസ് ഹാഫ് ദ പവർ അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു ഹാഫ് പവർ ഫ്രീക്വൻസീസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഹാഫ് പവർ ഫ്രീക്വൻസീസിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒമേഗയുടെയും കറണ്ടിൻ്റെയും കാര്യമൊക്കെ വെച്ച് ഗ്രാഫ് വരച്ചാൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയാം അല്ലേ? ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഇതാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. ആംഗുലർ ഫ്രീക്വൻസിയിൽ റെസൊണന്റ് ഫ്രീക്വൻസി ω0 എന്ന് പറഞ്ഞാൽ റെസൊണന്റ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്ന പീക്കാണ്. ആ പീക്ക് കറണ്ടിൻ്റെ 1/√2 ടൈംസ് ആകുന്ന ആ പീക്ക് കറണ്ടിൻ്റെ കറണ്ട് 1/√2 ടൈംസ് ആകുമ്പോൾ പവർ ഹാഫ് ആകും അല്ലേ? അപ്പം ഈ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് റെസൊണൻസിലുള്ള പവറിൻ്റെ ഹാഫ് ടൈംസ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസിനെ പറയുന്ന പേരാണ് ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒമേഗ.
അപ്പോൾ ആ ഹാഫ് പവർ ഫ്രീക്വൻസീസിനെ നമുക്ക് ω1 ആൻഡ് ω2 എന്ന് വിളിക്കാം. അപ്പോൾ ഹാഫ് പവർ ഫ്രീക്വൻസീസിനെ നമുക്ക് ω1 ആൻഡ് ω2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഡെൽറ്റ ഒമേഗ ആയിരിക്കും അല്ലേ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഡെൽറ്റ ഒമേഗ ആയിരിക്കും. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഡെൽറ്റ ഒമേഗ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഒമേഗ എത്രയാണെന്ന് വിളിക്കാൻ പിള്ളേരെ? ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് ഡെൽറ്റ ഒമേഗയ്ക്ക് കണ്ടുപിടിക്കാൻ ഫോമുലയുണ്ട്. ഡെൽറ്റ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, R/2L ആണ്. ഡെൽറ്റ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, R/2L ആണ്. ഓക്കെ ആണോ? അപ്പം സോറി ഒരു മിനിറ്റ് ഇപ്പോൾ. അപ്പോൾ എന്താണ് കറണ്ട് മാക്സിമം ആകുന്ന ഫ്രീക്വൻസിയാണ് ആരെന്ന് പറയുന്നത്? കറണ്ട് മാക്സിമം ആകുന്ന ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ കറണ്ട് മാക്സിമം ആകുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ പിള്ളേരെ? അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്തെന്ന് ചോദിച്ചാൽ അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്തെന്ന് ചോദിച്ചാൽ ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് 1/√LC ആണ്. ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് 1/√LC ആണ് അല്ലേ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സിയുടെ വാല്യൂ നോക്കുവാണെങ്കിൽ 1 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 1 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ 1 × 10⁻⁻6 ആണ്. അപ്പോൾ √10⁻⁻6 എന്ന് പറയുന്നത് √10⁻⁻6 എന്ന് പറയുന്നത് 10⁻³ ആണ്. അപ്പോൾ 10⁻³ എന്ന് പറയുന്നത് എന്തെന്ന് വരും പിള്ളേരെ? 1000 എന്ന് പറയുന്ന വരും. അപ്പം നമുക്ക് ω0 കിട്ടി. ω0 എന്ന് പറയുന്നത് 1000 radian/second ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ω0 എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ ω0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 radian/second ആയിരിക്കും. അപ്പോൾ ഈ ω1ലെയും ω2ലെയും കാര്യങ്ങൾ എന്താ പിള്ളേരെ? ω1ലെയും ω2ലെയും കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ω1ലും ω2ലും റെസൊണൻസിൽ എത്ര കറണ്ടാണോ വരുന്നത്? റെസൊണൻസിൽ എത്ര കറണ്ടായിരുന്നോ വരുന്നത് അറ്റ് ω ω1 ആകുമ്പോൾ, അല്ലെങ്കിൽ ω ω2 ആകുമ്പോൾ, ω ω1 ആകുമ്പോൾ, അല്ലെങ്കിൽ ω ω2 ആകുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? റെസൊണൻസിൽ എത്ര കറണ്ടാണോ വരുന്നത് അതിനെ 1/√2 ടൈംസ് ആയിരിക്കും. അപ്പോൾ റെസൊണൻസിൽ എത്ര കറണ്ടാണോ വരുന്നത് അതിലെ 1/√2 ടൈംസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഐക്ക് എന്തെന്ന് എഴുതാം പിള്ളേരെ? V/Z എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഐക്ക് നമുക്ക് എന്തെന്ന് എഴുതാം? ഐക്ക് നമുക്ക് V/Z എന്ന് എഴുതാം. അപ്പോൾ ഐക്ക് നമുക്ക് V/Z എന്ന് എഴുതാം. അപ്പോൾ 1/√2 I0 എന്ന് പറഞ്ഞാൽ കറണ്ട് അറ്റ് റെസൊണൻസ് ആണ്. I0 എന്ന് പറഞ്ഞാൽ കറണ്ട് അറ്റ് റെസൊണൻസ് ആണ്. അപ്പോൾ കറണ്ട് അറ്റ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ Z ആണ്. അപ്പോൾ അറ്റ് റെസൊണൻസ് Z എന്ന് പറയുന്ന R ആണ്. അറ്റ് റെസൊണൻസ് Z എന്ന് പറയുന്ന എത്രയാണ് പിള്ളേരെ? R ആണ്. അങ്ങനെയാണെങ്കിൽ Z കണ്ടുപിടിക്കാൻ അപ്പം Z അറ്റ് ω1 ഓർ ω2 Z എന്ന് പറയുന്ന എത്ര എന്നാണ് കിട്ടുന്നത്? √2R എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അറ്റ് ω1 ഓർ ω2 Z എന്ന് പറയുന്ന എത്ര പിള്ളേരെ കിട്ടുന്നത്? √2R എന്നാണ് കിട്ടുന്നത്. ഇസഡിൻ്റെ ഫോമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് Z² എന്ന് എടുക്കാം. അപ്പോൾ Z² നോക്കുവാണെങ്കിൽ Z² എന്ന് പറയുന്ന എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? 2R² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ Z² നമുക്ക് എന്ത് പറയാം? R² പ്ലസ് അപ്പോൾ Z² നമുക്ക് എന്ത് പറയാം? R² പ്ലസ് XL - XC² എന്ന് പറയാം. അപ്പോൾ Z² നമുക്ക് എന്ത് പറയാം? R² പ്ലസ് XL - XC² എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ XL - XC² എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? അപ്പോൾ XL - XC² എന്ന് പറയുന്നത് 2R² - R² ആയി പോകും. അങ്ങനെയാണെങ്കിൽ XL - XC എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? അപ്പോൾ XL - XC എന്ന് പറയുന്നത് കിട്ടുന്നതെന്ന് പറയുന്നത് +or -R ആണ്. അപ്പോൾ XL - XC എന്ന് പറയുന്നത് കിട്ടുന്നത് +or -R ആണ് അല്ലേ. അപ്പോൾ XL - XC എന്ന് പറയുന്നത് കിട്ടുന്നത് രണ്ടും എടുക്കണം. അപ്പോൾ XL - XC എന്ന് പറയുന്നത് -R വെച്ചിട്ടും എടുക്കണം. അപ്പോൾ XL - XC എന്ന് പറയുന്ന -R വെച്ചിട്ട് എടുക്കണം. അപ്പോൾ XL എന്ന് പറയുന്നത് നമുക്കറിയാം L ഒമേഗയാണ്. XC എന്ന് പറയുന്ന ആരാ പിള്ളേരെ? 1/C ഒമേഗയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ആദ്യം നമുക്ക് -R വെച്ചെടുക്കാം. അപ്പോൾ ω1ൻ്റെ കേസ് ആകുമ്പോൾ നമുക്ക് എന്തെടുക്കാം പിള്ളേരെ? -R വെച്ചെടുക്കാം. അപ്പോൾ ω1 ആകുമ്പം നമുക്ക്
മൈനസ് ആർ വെച്ചെടുക്കാം. അപ്പോൾ എക്സലിന് എന്ത് കൊടുക്കുക? എൽ ഒമേഗ 1 മൈനസ് 1/c ഒമേഗ 1 ഈസ് ഈക്വൽ ടു മൈനസ് ആർ എന്ന് പറയുന്നത് കിട്ടും. അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് എക്സൽ മൈനസ് എക്സി എന്ന് പറയുന്ന എന്ത് വരാം പിള്ളേരെ? പ്ലസ് ആറും വരാം. അപ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്ന എക്സൽ മൈനസ് എക്സി പ്ലസ് ആർ വരാം. അപ്പോൾ എക്സലിന് അവിടെ എന്ത് കൊടുക്കാം? എൽ ഒമേഗ 2 എന്ന് കൊടുക്കാം. മൈനസ് എക്സിക്ക് എന്ത് കൊടുക്കാം? 1/c ഒമേഗ 2 എന്ന് പറയുന്നത് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ആർ എന്ന് എടുക്കാം. പറഞ്ഞോക്കളെ, ഈ ഒമേഗ 0യ്ക്കും ഒമേഗ 1നും ഇടയ്ക്കുള്ള ഫ്രീക്വൻസി ഡിഫറൻസിന് ഞാൻ എക്സ് എന്ന് വല്ലതും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് നിയർലി ഈക്വൽ ടു എത്ര ആയിരിക്കും പിള്ളേരെ? ഇതും എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതും എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഒമേഗ 1ന് എന്ത് കൊടുക്കാൻ പറ്റും പിള്ളേരെ? എൽ ഇൻറ്റു ഒമേഗ 1ന് എന്ത് കൊടുക്കാൻ പറ്റും? ഒമേഗ 0 മൈനസ് എക്സ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ആർ എന്ന് പറയുന്നത് കിട്ടും. അതേ കണക്ക് എൽ ഇൻറ്റു ഒമേഗ 2, എൽ ഇൻറ്റു ഒമേഗ 2ന് എന്തെന്ന് കൊടുക്കാൻ പറ്റും പിള്ളേരെ? ഒമേഗ 0 പ്ലസ് എക്സ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റും. ഒമേഗ 2ന് എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടുത്തെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ 0 ആണ്. അപ്പോൾ ഒമേഗ 0 പ്ലസ് എക്സ് എന്ന് പറയുന്നതും കൊടുക്കാൻ പറ്റും. ഓക്കെ, മൈനസ് 1/c ഇൻറ്റു ഒമേഗ 2 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? ഒമേഗ 0 പ്ലസ് എക്സ് എന്ന് പറയുന്നതും കൊടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ആർ എന്നാണ് കിട്ടും. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ആൻസർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ റീഅറേഞ്ച് ചെയ്തെടുക്കാന്ന് വെച്ചാൽ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ഡിഫറൻസ് ആണ്. ഒമേഗ 0ൻ്റെയും ഒമേഗ 1ൻ്റെയും ഡിഫറൻസ് ആണ് ആരെന്ന് പറയുന്ന പിള്ളേരെ? എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഒമേഗ 0ൻ്റെയും ഒമേഗ 1ൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എക്സ് ആണ് ആരെന്ന് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ആണ് ആരായിട്ട് വരുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. റീഅറേഞ്ച് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന R/L അടുപ്പിച്ച് വരും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ഒമേഗയുടെ ടേംസിലാണ് പറയുന്നത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് നോക്കുക. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് R/L അടുപ്പിച്ച് വരും. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും പിള്ളേരെ? 40 ആണ് വരുന്നത്. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എത്ര അടുപ്പിച്ച് വരും? 40 അടുപ്പിച്ച് വരും. ഓക്കെ, അപ്പോൾ ബാൻഡ് വിഡ്ത്ത് 40 വരണമെങ്കിൽ ഇവിടെ നിന്ന് ഇത് 1000 ആണ്. അപ്പോൾ ഇത് 1020 ആയിരിക്കണം. ഇതെന്ന് പറയുന്നത് 980 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒമേഗ 1നും ഒമേഗ 2നും ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒമേഗ 2നും ഒമേഗ 1നും ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അത് 2x എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2x എന്ന് പറയുന്നത് എത്ര എന്നാണ് പിള്ളേരെ കിട്ടുന്നത്? R/L എന്നാണ് കിട്ടുന്നത്. ബാൻഡ് വിഡ്ത്ത് R/L എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ആറിൻ്റെ വാല്യൂ 40 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എല്ലിൻ്റെ വാല്യൂ 1 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2x എന്ന് പറയുന്ന 40 എന്ന് പറയുന്നത് കിട്ടും. പറോക്കളെ, അങ്ങനെ നോക്കുവാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് കിട്ടുന്നത്? എക്സ് എന്ന് പറയുന്നത് 20 എന്നാണ് കിട്ടുന്നത്. ആണോ? അപ്പോൾ എക്സ് 20 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എത്ര കിട്ടും പിള്ളേരെ? ഇത് 20 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതും എത്ര കിട്ടും പിള്ളേരെ? 20 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എത്രയായിരുന്നു? 1000 ആയിരുന്നു. ആണോ? അപ്പോൾ 1000ൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും.
മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബൾബ് റേറ്റഡ് അറ്റ് 100 വോൾട്ട് 100 വാട്ട്. അപ്പോൾ ഒരു ബൾബുണ്ട്, ബൾബിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട് 100 വാട്ടുമാണ്. ഓക്കെ, അപ്പോൾ ബൾബിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട് 100 വാട്ടുമാണ്. അപ്പോൾ നമ്മളൊരു ബൾബ് കൺസിഡർ ചെയ്യുന്നു, ബൾബിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? 100 വോൾട്ട് 100 വാട്ടുമാണ്. ഫൈൻഡ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ ചോക്ക് ഓയിൽ ദാറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ബൾബ്. ഇൻഡക്റ്റൻസ് ഓഫ് ദ ചോക്ക് ഓയിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡക്ടർ ആയിരിക്കും, ആണോ? ടു ഓപ്പറേറ്റ് ഇറ്റ് അറ്റ് 200 വോൾട്ട് 50 ഹെർട്സ് AC. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ് പിള്ളേരെ വർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ അത് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്? 200 വോൾട്ട് 50 ഹെർട്സ് AC-യിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് 200 വോൾട്ട് 50 ഹെർട്സ് AC-യിലാണ് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് 200 വോൾട്ട് 50 ഹെർട്സ് AC-യിലാണ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻഡക്റ്റൻസ് റിക്വയർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അവൻ്റെ റേറ്റഡ് വോൾട്ടേജ് അവനെ ക്രോസ് കിട്ടണമെന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇത് 100 വോൾട്ട് ആണ്, അപ്പോൾ അവൻ്റെ റേറ്റഡ് വോൾട്ടേജ് 100 വോൾട്ട് ആണ്. അപ്പോൾ അവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര ആയിരിക്കണം പിള്ളേരെ? 100 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവൻ്റെ റേറ്റഡ് വോൾട്ടേജ് 100 വോൾട്ട് ആണ്, വിച്ച് മീൻസ് അവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് 100 വോൾട്ട് ആയിരിക്കണം. അപ്പോൾ മൊത്തം 200 വോൾട്ട് അല്ലേ, ഇവൻ്റെ 100 പോയില്ലേ, അപ്പോൾ 200-ൽ ബാക്കിയുള്ള 100 ഇവന് കിട്ടുമെന്ന് ചിന്തിക്കരുത് കേട്ടോ. ഇത് സാധാ സർക്യൂട്ട് അല്ല, റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് അല്ല, ഇത് റെസിസ്റ്ററും ഇൻഡക്ടറുമുള്ള സർക്യൂട്ടാണ് അല്ലേ, RL സർക്യൂട്ടാണ്. അപ്പോൾ RL സർക്യൂട്ടിൽ നെറ്റ് വോൾട്ടേജിൻ്റെ ഫോർമുല എന്താ പിള്ളേരെ? RL സർക്യൂട്ടിൽ നെറ്റ് വോൾട്ടേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് √VR² + VL² ആണ്. അപ്പോൾ ഇത് RL സർക്യൂട്ടാണ്. RL സർക്യൂട്ടിലെ നെറ്റ് വോൾട്ടേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് √VR² + VL² ആണ്. RL സർക്യൂട്ടിൽ നെറ്റ് വോൾട്ടേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് √VR² + VL² ആണ്. അപ്പോൾ ഒന്നുകൂടെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് പറയാം? V² എത്ര എന്ന് പറയാം? VR² + VL² എന്ന് പറയാം. അപ്പോൾ V² എന്തെന്ന് പറയാം പിള്ളേരെ? VR² + VL² എന്ന് പറയാം. അപ്പോൾ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്ന 200 ആണ്. അപ്പോൾ 200 സ്ക്വയർ എടുത്താൽ 2ൻ്റെ സ്ക്വയർ 4 ആണ്, 100 സ്ക്വയർ എന്ന് പറയുന്ന 10⁴ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു VR. VR എന്ന് പറഞ്ഞാൽ ബൾബാണ്, അപ്പോൾ ബൾബിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് 100 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 10⁴ എന്ന് പറയുന്നത് കിട്ടും. പ്ലസ് എന്തെന്ന് കിട്ടും പിള്ളേരെ? + VL² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 10⁴ ഇപ്പുറം വന്നാൽ എത്രയെന്ന് വരും? 3 × 10⁴ എന്ന് പറയുന്ന വരും. അപ്പോൾ 3 × 10⁴ = VL² എന്ന് പറയുന്ന വരും. അപ്പോൾ 3 × 10⁴ = VL² എന്ന് പറയുന്ന വരും. അങ്ങനെ നോക്കുവാണെങ്കിൽ VL എന്ന് പറയുന്നത് 100√3 ആയിരിക്കും. അപ്പോൾ VL-ന് നമുക്ക് എന്തെന്ന് കൊടുക്കാം പിള്ളേരെ? I × XL എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ VL-ന് നമുക്ക് I × XL എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ I × XL എന്ന് പറയുന്നത് 100√3 ആയിരിക്കും. ഇനി I കണ്ടുപിടിക്കാൻ ദാ ഇവിടുത്തെ പവറും ഉണ്ട്, അവിടുത്തെ വോൾട്ടേജും ഉണ്ട്. അവിടുത്തെ പവറും ഉണ്ട്, അവിടുത്തെ വോൾട്ടേജും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി പിള്ളേരെ? P = VI അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ പവർ നോക്കുവാണെങ്കിൽ അവിടുത്തെ പവർ എന്ന് പറയുന്നത് 100 വാട്ടാണ്. അപ്പോൾ അവിടുത്തെ പവർ നോക്കുവാണെങ്കിൽ അവിടുത്തെ പവർ 100 വാട്ടാണ്. അവിടുത്തെ വോൾട്ടേജ് നോക്കുവാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ടാണ് ഇൻറ്റു I എന്ന് പറയുന്ന വരും. ഓക്കെ, അപ്പോൾ I എന്ന് പറയുന്നത് എത്രയെന്ന് വരും പിള്ളേരെ? I എന്ന് പറയുന്നത് 1 ആംപിയർ എന്നാണ് വരുന്നത്. അപ്പോൾ I എന്ന് പറയുന്നത് 1 ആംപിയർ എന്നാണ് വരുന്നത്. അപ്പോൾ Iയുടെ അവിടെ എത്ര വരും പിള്ളേരെ? Iയുടെ അവിടെ 1 ആംപിയർ വരും. അപ്പോൾ XL എന്ന് പറയുന്ന L⍵ ആണ്. അപ്പോൾ L⍵ എന്ന് പറയുന്ന 100√3 എന്ന് പറയുന്ന വരും. ഓക്കെ, L നോക്കുവാണെങ്കിൽ L എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? സോറി, L ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ L-ന് L × ω എന്ന് വരും. അപ്പോൾ ω-ക്ക് 2πf എന്ന് കൊടുക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് F? F എന്ന് പറയുന്ന 50 ഹെർട്സ് ആണ്. F എന്ന് പറയുന്ന 50 ഹെർട്സ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 100√3 ആണ്. അപ്പോൾ 50 × 200 ഈ 100 വെട്ടിപ്പോകും അല്ലേ. അപ്പോൾ L = √3/π എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ L നോക്കുവാണെങ്കിൽ L = √3/π എന്ന് പറയുന്നത് കിട്ടും. മക്കളെ ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ അടുത്ത ഈ കഴിഞ്ഞ JEE മെയിനിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. JEE മെയിൻ്റെ എക്സാംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മിനിമം ഡീവിയേഷൻ ഫോർ ആൻ ഇക്വലാറ്ററൽ പ്രിസം ഈസ് 30 ഡിഗ്രി. മിനിമം ഡീവിയേഷൻ്റെ ഫോർമുല എന്താ പിള്ളേരെ? മിനിമം ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2I - A അല്ലേ. മിനിമം സ്മോൾ ആംഗിൾഡ് പ്രിസം അല്ല ഞാൻ എടുക്കുന്നത്, കറക്റ്റ് പ്രിസം എടുത്താൽ മിനിമം ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2I - A ആണ്. മിനിമം ഡീവിയേഷൻ ഫോർ ആൻ ഇക്വലാറ്ററൽ പ്രിസം ഈസ് 30 ഡിഗ്രി. അപ്പോൾ മിനിമം ഡീവിയേഷൻ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2I - ഇക്വലാറ്ററൽ പ്രിസം ആയതുകൊണ്ട് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും പിള്ളേരെ? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ -60 ഇപ്പുറം വന്നാൽ 30 + 60 90 വരും. അപ്പോൾ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2I എന്ന് പറയുന്നത് വരും. അപ്പോൾ അവിടെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടി.
ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടി. പറോക്കളെ അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവേണ്ടത്, പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവേണ്ടത്. ഇനി പറോക്കളെ മിനിമം ഡീവിയേഷൻ ആകുമ്പം A = 2r1 എന്നാണ് വരുന്നത് അല്ലേ. കാര്യം എയുടെ ഫോമുല R1 + R2 എന്നാണ്. മിനിമം ഡീവിയേഷൻ ആകുമ്പോൾ R2 = R1 ആവും. അപ്പോൾ A = 2r1 എന്നാണ് വരുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? ഇക്വലാറ്ററൽ പ്രിസം ആയതുകൊണ്ട് 60 ആണ്. അപ്പോൾ 60 = എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? 2r1 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ R1 = എത്രയാണെന്നാണ് പിള്ളേരെ കിട്ടുന്നത്? R1 = 30 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ R1 = 30 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇനിഷ്യൽ ഫേസിൽ തന്നെ അല്ലേ, ആ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോഴുള്ള ഫേസിൽ തന്നെ നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോഴുള്ള ഫേസിൽ തന്നെ നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ. ഓക്കെ, ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ഫേസിൽ തന്നെ നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ആരെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇതാണ് ആരെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് മീഡിയം ആണ്, അത് ഏറെന്നെടുക്കാം. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ എന്താ പിള്ളേരെ കിട്ടുന്നത്? μ1 sin I = μ2 sin R എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ എന്താ പിള്ളേരെ കിട്ടുന്നത്? μ1 sin I = μ2 sin R എന്നാണ് കിട്ടുന്നത്. അപ്പോൾ μ1 എന്ന് പറയുന്നത് 1 ആണ്. μ1 എന്ന് പറയുന്ന 1 ആണ്. ഓക്കെ, μ1 എന്ന് പറയുന്ന 1 ആണ്. sin I എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? I എന്ന് പറയുന്ന 45 ആണ്. μ1 sin I, μ1 എന്ന് പറയുന്നത് അല്ലേ, μ1 എന്ന് പറയുന്ന 1 ആണ്. sin I എന്ന് പറയുന്ന sin 45 ആണ്. μ2 ആണ് പ്രിസത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. sin R എന്ന് പറയുന്നത് എത്ര വരും പിള്ളേരെ? sin R എന്ന് പറയുന്നത് 30 എന്ന് പറയുന്നവർ. അപ്പോൾ നമുക്കറിയാം sin 45 എന്ന് പറയുന്ന ആരാണ്? sin 45 എന്ന് പറയുന്ന 1/√2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു μ ഇൻറ്റു sin 30 എന്ന് പറയുന്ന 1/2 ആണ്. ഓക്കെ, അപ്പോൾ √2 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ അത് √2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ മ്യൂവിൻ്റെ വാല്യൂ √2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത് പിള്ളേരെ? √2 ആ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന JEE Main ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. നല്ലൊരു ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ് മക്കളെ. അതിൽ തന്നെ വേറൊരു ക്വസ്റ്റനും ഉണ്ട്. 2 moles of ideal monatomic gas at a temperature T and 6 moles of ideal diatomic gas at a temperature 2T are mixed together. Find the equilibrium temperature. അതായത് ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചറിൻ്റെ ക്വസ്റ്റൻ ആണിത്. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചറിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഫോമുലയുണ്ട് പിള്ളേരെ. N1F1T1 പ്ലസ് N2F2T2. ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചറിൻ്റെ ഫോമുലയാണ് പറയുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചറിൻ്റെ ഫോമുല N1F1T1 പ്ലസ് N2F2T2 ബൈ N1F1 പ്ലസ് N2F2 എന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചറിൻ്റെ ഫോമുല എന്ന് പറയുന്നത് N1F1T1 പ്ലസ് N2F2T2 ബൈ N1F1 പ്ലസ് N2F2 എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഗ്യാസ് നോക്കുകയാണെങ്കിൽ അവൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആദ്യത്തെ ഗ്യാസ് നോക്കുകയാണെങ്കിൽ അവൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. മോണോറ്റോമിക് ഗ്യാസ് ആണ്. മോണോറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. അവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന T ആണ്. അവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന T ആണ്. രണ്ടാമത്തെ കേസിൽ ഡയറ്റോമിക് ഗ്യാസ് ആണ്. അവൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 6 ആണ്. ഡയറ്റോമിക് ഗ്യാസിൻ്റെ ലോ ടെമ്പറേച്ചറിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. വൈബ്രേഷണൽ എടുത്തില്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ്. ഇൻറ്റു അവൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് തന്നിട്ടുണ്ട് പിള്ളേരെ? ഇൻറ്റു അവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2T എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ N1F1 പ്ലസ് N2F2 എന്ന് പറയുന്നവരും. അപ്പോൾ N1 എന്ന് പറയുന്ന 2 ആണ്, F1 എന്ന് പറയുന്ന 3 ആണ്, പ്ലസ് N2 എന്ന് പറയുന്നത് 6 ആണ്. N2 എന്ന് പറയുന്നത് 6 ആണ്. F2 എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? 5 ആണ്. മക്കളെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കരിമ്പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും.
അപ്പോൾ എത്ര പിള്ളേരെ കിട്ടുന്നത്? 3t 2 × 3t എന്ന് പറയുന്ന 60 ആകും. മറ്റേത് എത്രയാവും? 60t ആകും. അപ്പോൾ മൊത്തത്തിൽ ന്യൂമറേറ്ററിൽ വരുന്നത് 66t ആണ് ന്യൂമറേറ്ററിൽ വരുന്നത് ആണോ? ഇവിടെ നോക്കുവാണെങ്കിൽ എത്ര വരും? ഇത് എത്ര? 6 × 5 30 ആണ്. 30 + 6 എന്ന് പറയുന്നത് 36 ആണ് ആണോ? അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 11t/6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതെന്ന് പറയുന്നത് 11t/6 എന്നാണ് കിട്ടുന്നത്. മക്കളെ ക്ലിയർ ആണോ? അപ്പോൾ ഈ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സറിൻ്റെ ഫോമുല നോക്കി വെച്ചേക്കണം കേട്ടോ. ടെമ്പറേച്ചർ ഓഫ് ദ മിക്സറിൻ്റെ ഫോമുല നോക്കി വെച്ചേക്കണം. ടെമ്പറേച്ചർ ഓഫ് ദ മിക്സറിൻ്റെ ഫോമുല N1F1T1 + N2F2T2 N1F1 + N2F2 എന്നാണ്. N1F1T1 + N2F2T2 N1F1 + M2F2 എന്നാണ് ടെമ്പറേച്ചർ ഓഫ് ദ മിക്സറിൻ്റെ ഫോമുല എന്ന് പറയും. മക്കളെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ എ മാസ് 200 gram hangs from the ceiling via spring in equilibrium, extension of the spring is observed to be 2 millimeter. അപ്പോൾ എന്ത് പറ്റും മക്കളെ? ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് അവൻ്റെ വെയിറ്റിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പോൾ ഒരു വെയിറ്റ് ഒരു സ്പ്രിങ്ങിൽ നിന്ന് കെട്ടിത്തൂക്കിയിട്ടപ്പോൾ ഒരു വെയിറ്റ് എന്ന് പറയുന്ന ഒരു സ്പ്രിങ്ങിൽ നിന്ന് കെട്ടിത്തൂക്കിയിട്ടപ്പോൾ സ്പ്രിങ് എത്ര എലോങ്ങേറ്റ് ആയി എന്നാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? സ്പ്രിങ് എക്സ്റ്റൻഷൻ ഇൻ ദ സ്പ്രിങ് ഈസ് 2 millimeter. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് SHM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് K എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. K × എലോങ്ങേഷൻ എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എലോങ്ങേഷൻ 2 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 2 × 10⁻³ എന്ന് പറയുന്ന വരും. അപ്പോൾ എലോങ്ങേഷൻ 2 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 × 10⁻³ എന്ന് പറയുന്ന വരും. മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് 200 gram ആണ്. അപ്പോൾ 200 × 10⁻³ എന്ന് പറയുന്ന വരും. മാസ് ഓഫ് ദ ബോഡി 200 gram ആണ്. അപ്പോൾ 200 × 10⁻³ എന്ന് പറയുന്ന വരും. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് എടുക്കാം പിള്ളേരെ? ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് പറയുന്നത് എടുക്കാം. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് പറയുന്നത് എടുക്കാം. ഓക്കെ. അപ്പോൾ എക്സ് 2 mm ആണ്, മാസ് 200 gram ആണ്. അപ്പോൾ എന്ത് പറ്റും പിള്ളേരെ? 10⁻³ 10⁻³ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2 × 200 വെട്ടിയാൽ 100 കിട്ടും. അപ്പോൾ 100 × 10 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ K എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ കിട്ടുന്നത്? 1000 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ Kയുടെ വാല്യൂ എന്ന് പറയുന്നത് 1000 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ Kയുടെ വാല്യൂ 1000 എന്നാണ് കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K? Kയുടെ വാല്യൂ 1000 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് SHM ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് SHM എന്ന് പറയുന്നത് √K/m ആണ്. അല്ലേടാ പിള്ളേരെ? ആംഗുലർ ഫ്രീക്വൻസി ഓഫ് SHM എന്ന് പറയുന്നത് √K/m ആണ്. അപ്പോൾ Kയുടെ വാല്യൂ നമുക്ക് 1000 SI യൂണിറ്റിലാക്കിയിട്ടിരിക്കുന്നത്. മാസ് എന്ന് പറയുന്നത് 200 gram ആണ്. 200 gram എന്ന് പറയുന്നത് 200/1000 ആണ് അല്ലേ? 200/1000 ആണ്. അപ്പം മാസ് എന്ന് പറയുന്നത് 1/5 kilogram എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. മാസ് എന്ന് പറയുന്നത് 1/5 kilogram എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? ഇത് √5000 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് √5000 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ √5000നെ നമുക്ക് √2500 × 2 എന്ന് എഴുതാം. √5000നെ √2500 × 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തു വരുമ്പം എത്ര മക്കളെ കിട്ടുന്നത്? 50√2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ എത്ര കിട്ടുന്നത്? 50√2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്തു വരുമ്പം 50√2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് ഓൺ ദ സ്ക്രീൻ. അവിടെ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിംഗ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. K നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ½ കൊടുത്താൽ മതി. ഇക്വിലിബ്രിയം പൊസിഷനിൽ അവൻ്റെ എനർജി സ്റ്റോർഡും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനർജി സ്റ്റോർഡും ചോദിച്ചിട്ടുണ്ട്. ½ ആണ്. പക്ഷേ ഈ ഓപ്ഷനിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ 50√2 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എടുക്കാവുന്നേ ഉള്ളൂ. 50√2 വരുന്ന വേറെ ഓപ്ഷനൊന്നുമില്ല. ഓക്കെ. ഇനി എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിംഗ് അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനർജി സ്റ്റോറിൻ്റെ ഫോമുല ½ ആണ്. എനർജി സ്റ്റോറിൻ്റെ ഫോമുല ½ ആണ്. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് ഓൺ ദ സ്ക്രീൻ വെയർ പാത്ത് ഡിഫറൻസ് ലാംഡ ഈസ് K. ദ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് വെയർ പാത്ത് ഡിഫറൻസ് ഈസ് λ/4. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ ഫോമുല നിങ്ങൾ ആലോചിക്കാം. YDSCയിലെ സ്ക്രീനിലെ അറ്റേ പോയിന്റിലെ ഇൻറ്റൻസിറ്റിയുടെ ഫോമുല എന്ന് പറയുന്നത് ഒരു സ്ലിറ്റിൽ നിന്ന് വരുന്ന I ആണെങ്കിൽ 4I cos² 5/2 എന്നൊക്കെ നിങ്ങൾ എഴുതാറുണ്ട്. 4Iക്ക് ഞാൻ I0 എന്ന് കൊടുത്താണ് എഴുതുന്നത്. I0 cos² 5/2 എന്ന് ഞാൻ എഴുതുവാണ്. I0 cos² 5/2.
ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ ഫോമുല എന്ത് വരും പിള്ളേരെ? I0 ഇൻറ്റു പറഞ്ഞേ കോസ് സ്ക്വയർ 5/2 എന്നാണ് വരുന്നത്. അപ്പോൾ കോസ് സ്ക്വയർ ഇൻറ്റു 1/2 ഞാൻ മാറ്റി എഴുതുന്നു, 1/2 ഞാൻ മാറ്റി എഴുതുന്നു. ഫൈ എന്ന് പറഞ്ഞാൽ ആരാ പിള്ളേരെ? ഫൈ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. ഫൈ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ ആരൊക്കെ ക്യാൻസൽ ആയി പോകും മക്കളെ? അങ്ങനെ നോക്കുവാണെങ്കിൽ 2 2 ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആരുണ്ട് പിള്ളേരെ? I0 ഉണ്ട്, പിന്നെ ആരുണ്ട് പിള്ളേരെ? കോസ് സ്ക്വയർ ഉണ്ട്, പിന്നെ ആരുണ്ട് പിള്ളേരെ? π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ I0 ഉണ്ട്, കോസ് സ്ക്വയർ ഉണ്ട്, പിന്നെ ആരുണ്ട് പിള്ളേരെ? π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നവർ. അപ്പോൾ I എന്ന് പറയുന്നത് I0 ഇൻറ്റു കോസ് സ്ക്വയർ ഇൻറ്റു π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. എന്നാ പറയേ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? K എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ? K എന്ന് പറഞ്ഞിട്ടുണ്ട്. വേർ പാത്ത് ഡിഫറൻസ് ഈസ് ലാംഡ. അപ്പോൾ K ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? I0 കോസ് സ്ക്വയർ π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് അല്ലേ? ഇൻറ്റൻസിറ്റിയുടെ ഫോമുല ഇത് I0 കോസ് സ്ക്വയർ π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി K എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പാത്ത് ഡിഫറൻസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ? ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈയും ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ K ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? I0 എന്ന് പറയുന്നത് കിട്ടും. കാര്യം കോസ് പൈ എന്ന് പറയുന്ന -1 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ പൈ എന്ന് പറയുന്ന 1 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ K എന്ന് പറയുന്ന I0 എന്ന് പറയുന്നത് കിട്ടും. ദെൻ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് വേർ പാത്ത് ഡിഫറൻസ് ഈസ് λ/4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് അത് നമുക്ക് I' എന്ന് എടുക്കാം. വേർ പാത്ത് ഡിഫറൻസ് λ/4. അപ്പോൾ എന്ത് വരും മക്കളെ ഫോമുല? I0 ഉണ്ട്, കോസ് സ്ക്വയർ ഉണ്ട്, π/λ ഉണ്ട്. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന എത്ര പിള്ളേരെ? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന λ/4. അപ്പോൾ ആര് ക്യാൻസൽ ആയി പോവും? ലാംഡയും ക്യാൻസൽ ആയി പോവും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സോ ദാറ്റ്സ് ഈക്വൽ ടു I0 എന്ന് പറയുന്നത് കിട്ടും. കോസ് π/4 1/√2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 1/2 എന്ന് പറയുന്നത് കിട്ടും. കോസ് π/4 1/√2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 1/2 എന്ന് പറയുന്നത് കിട്ടും. I0 എന്ന് പറയുന്ന K ആണ്. അപ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് K/2 ആണ്. അപ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? അപ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് K/2 ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓർഗേറ്റ്, ഒരു ഓർഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. അപ്പം ഓർഗേറ്റിന് 2 ഇൻപുട്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം, എയും ബിയും ആണോ? അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓർഗേറ്റ്, അപ്പോൾ ഒരു ഓർഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ബോത്ത് ഇൻപുട്ട്സ് ഓഫ് ദ നാൻഡ് ഗേറ്റ്, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പിനേഷൻ വിൽ സെർവ് ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർഗേറ്റ് ആണ് അല്ലേ പിള്ളേരെ? അപ്പോൾ ഇതെന്ന് പറയുന്ന ഓർഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആരാ പിള്ളേരെ? A+B എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ A+Bക്ക് നമുക്ക് C എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ഇത് C ആണ്. അപ്പോൾ ഇതും ആരാ പിള്ളേരെ? C ആണ്. അപ്പോൾ സിയും സിയും ആണ് ഇവിടെ ഇൻപുട്ടിലേക്ക് വന്നിരിക്കുന്നത്. സിയും ആണ് ഇൻപുട്ടിലേക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ പിള്ളേരെ? C × C എന്ന് പറയുന്ന C ആയനെ ആണോ? C × C ആണ്. പക്ഷേ ഇത് നാൻഡ് ആയതുകൊണ്ട് ഇവിടെ വരുന്നത് ആരാ പിള്ളേരെ? C കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നാൻഡ് ആയതുകൊണ്ട് അവിടെ വരുന്ന ആരാ പിള്ളേരെ? C കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ C എന്ന് പറയുന്ന ആരാണ്? A+B ആണ്. അപ്പോൾ A+B ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്നാണ് വരുന്നത്. A+B ആയിരുന്നെങ്കിൽ ഒറായനെ. അപ്പോൾ A+B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് നോർഗേറ്റ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ A+B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് ഏത് ഗേറ്റ് എന്ന് പറയേണ്ടി വരും പിള്ളേരെ? നോർഗേറ്റ് എന്ന് പറയേണ്ടി വരും. A+B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് അത് ഏത് ഗേറ്റ് എന്ന് പറയേണ്ടി വരും? നോർഗേറ്റ് എന്ന് പറയേണ്ടി വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് അയണൈസേഷൻ എനർജി ഓഫ് ബോർ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ബോർ ഹൈഡ്രജൻ ലൈക്ക് ലിഥിയം ആറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അയണൈസേഷൻ എനർജി എന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് അയണൈസേഷൻ എനർജി ഓഫ് ബോർ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ബോർ ഹൈഡ്രജൻസ് ലൈക്ക് ലിഥിയം ആറ്റം. പറയല്ലേ? അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റിൻ്റെ ഫോമുല എന്താണ്? എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റിൻ്റെ ഫോമുല എന്ന് പറയുന്നത് -13.6 ഇൻറ്റു Z²/n² എന്നാണ്. അപ്പോൾ ഇവനെ ഇൻഫിനിറ്റിയിൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ എനർജി റിക്വയർഡ് എത്ര പിള്ളേരെ? അപ്പോൾ ഇത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ആണ് അല്ലേ? ഇത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ബൗണ്ടഡ് ടു ദ ആറ്റം ആണ്. അങ്ങനെയാണെങ്കിൽ അവനെ എന്താണ്?
അവൻ എത്ര എനർജി സപ്ലൈ ചെയ്താൽ അവൻ ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഇൻഫിനിറ്റി മൈനസ് ഇ എന്ന് പറയുന്നത് കൊടുക്കേണ്ടി വരും. ആണോ? അപ്പോൾ അത് ചെയ്യുമ്പോൾ എനർജി റിക്വയർഡ് എന്ന് പറയുന്നത്, അപ്പോൾ അവൻ അയണൈസ് ചെയ്യാൻ ഉള്ള എനർജി റിക്വയർഡ് എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? 13.6 × Z²/n² എന്ന് പറയേണ്ടി വരും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം പിള്ളേരെ? എനർജി റിക്വയർഡ് എന്ന് പറയുന്നത്, അപ്പോൾ എനർജി റിക്വയർഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയേണ്ടി വരും പിള്ളേരെ? Z² എന്ന് പറയേണ്ടി വരും. എനർജി റിക്വയർഡ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയേണ്ടി വരും? Z² എന്ന് പറയേണ്ടി വരും. അപ്പോൾ എനർജി റിക്വയർഡ് പ്രൊപ്പോർഷണൽ ടു Z² എന്ന് പറയേണ്ടി വരും. അപ്പം ഹൈഡ്രജൻ്റെയും ലിഥിയത്തിൻ്റെയും കാര്യമാണ്, ഹൈഡ്രജൻ ലൈക്ക് ലിഥിയത്തിൻ്റെയും കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ H⁴ Li ആകുമ്പോൾ എന്ത് പറ്റും മക്കളെ? H ആകുമ്പോൾ ഇവിടെ 1² വരും, Li ആകുമ്പോൾ 3² വരും. അപ്പം അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി കേട്ടോ. 1:9 എന്ന് പറയുന്ന റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. യെസ്, 1:9. ഓക്കെ, ഗുഡ്. പറയൂ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. ലെറ്റ് P and E denote the linear momentum and energy of photon if wavelength is decreased. പറയൂ എനർജി ഓഫ് ഫോട്ടോണിൻ്റെ ഫോർമുല എന്താണ്? എനർജി ഓഫ് ഫോട്ടോണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് hc/λ അല്ലേ? എനർജി ഓഫ് ഫോട്ടോണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, hc/λ ആണ്. മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്ന ആരാണ് പിള്ളേരെ? h/λ അല്ലേ? എനർജി ഓഫ് ഫോട്ടോണിൻ്റെ ഫോർമുല hc/λ ആണ്. മൊമെൻറ്റം ഓഫ് ഫോട്ടോണിൻ്റെ ഫോർമുല ആരാണ്? h/λ ആണ്. വേവ് ലെങ്ത് കുറച്ചാൽ എന്ത് സംഭവിക്കും പിള്ളേരെ? വേവ് ലെങ്ത് കുറച്ചാൽ എനർജി ഓഫ് ഫോട്ടോൺ കൂടും. ഒപ്പം തന്നെ വേവ് ലെങ്ത് കുറച്ചാൽ മൊമെൻറ്റം ഓഫ് ഫോട്ടോണും കൂടും. ബോത്ത് P and E ഇൻക്രീസ് ആണ് അല്ലേ? ബോത്ത് P and E ഇൻക്രീസ് ആണ്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എ സിലിണ്ടർ ഓഫ് റേഡിയസ് R and length L is placed in a uniform electric field parallel to the cylinder axis. Then total flux for the surface of the cylinder is given by. മക്കളെ ഒരു സിലിണ്ടർ ഉണ്ട്, അപ്പോൾ ഇതൊരു സിലിണ്ടറാണ്. എ സിലിണ്ടർ ഓഫ് റേഡിയസ് R and length L placed in a uniform electric field E parallel to the cylinder axis. അപ്പോൾ ഈ സിലിണ്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡുള്ള റീജിയനിലാണ്, പാരൽ ടു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സിലിണ്ടർ ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ ആക്സിസിന് എന്താണ് പിള്ളേരെ? പാരലാണ്. ദെൻ ടോട്ടൽ ഫ്ലക്സ് ഫോർ ദ സർഫസ് ഓഫ് ദ സിലിണ്ടർ ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഇവിടെ എന്താ പിള്ളേരെ പ്രശ്നം? ഇതാ നോക്ക്, ഈ സർഫസികളുടെ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നു പിള്ളേരെ? എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ആ ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്ന നെഗറ്റീവാണ്. ഈ ഫീൽഡിൽ കൂടെ അല്ലെങ്കിൽ ഈ ഫേസിൽ കൂടി ഫീൽഡ് ലൈൻസ് ലീവ് ചെയ്യുന്നു, അവിടെ പോസിറ്റീവാണ്. അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായി പോകും? 0 ആയി പോകും. കർവ്ഡ് സർഫസിൽ കൂടെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നില്ല, കാര്യം കർവ്ഡ് സർഫസ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? കർവ്ഡ് സർഫസിലെ ഏതൊരു ചെറിയ എലമെൻ്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിനെ നോർമലായിട്ടല്ല പാസ് ചെയ്യുന്നത്, ടാൻജൻഷ്യൽ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു ക്ലോസ്ഡ് സർഫസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, ഒരു ക്ലോസ്ഡ് സർഫസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നെറ്റ് ഫ്ലക്സ് ത്രൂ ദാറ്റ് ക്ലോസ്ഡ് സർഫസ് വിൽ ബി 0 ആയിരിക്കും. നെറ്റ് ഫ്ലക്സ് ത്രൂ ദാറ്റ് ക്ലോസ്ഡ് സർഫസ് വിൽ ബി 0 ആയിരിക്കും. ഇഫ് എ ക്ലോസ്ഡ് സർഫസ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഫ്ലക്സ് ത്രൂ ദാറ്റ് ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. മക്കളെ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. A light of wavelength lambda allowed to fall on a metal, kinetic energy of photoelectron emitted is E1. If wavelength of light changes to lambda 2, then kinetic energy becomes E2. Work function of the metal ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ഓക്കെ, light of wavelength lambda is allowed to fall on a metal, then kinetic energy of photoelectron emitted is E1. If wavelength of light changes to lambda 2, kinetic energy becomes E2. Then work function of the metal എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Then work function of the metal എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയൂ, കൈനറ്റിക് എനർജിയുടെ ഫോർമുല പറഞ്ഞേടാ. കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് hν - 5 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് hν - 5 ആണ്. ഓക്കെ, ന്യൂന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ന്യൂന് നമുക്ക് c/λ എന്ന് പറയുന്നതും കൊടുക്കാൻ പറ്റും. അപ്പോൾ hc/λ -5 എന്നാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ കൈനറ്റിക് എനർജി ആദ്യത്തെ കേസിൽ അവർ എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൈനറ്റിക് എനർജി E1 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന E1 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ E1 = എന്തെന്ന് കിട്ടും? hc/λ എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? λ1 ആണ്. മൈനസ് എന്തെന്ന് കിട്ടും? -5 എന്ന് പറയുന്നത് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പറ രണ്ടാമത്തെ കേസിൽ എന്താണ്? രണ്ടാമത്തെ കേസിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന E2 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ കൈനറ്റിക് എനർജി E2 ആയി. എപ്പോഴാണ്? വേവ് ലെങ്ത് λ2 ആയപ്പോഴാണ്. വേവ് ലെങ്ത് λ2 ആയപ്പോഴാണ്. അപ്പം എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷനെ നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട ടൈം ആരാണ്? സി ആണ് അല്ലേ? ഓപ്ഷനിലെങ്ങും സി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓപ്ഷനിലെങ്ങും ആര് വന്നിട്ടില്ല? സി വന്നിട്ടില്ല അല്ലേ? അപ്പോൾ സീനെ എലിമിനേറ്റ് ചെയ്യണം. ഓപ്ഷനിലെങ്ങും സി വന്നിട്ടില്ല. അപ്പോൾ സീനെ എലിമിനേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ സീനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ E1 -5 ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ E1 +5 എന്ന് പറയുന്ന വരും. E1 -5 ലെഫ്റ്റിലേക്ക് വന്നാൽ E1 +5 എന്ന് പറയുന്ന വരും. അപ്പോൾ അവിടെ HC/λ1 എന്ന് പറയുന്ന വരും. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ λ1 × E1 +5/h ആണ് സി എന്ന് പറയും. ഓക്കെ, അപ്പോൾ λ1 × E1 +5/h ആണ് സി എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇവിടെയും ഇതേപോലെ നമുക്ക് സ്റ്റെപ്സ് എഴുതാൻ പറ്റും. അപ്പോൾ -5 ഇപ്പുറം വന്നാൽ +5 ആകും. അപ്പോൾ E2 +5 ആകും. ആണോ? അപ്പോൾ -5 ഇപ്പുറം വന്നാൽ +5 ആകും. അപ്പോൾ E2 +5 ആകും. ഓക്കെ, -5 ഇപ്പുറം വന്നാൽ +5 ആകും. ഇനി λ2നെ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇവിടെ λ2 ആകും /h ആകും. സോ ദാറ്റ്സ് ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? രണ്ട് സിയും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെയും സി ആണ്, ഇവിടെയും സി ആണ്. രണ്ട് സിയും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ λ1 × E1 +5/h എന്ന് പറയുന്നത് λ2 × E2 +5/h എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2h കൂടെ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നമ്മൾ സോൾവ് ചെയ്താൽ മതി. ഇവിടെ λ1 E1 λ1 5 എന്ന് പറയുന്നത് കിട്ടും. λ1 E1 λ1 5 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ λ2 E2 λ2 5 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ടൈം നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ λ1 E1 -λ2 E2 എന്ന് പറയുന്നത് കിട്ടും. λ1 E1 -λ2 E2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ λ2 5 -λ1 5 എന്ന് പറയുന്നത് കിട്ടും. ഇനി അവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 5 കോമൺ എടുക്കാം. 5 കോമൺ എടുത്താൽ അവിടെ λ2 -λ1 ആകും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ നോക്കുവാണെങ്കിൽ λ1 E1 -λ2 E2 λ1 E1 -λ2 E2 ഡിവൈഡഡ് ബൈ λ2 -λ1 എന്ന് വരും. സോ ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് 5. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനാണ് നമ്മൾ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.